بسم الله الرحمن الرحيم. والحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فيا أيها الإخوة، أوصيكم عباد الله وإياي بتقوى الله. തങ്ങളവറുകളെ പ്രിയങ്കരനായ അബൂ സാലിഹ് ഉസ്താദ്, ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാരെ, വേദിയിലിരിക്കുന്ന മറ്റു പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, വത്സ മക്കളെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നീണ്ട യാത്രയും കഴിഞ്ഞ് ക്ലാസ് ഒന്നെടുക്കാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതിയിലും പ്രായത്തിലുമല്ല ഈയുള്ളവർ. പേരിൻ്റേത് പുതിയതാണ്. സാധാരണ ചെറുപ്പക്കാരായ ആളുകൾക്ക് വരേണ്ട പേരാണ് അത്. അന്ന് ആ പേരിനൊരു പ്രസക്തി ഉണ്ടായിരുന്നു. ജനറൽ മുഹമ്മദ് നജീബ് എന്നൊക്കെ പാകിസ്ഥാനിൽ വളരെ പ്രസിദ്ധനായ ഒരു പട്ടാളക്കാരനൊക്കെ വന്ന കാലത്ത് ആ പേരിനുണ്ടായിരുന്ന പ്രാധാന്യം നോക്കി എന്റെ വല്യപ്പ നൽകിയ പേരാണ്. പക്ഷേ ഈ രംഗത്തും പൊതുരംഗത്തുമായി ഓട്ടവും ക്ലാസും സംസാരങ്ങളുമൊക്കെയായി തന്നെ വളരെ പ്രയാസവും ബുദ്ധിമുട്ടുമുള്ള ഒരവസ്ഥയിലാണ് ഏതാനും വർഷങ്ങളായി. ആ നിലക്ക് തന്നെ അല്ലെങ്കിൽ ഒരു ദിവസം 2-3 പരിപാടിയൊന്നും ഏൽക്കാനൊന്നും എനിക്ക് ആരോഗ്യമില്ല, അങ്ങനെ ശീലവുമില്ല. ഇവിടെ ഒരു സ്വലാത്തിന് ഇങ്ങനെ വരാറുണ്ട്. അത് നമ്മൾ വരേണ്ട ഒരു സ്ഥലവുമാണ് ഇവിടെ റംഗീൽ എന്ന സ്ഥലം. അത് കഴിഞ്ഞ വർഷം, എൻ്റെ 9 വർഷം, കുറേ വർഷങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസമായതുകൊണ്ട് നേരത്തെ ഇങ്ങോട്ടെത്താം. പക്ഷേ ആവതുപോലെ പറ്റുന്ന പോലെ സംസാരിക്കാൻ കഴിയുള്ളൂ എന്ന് അന്ന് തന്നെ ഇപ്പോൾ സംസാരിച്ച ഉസ്താദിനും, അതായത് ഈ സ്ഥാപനത്തിന്റെ ജീവനാടിയായ മഞ്ഞനാടി ഉസ്താദിന്റെ മകനും, മകനിലിപ്പോൾ സംസാരിച്ചു, മാണി ഉസ്താദിന്റെ മകനും മറ്റിവിടുത്തെ ഒരു ഉസ്താദുമാണ് സംസാരിച്ചത്. അവരോട് ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. ആവതുപോലെ പറയാം. മുതഅല്ലിമീങ്ങൾ എന്ന നിലയിൽ ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളാകാൻ വേണ്ടത് പറയണം. ഇതാണ് അവരാവശ്യപ്പെട്ടത്. ആ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഇൽമിന്റെ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ ഉസ്താദുമാർക്കോ ആർക്കും പറ്റൂലല്ലോ. ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളാകാൻ എന്താ നൽകുന്ന ഉപദേശം എന്ന് പറഞ്ഞാൽ അതല്ലേ മകൾ പണിയാകെ. അപ്പൊ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയാത്ത ഒരു നില മനസ്സിൽ വന്നു. കേൾക്കുന്ന അതാണ്. അതൊരു ക്ലാസ്സിന് വരാൻ വേണ്ടി പറഞ്ഞ് തൽക്കാലം ഒരു സൂത്രാണോ എന്ന് തോന്നുന്നു എനിക്ക്. അതായാലും എന്തായാലും കിട്ടൂലോ എന്നുള്ള നിലക്ക്
എന്തായാലും മുതഅല്ലിമീങ്ങൾ ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളാകണം എന്ന് ഉസ്താദുമാർക്ക് ചിന്ത വരുന്നത് അതുതന്നെ നിങ്ങളുടെ ഒരു സൗഭാഗ്യമാണ്. അത്തരം ഉസ്താദുമാരിൽ നിന്ന് ഇൽമു നുകരാൻ ഭാഗ്യം ലഭിക്കുക എന്നതു തന്നെയാണ് മുതഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ തുടക്കം. തന്റെ മുതഅല്ലിമുകൾ, തന്റെ വിദ്യാർത്ഥികൾ ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളായി മാറണം എന്ന് ഗുരുവര്യന്മാർക്കുണ്ടാകുക, ഇത് തന്നെ ഈ രംഗത്തെ അവരുടെ ഉദ്ദേശശുദ്ധിയുടെ തെളിവാണ്. അല്ലാഹു ആ നിലയിൽ നമ്മളെല്ലാവരുടെയും പഠനവും അധ്യാപനവും അധ്യയനവുമെല്ലാം ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളുടെയും മുഅല്ലിമീങ്ങളുടെയും സ്വഭാവത്തിലാക്കുമാറാവട്ടെ. അതിനെന്തെല്ലാം വേണമോ അതൊക്കെ അല്ലാഹു തആല നമുക്ക് ഒരുക്കി നൽകട്ടെ. പ്രത്യേകിച്ചും അല്ലാഹു തആലാന്റെ തൗഫീഖ് ആ രംഗത്ത് അല്ലാഹു തആല നമുക്ക് സർവദാ സമ്മാനിക്കുമാറാവട്ടെ. കൊച്ചു മക്കൾ, കുറച്ചൊക്കെ മുതിർന്ന മക്കളും ആരായാലും മനസ്സിലാകണമല്ലോ. മനസ്സിലാകാൻ പറ്റുമെന്ന് വിചാരിക്കുക. ആ നിലക്ക് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം പറഞ്ഞാൽ തിരിയാത്ത പ്രയാസം ഉണ്ടാവും. ഒന്ന്, ഞാൻ അങ്ങ് മലയാളിയാണ്. നിങ്ങളിവിടെ കുറേ ആളുകൾ മലയാള ഭാഷ നല്ലോണം തിരിയുന്നവരായിക്കൊള്ളണമെന്നില്ല. കേട്ടും ക്ലാസ്സൊക്കെ അങ്ങനെയാണെങ്കിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന അങ്ങനെയല്ലല്ലോ. സ്കൂള് പറയല്ലേ ഭാഷ, അല്ലേ? അപ്പം മറ്റു ഭാഷയിൽ, അതുപോലെ നാടൻ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുന്നു, മലയാളമല്ലാത്ത മറ്റൊരു ഭാഷയിൽ നിങ്ങൾ പഠിക്കുന്നു. ആ നിലയിൽ ഞാനാണെങ്കിൽ മലയാളം വായിക്കുന്നു, മലയാളം എഴുതുന്നു, മലയാളത്തിൽ ക്ലാസ് എടുക്കുന്നു, മലയാളിയായി ജനിക്കുന്നു. കാര്യമായിട്ട് ആ ഒരു ഭാഷയെ അറിയുള്ളൂ. നിനക്ക് മലയാളം എന്നുള്ള നിലയിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പ്രയാസമുണ്ടാവും കർണാടകയിൽ. അത് ഞാൻ വർഷങ്ങളായി സംസാരിക്കുന്നിടത്തുണ്ടാവും. എന്നാലും നിരന്തരം കേൾക്കുമ്പോൾ അങ്ങനെ പോകുമല്ലോ. പ്രായത്തിന്റെ വ്യത്യാസം ഉണ്ടാവും, തലമുറകളുടെ വ്യത്യാസം നമ്മൾ തമ്മിലുണ്ട്. അപ്പോൾ ആ നിലക്ക് തന്നെ നിങ്ങളുടെ നിലവാരത്തിൽ സംസാരിക്കാൻ എനിക്കാകണമെന്നില്ല. ഞാൻ പഠനം കഴിഞ്ഞ് ജാമിയ വഹബിയയിലെ അഭിവന്ദരായ ഉസ്താദിന്റെ താജുൽ ഉലമ ശൈഖുന സദഖത്തുൽ മുസ്ലിയാർ നബറല്ലാഹു മർഖദഹു അവരുടെ അവസാന കാലത്ത് അവരുടെ കൂടെ അവരിങ്ങനെ വെറ്റില തിന്നുന്ന ആളാണ്. അത് ചുമക്കുന്ന, അതിന്റെ പൊതി ചുമക്കുന്ന ഒരു സേവകൻ എന്ന നിലക്ക് കൂടാൻ ഭാഗ്യം ലഭിച്ചത് അതൊരു വലിയ ക്രെഡിറ്റും ബഹുമതിയുമാണ്. എല്ലാവരും അത് അടുത്തു പറയാം. അവിടുത്തെ പ്രധാന ശിഷ്യ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ 70 വയസ്സായിട്ടാണ് അവിടുത്തെ സന്നിധിയിലെത്തുന്നത്. അവർക്ക് 70 വയസ്സാകും. അതിന്റെ മുമ്പത്തെ വലിയ വലിയ ശിഷ്യന്മാർ, ഇന്ന് കേരളത്തിലുള്ള വിലമാക്കന്മാരുടെ, എല്ലാ വിലമാക്കന്മാരുടെയും അറിയപ്പെടുന്ന ഉസ്താദുൽ അസാത്തിദ് എന്ന് വാഴ്ത്തപ്പെടുന്ന ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് അവറുകൾ, ഈ ഓക്കെ ഉസ്താദ് അവറുകളൊക്കെ അവരുടെ പ്രധാന 5-8 വർഷം ബഹുമാനപ്പെട്ട ശൈഖുനായുടെ അടുത്ത് ഓതിയിട്ടുള്ളവരാണ്. അവരെക്കാൾ പ്രായമുള്ള അബ്ദുറഹ്മാൻ ഫദ്ഫരി എന്ന് പറയും, കുട്ടി മുസ്ലിയാർ എന്ന് പറയും, കേരളത്തിലൊക്കെ വളരെ പ്രസിദ്ധരായിരുന്ന ആള്. അവരൊക്കെയാണ് ബഹുമാനപ്പെട്ട ശൈഖുനായുടെ വലിയ ശിഷ്യന്മാർ. കാരണം അവർ ബാക്കിയാത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ശൈഖുന വന്ന ഉടനെ അവരിൽ നിന്ന് ഇൽമു പഠിക്കാനും ധാരാളം ഓതാനും ഒക്കെ ചാൻസ് കിട്ടിയവരാണ്. ഞാനൊക്കെ അവശരായി ബഹുമാനപ്പെട്ട ശൈഖുന അവരുടെ പ്രായം 70 കഴിഞ്ഞ ശേഷം അപ്പോഴാണ് ഓതാൻ കിട്ടുന്ന ചാൻസും അവസരമുണ്ട്. പക്ഷേ അതൊരു വലിയ ഭാഗ്യമായി. ആ ഭാഗ്യത്തിന്റെ പേരിൽ തന്നെ അത്തരം മഹാത്മാക്കളോടൊപ്പം ഒത്തുകൂടാനും അവരുടെ കൂടെ കൂടാനും അവരിൽ നിന്നുള്ള മദതുകളും വെളിച്ചവും ഹൃദയത്തിലേക്ക് പ്രസരിക്കാനും പ്രവഹിക്കാനും
അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകുന്നു, അവസരം നൽകട്ടെ എന്ന് നമ്മൾ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ ബഹുമാനപ്പെട്ടവരുടെ കോളേജിൽ നിന്ന് ബിരുദമെടുത്ത് അവർ അവിടെ തന്നെയാണ് പിന്നെ അധ്യാപകരായി നിശ്ചയിക്കുന്നത്. അപ്പോ ദർസും കിതാബൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്നവരാണ് ജാമിഅ ഹബ്ബിയിൽ മുതവ്വൽക്കേ അവിടെ ഉള്ളൂ. ആ മുതവ്വലിൽ വരുന്ന ആളുകൾ എന്റെ കൂടെ തന്നെ ഒരു വർഷം പഠിച്ചിരുന്ന ആളുകൾ അടക്കമുള്ളവർക്കാണ് പിന്നെ ക്ലാസ് എടുക്കാൻ നിയമിതനാവുന്നത്. അപ്പൊ ആ നിലക്ക് ആ കിതാബുകളും ആ ലെവലിലുള്ള കിതാബുകളുമാണ് ക്ലാസ് എടുത്ത് ശീലം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പൊ ആ രീതിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ടിറങ്ങിയിട്ടുള്ള കിതാബുകളൊക്കെ എടുക്കാനും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അവരോട് സംവദിക്കാനുമൊക്കെ കുറെ വ്യത്യാസം കാണും. എന്നാലും പിന്നെ പൊതുവെ പൊതുജനങ്ങളോട് പറയണ വേളൊക്കെ പറയുന്ന ആളാണല്ലോ. ആ നിലക്കുള്ള പരിചയം വെച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഭാഗമോ ഭാഷയോ തിരിയാത്തതുണ്ടെങ്കിൽ, മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതൊരു ക്ലാസ്സാണല്ലോ, ക്ലാസ് എന്നുള്ള നിലയിൽ ചോദിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊരു മസാല വിഷയമല്ല, അത്തരം കാര്യങ്ങളല്ല. നിങ്ങളുടെ ഈ സ്ഥാപനം കാണാനുള്ളവരവസരം, നിങ്ങളുമായി അഭിമുഖീകരിക്കാനും പരിചയപ്പെടാനും ഒരവസരം, ഇൽമിൽ മുഴുകി നിൽക്കുന്ന നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാനും സേവനം ചെയ്യുന്നതിനുമുള്ള ഒരു മഹാഭാഗ്യം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു അതൊക്കെ കബൂലാക്കുമാറാവട്ടെ. വളരെ സന്തോഷം. സ്ഥാപനം വന്ന് കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം മനസ്സിന് സന്തോഷവും ആഹ്ലാദവുമായി. നമ്മളൊക്കെ ഭാഗത്തെ ഇങ്ങനെയൊക്കെ സ്ഥാപനങ്ങളുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ സ്ഥാപനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു മികച്ച സ്ഥാപനമായി നിങ്ങളെ കാണുന്നത് കൊണ്ട് തന്നെ മനസ്സിലാക്കുന്നു. ആ മികവ് അല്ലാഹു തആല നിലനിർത്തുമാറാവട്ടെ. ദാറുൽ ഇർഷാദ് അല്ലേ, പേര് ദാറുൽ ഇർഷാദ്. ഈ ദാറുൽ ഇർഷാദിൽ നിന്ന് നല്ല റഷാദിന്റെ വഴിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും ചേർക്കുകയും അതിലൂടെ തന്നെ സഞ്ചരിക്കാൻ തൗഫീഖ് നൽകുകയും അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനും അല്ലാഹുമായി സാമീപ്യം നേടാനും അവന്റെ പൊരുത്തം കിട്ടാനും അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മളിപ്പോ ഇടപെടുന്ന മേഖല, പഠിച്ചുകൊണ്ട് നിങ്ങൾ ഇടപെടുന്ന മേഖല, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ അവർക്ക് സേവനം ചെയ്തുകൊണ്ടും അവർക്ക് പഠിപ്പിക്കാമെന്നുള്ള പേരിൽ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ചെയ്യുന്ന സേവനം, ഇത് തന്നെയാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹു പടച്ച അടിയങ്ങൾക്ക് ഏറ്റവും ഉചിതമായതും ഏറ്റവും മുന്തിയതുമായ കർമ്മം, ധർമ്മം, കടമ എന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കലാണ് ഇതിലിടപെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. നമ്മളറിയ ഏത് കിതാബ് നമ്മൾ തുടങ്ങുമ്പോഴും ആ കിതാബിലെ വിഷയം ആരംഭത്തിൽ തന്നെ സംസാരിക്കുമ്പോൾ ഏത് കിതാബാവട്ടെ അതായിരിക്കും, അതിൽ ചർച്ച ചെയ്യുന്ന ശാസ്ത്രമോ ഇൽമോ ആയിരിക്കും ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്, മുന്തിയ അറിവ് എന്നാണ് ആ കിതാബിൽ നമ്മൾ വായിക്കുക. അത് നമ്മൾ ഓതിയ കിതാബുകളൊക്കെ പരിശോധിച്ചാൽ അങ്ങനെ കാണാം. അതങ്ങനെ വേണമല്ലോ. കാരണം ഏതൊരു കിതാബ് ഓതുമ്പോൾ ആ കിതാബ് തന്നെയാണ് വളരെ പ്രധാനം. ആ കിതാബിൽ ചർച്ച ചെയ്യപ്പെടുന്ന ശാസ്ത്രമാണ് വളരെ പ്രാധാന്യമുള്ളത് എന്ന മനസ്സ് അത് ഓതുന്ന വിദ്യാർത്ഥികൾക്ക് വേണം, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണം. അപ്പോഴേ അവരുടെ ശ്രമം ഫലവത്താവുകയുള്ളൂ, പാഴാകാതിരിക്കുകയുള്ളൂ. എന്തിനാപ്പത്, എന്താണ് ഇതുകൊണ്ട് കാര്യം എന്ന നിലക്കാണ് നമ്മൾ ഓതുന്നത് എന്ന് വച്ചാൽ പിന്നെ നമ്മൾ അതിൽ പ്രവേശിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധ്യമല്ല. ഈ നിലക്കാണ് ഏത് അറിവ് പറയുമ്പോഴും ഏത് കിതാബ് പറയുമ്പോഴും ആ കിതാബിന്റെ വിഷയമാണ് ഏറ്റവും പ്രാധാന്യം എന്ന് ഊന്നിപ്പറയുന്നത്.
എന്നാൽ നമ്മൾ ദർസിലൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന കിതാബുകൾ ഒന്നൊന്നിന് മാറ്റം വരാത്ത തരത്തിൽ തന്നെ ഒന്നൊന്നിനെ കവച്ചു വെക്കുന്ന തരത്തിൽ തന്നെ ഓരോന്നും ഏറ്റവും പ്രധാനം തന്നെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. കാരണം ഇൽമ എന്ന് പറയുന്നത് കുറച്ച് ഉയർന്ന നിലത്തിൽ പഠിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഈ ലോകത്ത് അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളതാണ് ഇൽമ. അതിന്റെ വിശദീകരണങ്ങളാണ് ഇൽമ. അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നതാണ് ഇൽമ. അതിനാണ് ശരിക്ക് ഇൽമ എന്ന് പറയുള്ളൂ. അറിവ് അതിനെ പറയുള്ളൂ. അറിവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അറിവ് എന്ന് പറഞ്ഞതിന്റെ പ്രാധാന്യം തന്നെ സംശയരഹിതമായി ദൃഢമായി ഉറപ്പിക്കാവുന്ന കാര്യങ്ങൾക്കാണ് അറിവ് എന്ന് പറയുന്നത്. നല്ല ദൃഢമായി ഉറപ്പിക്കാവുന്ന കാര്യങ്ങൾ, സത്യമായിട്ടുള്ള കാര്യങ്ങൾ, സത്യമായതും ദൃഢമായി ഉറപ്പിക്കാവുന്നതും ലവലേശം സംശയമില്ലാത്തതുമായ സംഗതികളാണ് അറിവ്. മനുഷ്യന്റെ പിഴവുകൾ, അത് മനുഷ്യന്റെ കുറവുകൾ, ഇതൊക്കെ എല്ലാ മനുഷ്യനിർമ്മിതമായ ശാസ്ത്രങ്ങൾക്കും ബാധകമാകും. അതേസമയം അല്ലാഹു മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അവതരിപ്പിച്ചതാണോ? എന്നാൽ പിന്നെ അല്ലാഹു അതാണല്ലോ പരമസത്യം. പരമസത്യമായ അല്ലാഹു തആല, ഹഖ് തആല എന്ന് നമ്മൾ അല്ലാഹു തആലാനെ പറയാം. പരമസത്യമായ അല്ലാഹു തആല ഈ ലോകത്തേക്ക് സത്യദൂതരായ മുത്ത മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അറിയിച്ചു തരുന്നത് തന്നെയാണ് പരമസത്യം. അപ്പൊ ആ സത്യസന്ധമായി ദൃഢമായി ഉറപ്പിക്കാൻ പറ്റുന്ന അറിവ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിലൂടെ വന്നിട്ടുള്ളതാണ്. അതാണ് ഇമാമിങ്ങളൊക്കെ പറയാറുള്ളത്. അൽ ഇൽമു മാ കാന ഫീഹി ഖാല ഹദ്ദസനാ വമാ സിവാ ദാക വസ്വാസു ശയാതീനി എന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൽ ഇൽമു ഖാല അല്ലാഹു ഖാല റസൂലുഹു എന്ന് മഹാനായ ഹാഫിദുൽ ദഹബി അവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അറിവ് എന്ന് പറയുന്നത് വഹ്യിന്റെ അറിവിനാണ് അറിവ് എന്ന് പറയുക എന്ന് മനസ്സിലാക്കി തരുന്നതാണ്. ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞ വാചകം അൽ ഇൽമു ഇന്നയാൾ പറഞ്ഞു, അയാളോട് ഇന്നയാൾ പറഞ്ഞു എന്നിങ്ങനെ പരമ്പര സഹിതം വിവരിച്ചുകൊണ്ട് അള്ളാഹുവിങ്കലേക്ക് എത്താൻ കഴിയുന്നത് ഏതാണോ, ആലിമായ അല്ലാഹു തആലയിലേക്ക്, അല്ലാമുൽ ഗുയൂബായ അല്ലാഹു തആലയിലേക്ക് എത്താൻ കഴിയുന്നത് ഏതാണോ അതാണ് ഇൽമ്. വമാ സിവാ ദാക, അങ്ങനെ ഉദ്ധരിച്ച് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയാത്തത് ഏതുണ്ടോ, വസ്വാസു ശയാതീനി, അതൊക്കെ പൈശാചികമായ ദുർബോധനങ്ങളാകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവർ പറഞ്ഞത്. അങ്ങനെ നമുക്ക് ഹദ്ദസന എന്ന് പറയാൻ പറ്റിയത് ഏതാണുള്ളത്? ഒന്ന് അള്ളാന്റെ കലാമ് ഖുർആൻ നമുക്ക് പരമ്പരാഗതമായി ഉറപ്പായി കിട്ടിയതാണ്. കാരണം അതിൽ നമുക്കൊരു തർക്കവുമില്ല, ആർക്കും തർക്കം വരൂല. അതിനെപ്പറ്റി പറയുന്ന മുത്തവാത്തിർ എന്നാണ്, ഖണ്ഡിതമായി അനിഷേധ്യമായി നമുക്ക് കയ്യിൽ കിട്ടിയതാണ് ഖുർആൻ. അള്ളാഹുവിന്റെ കലാമാണെന്ന് ഖണ്ഡിതമാണ്. അതിനുള്ള തെളിവ് ഖുർആന്റെ അകത്തു തന്നെയുണ്ട്. പിന്നെ ഒന്നുള്ളത് ഹദ്ദസന എന്ന് നമ്മൾ ഓതുമ്പോൾ പറയാറുള്ളത് ഹദീസുകൾക്കാണ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാചകങ്ങൾക്ക്. അപ്പൊ അള്ളാന്റെ കലാമിനും മുത്തനബിന്റെ കലാമിനുമാണ് ഹദ്ദസന എന്ന് പറയാൻ പറ്റുള്ളൂ. ഹദ്ദസന എന്ന് നമ്മൾ ഖുർആനിൽ പറയാറില്ലെങ്കിലും അത് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം ഹദ്ദസന ഫുലാൻ എന്ന ഒരാളൊന്നും അല്ല, ലോകമാസകലം ലോകത്തോട് എന്നെന്നും പരമ്പരാഗതമായി കൈമാറി വരുന്ന അനിഷേധ്യമായതായതുകൊണ്ടാണ് അവിടെ ഒരാള് എന്ന് പറയാത്തത്. അതതിലേറെ സുദൃഢമാണ്. അതേസമയം ഹദീസുകള് നമുക്ക് ദൃഢത കിട്ടാൻ അതിന്റെ ശരിയായ പരമ്പര സഹിതമാണ് നമ്മൾ ഉദ്ധരിക്കുക, നമ്മളെ കിതാബിലൊക്കെ ഉദ്ധരിക്കുക. അപ്പൊ അങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നതാണ് അറിവ്. ആ അറിവ് അല്ലാത്ത മറ്റെല്ലാ അറിവുകളും മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ്. മനുഷ്യന്മാർ അതിൽ നിന്ന് പിടിച്ചിട്ട് യോഗ്യന്മാരായ ആളുകൾ പിഴക്കാൻ സാധ്യത വളരെ കുറഞ്ഞ പരിശുദ്ധന്മാരായ ആളുകൾ, വിജ്ഞാനത്തിന്റെ നിറകുടങ്ങൾ ഒരിക്കലും പിഴക്കുമെന്ന് നമുക്ക് മനസ്സിൽ പോലും തോന്നാൻ പാടില്ലാത്ത വിധം
വിജ്ഞാന സമുദ്രങ്ങളായ വലിയ വലിയ ഉലമാക്കൾ, മുജ്തഹിദുകൾ, അവർ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളതുണ്ടെങ്കിൽ അതുമാണ് അറിവ്. അങ്ങനെ വരുമ്പോൾ അറിവുകളെ നമ്മുടെ ഇമാമുകൾ തരംതിരിക്കുന്നത് 3 ഭാഗമാണ്. ഒന്ന് ഖുർആനിന്റെ അറിവ്, ഇതിന് തഫ്സീർ എന്ന് പറയും. 2 മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ, അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും അവിടത്തേതായ തിരുചര്യകളും മൊത്തം പറയുന്ന അറിവ്. അതിന് ഹദീസ് എന്ന പേരിലോ ഹദീസിന്റെ ഇൽമ് എന്ന പേരിലോ നമ്മളതിന് പേര് നൽകും. ഇത് രണ്ടിൽ നിന്നും മനസ്സിലാക്കിയിട്ട് ബഹുമാന്യരായ ഗവേഷണയോഗ്യരായ മഹത്തുക്കളായ ഉലമാക്കന്മാർ, പരിശുദ്ധന്മാരായ ഉലമാക്കന്മാർ അതിൽ നിന്ന് ഗ്രഹിച്ചെടുത്ത് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതിന് ഫിഖ് എന്നും പറയും. അപ്പൊ തഫ്സീർ, ഹദീസ്, ഫിഖ് ഇതാണ് വാസ്തവത്തിൽ ഇൽമ്. ആ ഇൽമിലേക്ക് കൂട്ടുന്ന, അത് നല്ലവണ്ണം മനസ്സിലാക്കുന്നതിലേക്ക് കൂട്ടുന്ന എല്ലാ അറിവുകളും വളരെ പ്രധാനം തന്നെയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമിലേക്ക് അനിവാര്യമായിട്ടുള്ളതെല്ലാം ആ ഇൽമിന്റെ അനിവാര്യതകളാണല്ലോ. അനിവാര്യതകളൊക്കെ വേണമല്ലോ. അനിവാര്യതകളില്ലാഞ്ഞാൽ കഴിയില്ലോ, വസായിലുകൾ. ഈ അനിവാര്യതകളാണ് ബാക്കിയൊക്കെ. അപ്പൊ നമ്മൾ മീസാൻ തുടങ്ങുകയാണ്. മീസാൻ തുടങ്ങിയിട്ട് നമ്മൾ സൊർഫ് അങ്ങനെ പഠിക്കുക. നമ്മൾ പഴയകാലത്ത് ദർശന്റാ പറയുന്നു, ഇപ്പൊ സൊർഫുൽ വാലിഹു എന്നൊന്ന് കണ്ടു. അങ്ങനെയൊക്കെ പുതിയ പുതിയ തരത്തിൽ ഇപ്പൊ ഈ ക്ലാസ് മെത്തേഡ് വരുമ്പോ പുതിയ പുതിയ തരത്തിലുള്ളത് വരും. പഠിക്കാൻ സൗകര്യമാണ് അതൊക്കെ. കാരണം ഓരോ കാലത്തെ നമ്മൾ ശീലിച്ചു പോകുന്നതിനനുസരിച്ച് മനസ്സിലാക്കി വരും. കാരണം മദ്രസിലപ്പം നമ്മൾ പഠിച്ചു വളർന്നു വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്കൂളിലാണ് വേറെ പോകുന്നത്. സ്കൂളിലും മദ്രസിലും ഒക്കെ സമയം വെച്ചിട്ട് ആ സമയത്തിനനുസരിച്ച് ഒരു 3/4 മണിക്കൂറുണ്ടോ അല്ലെങ്കിൽ അരമണിക്കൂറുണ്ടോ പഠിക്കാൻ പറ്റുന്ന തരത്തിൽ അതിന്റെ തെതിരീപുകളും അതിന്റെ അഭ്യാസങ്ങളൊക്കെ പറ്റുന്ന തരത്തിൽ വേണമല്ലോ പഠിക്കാൻ. അങ്ങനെ നമ്മൾ ശീലിച്ചിട്ടുള്ളൂ. ആ നിലക്ക് പുതിയ തരത്തിലുള്ള തെലീഫുകളും രചനകളൊന്നും ഒരിക്കലും മോശമല്ല. അതൊക്കെ ഉത്തരവാദപ്പെട്ട ഉലമാക്കന്മാരുടെ കീഴിൽ, അവരുടെ പരിശോധനയ്ക്ക് കീഴിൽ ഉണ്ടാക്കപ്പെടുന്നതാണെങ്കിൽ വളരെ ആവശ്യം തന്നെയാണ്. അതാണ് ഇപ്പം മദ്രസയിലെ പുസ്തകങ്ങളൊക്കെ വരിക. അപ്പൊ ആ നിലക്ക് ഞാൻ ഉദാഹരിക്കുന്നത് ഞങ്ങളൊക്കെ പഠിച്ചപ്പോണ്ടായതിനെ കിതാബ് അങ്ങനെ പറയാനേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കാൻ സൊർഫ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതേപോലെ നെഹ്വ്. ഈ സൊർഫും നെഹ്വും എന്ന് പറഞ്ഞാൽ അതില്ലാഞ്ഞാൽ നമുക്ക് ഖുർആനും സുന്നത്തും തിരിയോ? ഒന്നും തിരിയില്ല. കിതാബിന്റെ ഒരു ഇബാറത്തും തിരിയില്ല. ഇബാറത്തുകളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അടിസ്ഥാനപരമായി തന്നെ അറബ് ഭാഷയെക്കുറിച്ച് പഠിക്കണം. അറബ് ഭാഷയുടെ പദങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പഠിക്കണമെങ്കിൽ അനിവാര്യമാണല്ലോ സൊർഫ്. ആ പദങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് അതൊരു കലാമാക്കി മാറ്റുന്നത് എങ്ങനെയാണ് എന്ന് അനിവാര്യമായും മനസ്സിലാക്കണമെങ്കിൽ ഗ്രാമർ, നെഹ്വ് വേണമല്ലോ. അപ്പൊ നെഹ്വും സൊർഫും അനിവാര്യമാണ്. അങ്ങനെ നമ്മൾ ഓരോന്ന് പെടുത്താലും എത്രത്തോളം എന്ന് വെച്ചാൽ ഇതുമായി നേരെ ബന്ധമില്ലാത്തതാണ് തർക്കശാസ്ത്ര മന്തിക്കൊക്കെ. ആ മന്തിക്കിനെ സംബന്ധിച്ച് പോലും നമ്മുടെ ഫുഖഹാവും ഇമാമുകളും വിവരിക്കുന്നത് അത് പഠിക്കൽ ഇൽമുമായി ബന്ധപ്പെടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഫർള് കിഫായയാണ്, ഫർളാണ്. പക്ഷേ ഫർള് എല്ലാ ഓരോരുത്തരുടെ മേലും ഫർളാക്കിയാൽ അത് എല്ലാവർക്കും കൂടി മനസ്സിലാവില്ല. നമ്മളെ കർഷകന്മാരെയും ചുവട്ടുതൊഴിലാളികളെയും ഒക്കെ കൊണ്ടുവന്നാണ് മന്തിക്കോലി കൊടുത്താൽ വല്ലതും തിരിയോ? അപ്പൊ അത് മനസ്സിലാവില്ല. എല്ലാവർക്കും ആയ ഓർക്കൊക്കെ മനസ്സിലാവണം. അപ്പൊ അവർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിലല്ലാത്തത് കൊണ്ടാണ് അത് ഫർള് അയിനാകാത്തത്. അപ്പൊ ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഇൽമ ഇവിടെ നിലനിൽക്കാനും അതിന്റെ പ്രയോജനം ഇവിടെ നടക്കാനും അനിവാര്യമായ അത്രയും ആളുകൾ സാമൂഹികമായി ഇത് പഠിക്കൽ നിർബന്ധമാണ്. ഈ പഠനം ഒഴിവാക്കിയാൽ സമൂഹം മൊത്തം കുറ്റക്കാരാവുകയും ചെയ്യും. ആ അർത്ഥത്തിലുള്ള ഫർള് കിഫായയാണ് മന്തിക്ക് വരെ. പിന്നെ ഇനി ഏത് ഇൽമാണ് നമ്മൾ ഒഴിവാക്കാൻ പറ്റിയതുള്ളത്? എല്ലാ ഇൽമും നമ്മൾ നോക്കുമ്പോൾ അനിവാര്യമായിട്ടുള്ള ഇൽമുകളായിട്ട്. അതാ ഞാൻ പറയുന്നത്, ഏത് ഇൽമ് നമ്മൾ തുടങ്ങുമ്പോഴും ആ ഇൽമാണ് ഏറ്റവും മുന്തിയ ഇൽമ്, അഷ്റഫായ ഇൽമ് എന്നാണ് കിതാബിൽ ആദ്യം പഠിപ്പിക്കുക. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് അതുമായി ബന്ധപ്പെടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് അത്യാവശ്യമാണ്. ഇനി സ്കൂളിൽ പഠിക്കുമ്പോഴും എന്തിനാ കെമിസ്ട്രി, എന്തിനാ ബയോളജി, എന്തിനാ മറ്റേ മറിച്ചോ എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ പിന്നെ അത് നമ്മൾ പഠിക്കുമോ? അതിന്റെ ഏറ്റവും വലിയ പ്രയോജനമാണ് അത് പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ പറയാം, അതിന്റെ ടെക്സ്റ്റുകളിൽ പറയാം. അപ്പൊ ആ നിലക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അനിവാര്യമായിട്ടും വേണ്ടത് തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൽമാണ് ഏറ്റവും മുന്തിയ ഇൽമ് എന്ന് പറയുന്നത്. ഞാൻ ആ നിലക്ക് മാത്രമല്ല സംസാരിക്കുന്നത്.
നിങ്ങളൊന്ന് ചിന്തിക്കുക, എന്തിനാണ് മനുഷ്യന്മാര്, എങ്ങനെയാണ് മനുഷ്യന്മാര്? നിങ്ങൾക്ക് എത്രയാണ് പ്രായം എന്ന് ആലോചിച്ച് നോക്കി. ആ പ്രായം പിന്നിട്ടിട്ട് കുറെ പോകുന്നവരാണ് ഞങ്ങൾ. എന്നാൽ ഞങ്ങളിൽ നിന്നും പിന്നിട്ടിട്ട് കുറച്ചും കൂടി പോയവരും ഉണ്ട് തലമുറയിൽ. പക്ഷെ എത്ര തലമുറയിലെ പലരും ഒരു 90 വയസ്സ് വരെ ഉള്ളവര് നിങ്ങളുടെ നാട്ടിലും പരിചയത്തിലും എത്ര പേരുണ്ടാവും? ഒരു 90 വയസ്സുള്ളവര്. ഒരു 100 വയസ്സായവര് മിക്കവാറും ഒരു നാട്ടിൽ ഉണ്ടാവൂല എന്ന് പറയാം, ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും. ഒരു 100 വയസ്സായാലും. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, മനുഷ്യന്മാര് പോയാല് പിന്നെ ഇല്ലാതെയാകുന്നിടത്തേക്കാണ് പോകുന്നത്. പിന്നെ ഇല്ല എന്ന് നമ്മൾ പറയുന്നിടത്തേക്കാണ് മനുഷ്യന്മാരെല്ലാരും പോകുന്നത്. അപ്പൊ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന എല്ലാം ഇല്ല എന്ന് പറയുന്നിടത്തേക്കാണ് പോകുന്നതെന്ന് കാണുമ്പോ ഈ ഉണ്ട് എന്നറിയുന്ന കാലത്ത് എന്താണ് നമ്മൾ ഉണ്ടായിട്ട് പ്രയോജനം? എന്തിനാണ് നമ്മൾ ഉണ്ടായത്? ഉണ്ടാക്കിയവർ നമ്മളെ എന്തിനാണ് ഉണ്ടാക്കിയത് എന്നത് സംബന്ധിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടാകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മെ പടച്ചത്, സൃഷ്ടിച്ചത് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. അത് നമുക്ക് വിശ്വാസമുണ്ട്. അല്ലാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത് എന്നും നമുക്ക് ബോധ്യമുണ്ട്. അവനുദ്ദേശിച്ചതേ നടക്കൂ, നമ്മൾ ഉദ്ദേശിച്ചതെല്ലാം നടക്കണമെന്നില്ല, ഇതും നമുക്ക് ബോധ്യമുണ്ട്. അല്ലാഹു ഉദ്ദേശിച്ചതിനു വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ പടപ്പുകൾ, ആ പടപ്പുകളെന്ന നിലക്ക് അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യവും ധർമ്മവും നിയമവും എന്താണോ, ബാധ്യതയും എന്താണോ, ചുമതല എന്താണോ, ആ ചുമതല നിറവേറ്റാൻ തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ജീവിതം. അപ്പൊ ആ ജീവിതത്തിന്റെ അകത്ത് അല്ലാഹു നൽകുന്നതിൽ നിന്നും നമ്മെ ചുമതലപ്പെടുത്തിയതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണോ അതിലാണ് നമ്മളിപ്പോൾ മുഴുകിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പഠനം കൊണ്ട് മുഴുകിയാലും പഠിക്കുന്നവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഅല്ലിമീങ്ങളും ഉസ്താദുമാരും അങ്ങനെ മുഴുകിയാലും നമ്മൾ ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നതിൽ ഏറ്റവും മികച്ചതും ഏറ്റവും പുണ്യമുള്ളതും ഉത്കൃഷ്ടവുമായിട്ടുള്ള സംഗതി ഇൽമുമായി ബന്ധപ്പെടുക. പഠിച്ചും പഠിപ്പിച്ചും വായിച്ചും എഴുതിയും കൂടുതൽ ചർച്ച ചെയ്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിച്ചും ഇൽമുമായി ബന്ധപ്പെടുന്നത് തന്നെയാണ് ഏറ്റവും ശറഫുറ്റത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിലപ്പുറം പിന്നെ ഏതാ അള്ളാഹ് എന്ന് ഇവിടെ കിട്ടാനുള്ളത് കൊടുത്തോക്കിയൊന്ന് നോക്കുക. അല്ലാഹു തആല ഇവിടെ ആളുകൾക്ക് കൊടുത്തത് എന്താണ്? കുറെ ആൾക്കാർക്ക് കുറെ മുതൽ കൊടുത്തിട്ടുണ്ട്. കച്ചവടക്കാരായിട്ടും അതുപോലെ വ്യവസായികളായിട്ടൊക്കെ ഉള്ള ആളുകൾക്ക് കുറെ മുതൽ കൊടുത്തിട്ടുണ്ട്. മുതൽ കൊടുത്ത കുറെ ആൾക്കാരുണ്ട്. അവരുടെ ജീവിതവും രീതിയും ഒക്കെ വ്യത്യസ്തമായി തന്നെ നമുക്ക് കാണാം. കഴിവുള്ളവരാകുമ്പോൾ അപൂർവം ചിലരേ മാറ്റം ഉണ്ടാവുള്ളൂ. സാധുക്കളുമായിട്ടൊക്കെ നടക്കുന്നവർ വളരെ കുറഞ്ഞ പേരേ ഉണ്ടാവുള്ളൂ. മിക്കവാറും മുതലാളിമാർക്കൊരു പ്രത്യേക രൂപമാണല്ലോ. അങ്ങനെ ഒരു പ്രത്യേക ജീവിത രീതിയിലുള്ള അല്ലാഹു തആല സമ്പത്ത് നൽകിയിട്ടുള്ള ആളുകൾ, അങ്ങനെ നൽകിയിട്ടുള്ള ആളുകളുണ്ട്. സമ്പത്തില്ലെങ്കിൽ പിന്നെ അല്ലാഹു തആല നൽകുന്നത് ഏറ്റവും വിലപ്പെട്ടത് ഇൽമിനെയാണ്. അപ്പൊ ഇൽമ്, മാല് ഇതന്നെ ഇവിടെ ഉള്ളൂ. വേറെ എന്താ പിന്നെ ആരോഗ്യശേഷി, മറ്റേ ശേഷി, ഇതൊക്കെ ആപേക്ഷികമായിട്ട് കുറഞ്ഞ കാലം കൊണ്ടൊക്കെ നിൽക്കുന്നതാണ്. പ്രധാനപ്പെട്ട് കൊടുക്കുന്നത് ഇൽമ്, അതുപോലെ മാല്. ഈ ഇൽമും മാലുമാണ് നമ്മൾ തുലനം ചെയ്യേണ്ടത്. ഇൽമും മാലും തുലനം ചെയ്താൽ മതി. കുറെ കൂട്ടർക്ക് അല്ലാഹു തആല, നമുക്കും അങ്ങനെ ചിന്തിക്കാം, നമ്മളിപ്പോ ഇത്തിരിയൊക്കെ പഠിച്ചിട്ട് എന്താ നമുക്ക് കിട്ടാറുള്ളത് എന്നിപ്പോ തന്നെ ആലോചിച്ചാൽ, ഇനി ഞാൻ പറഞ്ഞുകൊണ്ടായിട്ട് ആലോചിക്കണ്ട കേട്ടോ. ഖാലിയായിട്ട് നിൽക്കണേ സാധുക്കളും മുതഅല്ലിമീങ്ങളുടെ ഇടയിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ആ വൈക്കുങ്ങൾ ആലോചിക്കണ്ട. മുതഅല്ലിമീങ്ങൾ ആലോചിക്കൂ എന്താ ഇപ്പൊ കിട്ടാൻ. അധികവും ഈ മൂല്യന്മാരെ മക്കളെ ഇപ്പൊ നമ്മൾ കാണേണ്ട ഒരു സംഗതി, മൂല്യന്മാരെ മക്കള് മൂല്യന്മാരാക്കൂല. അധികവും അപൂർവം ചിലരാണ് അങ്ങനെ ആവുള്ളൂ. മൂല്യന്മാരാക്കായിട്ടല്ല അത് അധികം. മൂല്യന്മാരെ മക്കളെ മൂല്യന്മാർക്കൊക്കെ മൂല്യന്മാരാക്കണം തന്നെയാണ് ആഗ്രഹം. ഞങ്ങൾക്കൊക്കെ മക്കളുണ്ടായാൽ മൂല്യന്മാരാക്കണം തന്നെ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുക. പക്ഷെ മൂല്യന്മാരെ മക്കള് മൂല്യന്മാരുടെ വീടിന്റെ ഉള്ളിലെ ദുരിതങ്ങൾ കാണുകയാണ്, പ്രയാസങ്ങൾ കാണുകയാണ്. എല്ലാവരുടെ വീട്ടിലും ദുരിതം ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും. പക്ഷെ മൂല്യന്മാരെ മക്കൾക്ക് മൂല്യന്മാരുള്ള വാപ്പാര് ഓല ദുരിതേ ഓല് കാണുള്ളൂ. അപ്പൊ കാണുന്ന ദുരിതങ്ങളൊക്കെ ഇത് മൂല്യന്മാരായതുകൊണ്ടാണ്, ബാപ്പാര് മൂല്യന്മാരായതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുകയാണ്. മൂല്യന്മാരെ മക്കൾക്ക് മാത്രമൊന്നും അല്ലാതെ ശരിക്ക് അധ്വാനിച്ച് ജീവിക്കുന്ന തൊഴിലാളികളെ മക്കൾക്കോ വല്ല പ്രയാസവും പ്രശ്നമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ദുരിതം ഉണ്ടാവും.
അതേപോലെ കച്ചവടക്കാരെ മക്കൾക്കൊക്കെ ഉണ്ടാവും. മാല് അന്ന് കൊടുത്ത കുറച്ച് ആൾക്കാർക്ക് ധനപരമായ ബുദ്ധിമുട്ടില്ലായിരിക്കുള്ളൂ. പക്ഷെ ധനപരമായ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുമ്പോൾ മൂല്യന്മാരെ മക്കൾ മനസ്സിലാക്കുക, ഞാനിഞ്ഞ് വാപ്പാന്റെ വഴിക്കില്ല. വാപ്പാന്റെ വഴിക്ക് പോയപ്പോ തന്നെ കിട്ടാള് എപ്പോഴേലും ഒന്ന് കുടിയിൽ വരും. നമുക്ക് അങ്ങനെയാണാനും ആഴ്ചയിലൊക്കെ പോകാനും ഒന്നും കഴിയില്ല. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ഞങ്ങളൊക്കെ ഉസ്താദന്മാർ 3 ആഴ്ച കൂടുമ്പോൾ മാസത്തിലൊരിക്കൊക്കെ നാട്ടിൽ പോവുള്ളൂ. അപ്പൊ വീട്ടിൽ കുടുംബത്തിന്റെ അടുത്തേക്ക് പോകാൻ അത്രയേ കഴിയുള്ളൂ. ഇപ്പോ ഒരുവിധ ആൾക്കാർക്കൊക്കെ ആഴ്ചയിൽ പോകാൻ കഴിയും. പിന്നെ ഈ മറ്റേ വണ്ടികളുണ്ട്, ഈ ബൈക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും രാത്രിയിലൊക്കെ പോയി രാവിലൊക്കെ വരാനൊക്കെ കഴിയും. കാറൊക്കെ ഉള്ളവർ കുറെ അധികം ഉള്ളതുകൊണ്ട് ഓർക്കൊക്കെ പോയൊക്കെ വരാൻ അവർക്ക് ഇപ്പോഴത്തെ കാലത്തെ സൗകര്യമാണ്. ഇത് കണ്ടിട്ടും കാണാം. അങ്ങനെയാണ് എല്ലാ മൂല്യന്മാരൊന്നും വിചാരിച്ചിട്ടുണ്ടാ. നമ്മുടെ ഉസ്താദുമാരും പണ്ടുള്ളവരൊക്കെ വളരെ ദുർലഭ വീട്ടിലേക്ക് വരിക. അപ്പൊ ഇതൊക്കെയാണ് ഓലെ മക്കൾ കാണുന്നത്. അതാണ് അവർ ശീലിച്ചത്. ആ ശീലിച്ച വെച്ചിട്ട് അവർ പിന്നെ ഈ മാർഗം വേണ്ടാന്ന് തിരഞ്ഞെടുക്കുകയാണ്. വാസ്തവത്തിൽ അങ്ങനെയൊന്നും ചിന്തിക്കരുത് നമ്മൾ. അതിനാണ് ഞാൻ സംസാരിക്കുന്നത്. ഇൽമ്, മാല്, ഇതാണ് അല്ലാഹു തആല നൽകുന്ന മികച്ചതായി നമ്മളൊക്കെ മനസ്സിൽ വരുന്ന 2 സംഗതി. അതിൽ നിന്ന് അസൂയാർഹമായ നിലക്ക് അല്ലാഹു തആല ഇത് രണ്ടും നൽകുന്നവരെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് ലാ ഹസദ ഇല്ലാ ഫിസ്നൈ. ഒരു 2 പേരുടെ കാര്യത്തിൽ അസൂയാർഹമായ ഒരു നല്ല അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളൂ. ഒരു 2 കൂട്ടർ, അവരുടെ ആ സ്റ്റേജും അവരുടെ ആ നിലപാടുമാണ് അസൂയാർഹമായ നിലപാട്. അസൂയ പറ്റുമായിരുന്നെങ്കിൽ അങ്ങനെയാണ് അസൂയ. അതല്ലെങ്കിൽ അസൂയയുള്ള ആളുകൾക്ക് നമ്മളും അങ്ങനെ ആകണമെന്നൊരു മോഹമുണ്ടാകുമല്ലോ. ആ മോഹം അതിനെ ഉദ്ദേശിച്ചുകൊണ്ടും അസൂയ എന്ന് പ്രയോഗിക്കാം. നമ്മളെ ഭാഷയിൽ പറഞ്ഞ അസൂയാർഹമായിട്ട് ഒരു 2 പേരെ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ സംഗതി ശരിയാവും. അസൂയ വേണോ വേണ്ടയോ ഒന്നും ഇപ്പം അവിടെ ചിന്തിക്കണ്ട. അസൂയാർഹമായി ഒരു 2 പേരെ ഉള്ളൂ. ആരാണ് 2 പേർ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൽമ് നൽകി. ആ ഇൽമ് പഠിപ്പിച്ചുകൊണ്ടും അത് പകർന്നു കൊടുത്തുകൊണ്ടും അയാൾ അങ്ങനെ നിൽക്കുന്നു. സ്വന്തമായി അയാൾ കർമ്മവും ചെയ്യുന്നു. അങ്ങനത്തെ ഒരാള്. മറ്റൊരാള് അല്ലാഹു തആല ധനം കൊടുത്തു, മുതൽ കൊടുത്തു, സമ്പത്ത് കൊടുത്തു. ആ സമ്പത്ത് അയാൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലും ഇഷ്ടത്തിലും ആവശ്യം വരുമ്പോഴൊക്കെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 2 ആളുകൾ മാത്രമാണ് അസൂയാർഹരുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അറിവായി തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഈ പഠിപ്പിച്ച പാഠം വെച്ച് ചിന്തിച്ചാൽ അനുഗ്രഹമായിട്ട് അല്ലാഹു തആല നൽകുന്നത് തന്നെ ഈ 2 അനുഗ്രഹങ്ങളാണ്. സമ്പത്ത്, അതുപോലെ തന്നെ ഇൽമ്. പക്ഷെ സമ്പത്ത് കൊണ്ട് ആ അനുഗ്രഹം പ്രയോജനപ്പെടുത്തുന്ന ആളുകൾ വളരെ വളരെ കുറവാണ്. വളരെ വളരെ കുറവ്. 25 അംബിയാ മുർസലീങ്ങളെ അല്ലാഹു തആല ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 25 അംബിയാ മുർസലീങ്ങൾ. അതിൽ സമ്പത്തിന്റെ പേരിൽ നമുക്ക് പറയാൻ പറ്റുന്നത് 2 നബിമാരാണ്. 2 നബിമാർ. ആര്? ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം. അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ദുന്യാവിന്റെ വിഭവങ്ങൾ കൊണ്ടും ദുന്യാവിലെ അധികാരം കൊണ്ടും മേധാവിത്വം കൊണ്ടും അല്ലാഹു തആല മഹത്തായ അനുഗ്രഹം നൽകിയ 2 പ്രവാചകന്മാർ, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം. ബാക്കി പ്രവാചകന്മാരിലൊന്നും അങ്ങനെ ധനപരമായി അല്ലാഹു തആല വലിയ ഒരു അനുഗ്രഹമോ അധികാരപരമായി അല്ലാഹു തആല വലിയ അനുഗ്രഹമോ നൽകിയിട്ടില്ല. അധികാര അമ്പിയാക്കന്മാർക്കൊക്കെ ഉണ്ട്. അവരാണ് മനുഷ്യന്മാരുടെ മുഴുവൻ ആത്മാവിനെയും ഭരിക്കുന്നവരൊക്കെ. അത് വേറൊരു നിലയാണ്. പക്ഷേ പുറത്ത് പ്രത്യക്ഷത്തിൽ കാണുന്ന നമ്മളെ അധികാരവും ഭരണമൊന്നും വേറെ ആർക്കുമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ വളരെ കുറഞ്ഞ ആളുകൾക്കാണ് ഇതുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആളുകൾ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. 25 പേരെ പറഞ്ഞതിൽ 2 പേരേ ഉള്ളൂ. ബാക്കിയൊക്കെയും ആ രൂപത്തിലുള്ളവരല്ല. അതിന്റെ അർത്ഥം അതിന് കയ്യിൽ കിട്ടിയാൽ നന്നായി തീരാനുള്ള ആളുകൾ വളരെ ദുർലഭമായിരിക്കും എന്നാണ്. അമ്പിയാക്കന്മാർ പിന്നെ കൈ കിട്ടിയ എവിടെയും പേക്കൂല. അമ്പിയാക്കന്മാരല്ലേ. അമ്പിയാക്കന്മാർ മാസൂമുകളാണ്, പാപം വരാത്തവരാണ്. ദോഷം വരാത്ത ആ അമ്പിയാക്കന്മാർ പിഴക്കൂല. അതേസമയം അതല്ലാത്ത മനുഷ്യന്മാർക്കൊക്കെ സമ്പത്തുണ്ടായാൽ അധികം പിഴക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ആളുകൾ വിജയിക്കുന്ന അല്ലാഹു തആലാന്റെ ഒരു അനുഗ്രഹമാണ് മാല് എന്ന് പറയുന്നത്. അതേ സമയത്ത് അറിവാണെങ്കിലോ ഇൽമ്, ഈ ഇൽമ് കിട്ടുന്ന ആളുകൾ വളരെ കൂടുതലും ഏതെങ്കിലും നിലയിൽ നന്നാകുന്നവരാണ്.
വളരെ കൂടുതൽ. കുറഞ്ഞ ആളുകളെ പറ്റപ്പേക്കുള്ളൂ. അള്ളാഹു അവരിൽ നിന്ന് നമുക്ക് കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു താല പെടുത്താതിരിക്കട്ടെ. തൽക്കാലമൊക്കെ ഒരു കാലത്തൊക്കെ എങ്ങനെങ്കിലുമൊക്കെ ആണെങ്കിൽ തന്നെ പഠിക്കേണ്ട കാലത്ത് ഇങ്ങനെ ആയാലും പഠിപ്പിക്കുന്നവരായി മാറുമ്പോൾ നന്നാവും. അധ്യാപകരും പഠിപ്പിക്കുന്നവരാവുമ്പം തന്നെ എങ്ങനെങ്കിലുമൊക്കെ ആയി നടന്നിന് ആളുകൾ കുറച്ചും കൂടി അറിവ് പ്രയോജനപ്പെടുത്തിയിട്ട് അറിവ് മനസ്സിൽ കണ്ടിറങ്ങുമ്പോൾ പിന്നീട് നന്നാകും. അങ്ങനെ അവസാന കാലത്തെങ്കിലും നന്നായി തീരാൻ വേണ്ട എല്ലാ കോപ്പും നമ്മൾ നേടുന്ന ഇൽമിന്റെ അകത്തുണ്ട്. അത് ഇൽമിന്റെ ഒരു പവറാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടിയും ഭയവും ഇൽമ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആളുകൾക്ക് എങ്ങനെയും ഇൽമ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൽമു ഉണ്ടാക്കി തീർക്കും. അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹു തആലാനെ അറിയുന്ന ആളുകളാണ് അള്ളാഹു തആലാനെ നല്ലോണം പേടിക്കുള്ളൂ. നല്ലോണം പേടിക്കുന്ന ആളുകൾ, അള്ളാഹു തആലാനെ പേടിക്കുന്നവർ ശരിക്കും അറിവ് നല്ലമുള്ളതാണ്. അറിവ് അള്ളാഹിനെ പറ്റിയുള്ള അറിവ് വേണം, അപ്പോഴാണ് അള്ളാഹിനെ പേടിക്കുക. അപ്പൊ അള്ളാഹുവിനെ പേടിക്കുന്ന ഈ ആളുകൾ അള്ളാഹു തആലാനെ അറിവുള്ളവരാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ പേടി തന്നെയാണ് ഇൽമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം. ആ ഫലം ഇൽമല്ലാതെ മറ്റൊന്നും നേടിക്കൊടുക്കില്ല. ഇൽമ് തന്നെയാണത്. ഇനി ഇൽമിന്റെ നാടൻ മറ്റുള്ള നേട്ടങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കാൻ ഞാൻ വിവരിക്കുകയാണ്. ഇൽമ് എന്ന് പറയുന്നതിനോളം മെച്ചമുള്ള ഒന്നും സൗകര്യം വകൻസുൻ ലാ തഖാഫു അലൈഹി ലിസ്ഫ ഖഫീഫുൽ ഹംലി യൂജദു ഹൈസു കുന്ത യസീദു ബികസറത്തിൽ ഇൻഫാഖി മിൻഹു വയൻഖുസു ഇൻ ബിഹി കഫൻ സദത്ത. പണ്ടത്തെ കാലത്ത് ഇൽമിനെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കവിതാശകലങ്ങൾ ധാരാളമുണ്ട് ഇൽമിന്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന. അക്കൂട്ടത്തിൽപ്പെട്ട ചിലത് മൂല്യന്മാരുടെ ഇടയിൽ പരക്കെ ചെല്ലിനാ പണ്ടൊക്കെ. എല്ലാ മൂല്യന്മാരും കുട്ടിക്കാലത്ത് പഠിക്കുന്ന ചില വാചകങ്ങളുണ്ട്, ചില കവിതകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണിത്. അത് വേഗം മനസ്സിലാക്കാം. വക്കൻസുൻ ലാ തഖാഫു അലൈഹി ലിസ്സ. കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോകാത്ത നിധി. അതൊരു സംഗതി തന്നെയാണല്ലോ. മോഷ്ടാവിന് മോഷ്ടിക്കാൻ കഴിയാത്തൊരു നിധിയാണ്. ബാക്കി ഏത് നിധിയാവട്ടെ, സമ്പത്താവട്ടെ, സമ്പത്തിന്റെ ഏത് അംശങ്ങളാവട്ടെ, മോഷ്ടാക്കൾക്ക് പിടികിട്ടും. മോഷ്ടാക്കൾ മോഷ്ടിച്ചുകൊണ്ട്. ഇത് കള്ളന് മോഷ്ടിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു നിധിയാണ്. നിധി തന്നെയാണല്ലോ ഇത്. ഹൃദയത്തിന്റെ ഉള്ളിലാണ് സൂക്ഷിക്കുന്നത്. ആ സൂക്ഷിക്കപ്പെടുന്ന ഈ നിധി മോഷ്ടാവിന് കട്ടുണ്ടാകാൻ കിട്ടില്ല. ലാ തഖാഫു അലൈഹി ലിസ്ഫ ഖഫീഫുൽ ഹംലി യൂജദു ഹൈസു കുന്ത. ചുമക്കാനോ ഒരു പ്രയാസമല്ല. വേറെ ഏത് സംഗതിയാണെങ്കിലും ചുമക്കണമെങ്കിൽ ഭാരം ഉണ്ടാവും. എന്തും ഏത് സാധനമാണെങ്കിലും ചുമക്കാൻ ഭാരമുണ്ടാകും. ഇൽമ് എത്രത്തോളമുണ്ടോ ഭാരമുണ്ടാവില്ലോ. ഭാരം വളരെ കുറവ്. യൂജദു ഹൈസു കുന്ത. നീ എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ അനുഗ്രഹവും സമ്പത്തും നിന്റെ കൂടെയുണ്ട്. ഇങ്ങനെ വേറെ ഏതെങ്കിലും ഉണ്ടോ? നമ്മൾ ഏത് വസ്തുവാണെങ്കിലും നമ്മൾ മലമൂത്ര വിസർജനത്തിന് പോകുന്ന സമയത്തെങ്കിലും ഇല്ലാതിരിക്കും, കുളിപ്പളി പോകുന്ന സമയത്തെങ്കിലും ഇല്ലാതിരിക്കും, ഉറങ്ങുന്ന സമയത്തെങ്കിലും ഇല്ലാതിരിക്കും. അങ്ങനെ പല സമയത്തും ഇല്ലാതെ കാണും. അതേ സമയത്ത് നമ്മളെവിടെയുണ്ടോ അവിടെയൊക്കെ ഉള്ള ഇൽമ്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ യസീദു ബികസ്റത്തിൽ ഇൻഫാഖി മിൻഹു. ചെലവഴിക്കും തോറും ധാരാളം ചെലവഴിച്ചാൽ അത് തീരല്ല ചെയ്യുക, ഏറിക്കൊണ്ടിരിക്കും, വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന് പറഞ്ഞു തരികയാണ്. മറ്റേത് വസ്തു ആയാലും ചെലവഴിച്ചാൽ തീരുമല്ലോ. പണം ചെലവഴിച്ചാൽ തീരും, നെല്ല് ചെലവഴിച്ചാൽ തീരും, കച്ചവടച്ചരക്കുകൾ ചെലവഴിച്ചാൽ തീരും, മറ്റെന്തും ചെലവഴിച്ചാൽ തീരും. നമ്മളെ കർമ്മശേഷിയും ആരോഗ്യവുമാണെങ്കിൽ പോലും ചെലവഴിക്കുന്നതിനനുസരിച്ച് തീരുമല്ലോ. അതിന്റെ വർക്ക് നല്ലോണം കൂടുന്നോർത്തോളം തീരും. അതേസമയം അള്ളാഹു നൽകുന്ന ഇൽമെന്ന് പറയുന്നത് ചെലവഴിക്കുന്തോറും വർദ്ധിക്കുക ചെയ്യുക. എത്രത്തോളം ക്ലാസ് എടുക്കണോ അത്രത്തോളം അധ്യാപകന് ഇൽമ് വർദ്ധിക്കുകയാണ് ചെയ്യുക. എത്രത്തോളം വിദ്യാർത്ഥികളെ കിട്ടുന്നുവോ അത്രത്തോളം അറിവ് വർദ്ധിക്കുകയാണ് അധ്യാപകനും ചെയ്യുക. വിദ്യാർത്ഥിക്ക് മാത്രമല്ലല്ലോ, അധ്യാപകനും വർദ്ധിച്ചുകൊണ്ടിരിക്കും. നീ ആർക്കും കൈമാറാതെ പകർന്നു കൊടുക്കാതെ കയ്യും പൂട്ടി അവിടെ കെട്ടിയിരുന്നാൽ അതാണെങ്കിൽ ചുരുങ്ങിപ്പോവുകയും ചെയ്യും.
അപ്പോ ഏതെങ്കിലും പണ്ടത്തൊരാള് തഹസീലൊക്കെ കഴിഞ്ഞ് മൂല്യരൊക്കെ അതിന്റെ ശേഷം ദർസുണ്ടായില്ല എന്ന് കുട്ടിയൊക്കെ നിങ്ങൾ ദർസില്ലാത്ത മൂല്യര് കാണാൻ പൂയി പിടിച്ചങ്ങനെ പോകണം. അയാൾ പഠിച്ച അറിവുകളൊന്നും ശേഷിക്കൂല. വായിച്ച കിതാബുകളൊന്നും ചിലപ്പോൾ നോക്കുമ്പോൾ വായിച്ചാൽ കിട്ടൂല. സംസാരിച്ച് പഠിച്ചിട്ടുള്ള സംഗതികളൊന്നും കിട്ടൂല. എന്തേ പറയാനും പകർന്നു കൊടുക്കാനും അവസരമില്ലാതായി. അപ്പൊ ഈ അർത്ഥത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അറിവ് എന്ന് പറയുന്നത് മഹത്തായ ഒരു സംഗതിയാണ്. ഈ ഒരു ഉപകാരം വേറെ ഒന്നിനും ഇല്ല. ഇങ്ങനത്തെ ഇൽമുമായി ബന്ധപ്പെട്ടവരിൽ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നിങ്ങളുടെ സ്ഥാനം ഞങ്ങളല്ല, ഞങ്ങൾ പഠിപ്പിക്കുന്നവരെന്ന് പറഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് പുണ്യം നേടുന്നവരാണ്. നിങ്ങളെക്കൊണ്ട് പുണ്യം നേടുന്നു. പുണ്യം മാത്രമല്ല, നിങ്ങളെക്കൊണ്ട് ശമ്പളം വാങ്ങുന്നു കൂടി മനസ്സിലാക്കണോ? നിങ്ങളെക്കൊണ്ടാണ് ഞങ്ങൾ ശമ്പളം വാങ്ങുന്നത്. ഈ സ്ഥാപനത്തെ മാത്രം വെക്കരുത്. ഒരു പള്ളിയിൽ ഒരു മുദരിസിന് ആ മുദരിസിന്റെ വെയിറ്റ് എന്തുമല്ല? മുദരിസിന്റെ വെയിറ്റ് കുട്ടികളെ തല എണ്ണത്ര ഉണ്ടോ നോക്കിയിട്ടാണ്. അതിന് മുദരിസ് ഞങ്ങളവിടെയൊക്കെ കടന്ന് ഊരി ചിറ്റലേനും പണ്ട്. ഇപ്പൊ ഈ സ്ഥാപനങ്ങളായി മാറിയതുകൊണ്ട് പള്ളിയിലെ ദിവസമൊക്കെ വളരെ പോയതുകൊണ്ട് അത് നോക്കായ മറ്റേ കുട്ടികൾ 60 കുട്ടികളുണ്ട് അവിടെ, 100 കുട്ടികളുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ ആ മുദരിസ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത വെയിറ്റാണ്. അതിനനുസരിച്ച് അയാൾക്ക് ശമ്പളവും കിട്ടും. കുട്ടികൾ എത്ര ഉണ്ടോ അതിനനുസരിച്ച് ശമ്പളം കിട്ടും. അപ്പോൾ നിങ്ങളെ കൊണ്ട് ശമ്പളം വാങ്ങുന്നവരാണ് ഞങ്ങൾ അധ്യാപകർ, മുദരിസുമാരെപ്പോഴും ഓർക്കും വേണം. നമ്മൾ കോളേജ് ആയിട്ടല്ലത് പറയുന്നത്, അല്ലാത്തവര് പൊതുവില് നിങ്ങളെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളെ കൊണ്ടാണ് ആഖിറത്തിലും പുണ്യം നേടുന്നത്. കാരണം പഠിതാക്കളായ കുട്ടികളില്ലെങ്കിൽ ആർക്കാണ് ഈ ഇൽമിനെ അധ്യാപനം ചെയ്യുന്നതും പകർന്നു കൊടുക്കുന്നതും? പിന്നെ അതിന്റെ പുണ്യമൊന്നും കിട്ടൂലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ഇൽമിന്റെ പുണ്യത്തിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആളുകൾ നിങ്ങൾ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് വല്ലാത്ത സ്ഥാനം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസുകൾ ധാരാളം ഹദീസുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇൽമുമായി ബന്ധപ്പെട്ട് ഉലമാക്കന്മാരെ ദർജ ഒരുപാട് പറയാനുണ്ട് കേട്ടോ, അതല്ല പറയുന്നത്. പക്ഷേ ഈ ഉലമാക്കന്മാരുടെ ഇൽമിന്റെ ദർജയും പുണ്യവും അവർക്ക് കിട്ടണമെങ്കിൽ പഠിതാക്കളായ വിദ്യാർത്ഥികൾ വേണം. പഠിതാക്കളില്ലെങ്കിൽ പഠിപ്പിക്കാൻ കഴിയൂല, പഠിപ്പിക്കലും നടക്കൂല. അപ്പൊ പഠിപ്പിക്കൽ നടന്നിട്ടില്ലെങ്കിൽ പിന്നെ അധ്യാപകനും ആലിമും ഇല്ല. അവിടെ ശരിക്കും മുതഅല്ലിമീങ്ങളാണ് അടിസ്ഥാന വിഭവം. ഈ മുതഅല്ലിമീങ്ങൾ എന്ന നിലക്ക് നിങ്ങളെ അതുകൊണ്ട് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കുകൾ നിങ്ങൾ സഞ്ചരിക്കുന്ന വീതിയിലൂടെ എല്ലാം നിങ്ങൾക്ക് ചിറക് വിരിച്ചു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് നമ്മൾ ധാരാളം കേട്ടതും പഠിക്കുന്നതും ഉറുദി അറിയുന്നതൊക്കെയാണല്ലോ. അതൊരു വാസ്തവമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നല്ലൊരു വാസ്തവമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹാ ലിത്വാലിബിൽ ഇൽം റിളം ബിത്വലബിൽ ഇൽം. ഇൽമ് തേടി എന്നതുകൊണ്ട്, ഇൽമ് അന്വേഷിച്ചുകൊണ്ട് വിദ്യാർത്ഥി എന്നാണല്ലോ, വിദ്യയെ അർത്ഥിക്കുന്നതുകൊണ്ട്, ഈ ഇൽമ് തേടുന്നതുകൊണ്ട് പൊരുത്തപ്പെട്ടിട്ട് അല്ലാഹു തആല പ്രത്യേകം മലക്കുകളെ ചിറക് വിരിച്ചുകൊണ്ട് അവരുടെ തണലിലാക്കിയിരിക്കുന്നു വിദ്യാർത്ഥികളെ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ച ഹദീസ് വളരെ പ്രസിദ്ധമായി മുതഅല്ലിമീങ്ങളുടെ സ്ഥാനമാനങ്ങൾ വിവരിക്കുമ്പോൾ ഇമാമുകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. വളരെ പ്രധാനമായി ഇമാം അഹ്മദും ഇബ്നു മാജയും ഹാബിക്കും ഒക്കെ നിവേദനം ചെയ്ത ഹദീസായത്. ഇത് വളരെ വാസ്തവമാണ്. നമുക്കിങ്ങനെ തിരിയാ മലക്കുകളെ നമുക്കറിയില്ല, മലക്കുകളെ ചിറകും നമുക്ക് തിരിയൂല, മലക്കുകളെ ചിറക് നമുക്ക് വിരിച്ചു നിൽക്കണോ അതും മനസ്സിലാവില്ല. നമുക്കതെങ്ങനെ മനസ്സിലാവും? നമുക്ക് മനസ്സിലാകുന്നൊരു ഭാഷ കാണുക. മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു തന്റെ ബുസ്താൻ എന്ന തന്റെ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ വിവരിക്കുന്നു. സക്കരിയ്യ സാജി എന്ന് പറയുന്ന ഒരു വലിയ മഹാസൂഫിയതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. നേരെ പരമ്പരയുണ്ട്. സക്കരിയ്യ സാജി എന്ന പേരിലുള്ള ഒരു മഹാനായ സക്കരിയ്യ അസാജി, ബോർഡുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സക്കരിയ്യ അസാജി നമ്മൾ കേൾക്കണമൊക്കെ ഇപ്പത്തെ ഈ മൂല്യന്മാരെ വഴന്നു കിട്ടുകാണ്ട് പറയണമല്ലൊക്കെ ഒരുപാട് പേക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സക്കരിയ്യ അസാജി, സക്കരിയ്യ സാജി, സീന് ജി. സക്കരിയ്യ സാജി എന്ന് പറയുന്ന മഹാനായ സൂഫി വര്യനായി ഇമാം നബി ഉദ്ധരിക്കുകയാണല്ലോ. ഇമാം നബി ഉദ്ധരിക്കുമെന്ന് തന്നെ മനസ്സിലാക്കിയാൽ മതി. നബിമാം ആരാന്ന് മനസ്സിലാക്കിയാൽ നബിമാം ഉദ്ധരിക്കുന്നവരാരായിരിക്കും എന്ന് മനസ്സിലാക്കാം. ആ സക്കരിയ്യ സാജി എന്നിവർ പറയുകയാണ്, അദ്ദേഹവും നല്ല ഒരു സംഘവും ഞങ്ങൾ ബസറയിലെ ഊടുവഴികളിലൂടെ സഞ്ചരിക്കുന്നു.
ബസ്ര നഗരത്തിന്റെ ഊടുവഴികളിലൂടെ സഞ്ചരിക്കുന്നു. ഇങ്ങനെ സഞ്ചരിക്കുന്ന നേരത്ത് ഞങ്ങളൊരു ഹദീസ് പണ്ഡിതന്റെ അടുത്തേക്ക് ഹദീസ് പഠിക്കാനാ പോകുന്നത്. ഈ ഹദീസ് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്റെ കുട്ടികളെ എങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾക്ക് അല്ലാഹു തആല അള്ളാന്റെ മലക്കുകളെ ചിറക് വിരിച്ചു തന്നിട്ട് തണലിലാക്കിയിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തുനബി തങ്ങൾ പറഞ്ഞ ആ ഹദീസിനെയാ നമ്മളിപ്പോ വിശദീകരിക്കുന്നത്. ഇത് ഞമ്മക്ക് ഇങ്ങനെ ബോധ്യപ്പെടുന്നാ പറയുന്നത്. അപ്പൊ ഇമാം നവവി വിവരിക്കുന്നത് സക്കരിയ സാജി എന്ന മഹാൻ വിവരിക്കുന്നു, ഞങ്ങൾ ഒരു സംഘം ഹദീസ് പണ്ഡിതന്മാരിൽ നിന്ന് ഹദീസ് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് നല്ലോണം വേഗം നടക്കാൻ തുടങ്ങി. ഞങ്ങൾ കുറച്ച് എന്തിന് ഹദീസ് പണ്ഡിതന്മാരുടെ അടുത്തേക്ക് വേഗം എത്താനുള്ള ഉത്സാഹം കൊണ്ട്, അവർ കടന്നു പോകുന്നതിന് മുമ്പ് എത്താനുള്ള ഉത്സാഹം കൊണ്ട്, കുറച്ചും കൂടി സമയം കിട്ടാനുള്ള ഉത്സാഹം കൊണ്ട് വേഗം നടക്കുകയാണ്. ആ വേഗം നടക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നിഷേധി ഉണ്ടായിരുന്നു. എന്തും സംശയമുള്ള ഒരാൾ, എന്തു പറയുമ്പോൾ അതിനൊക്കെ മറിച്ചു തോന്നുന്ന ഒരാൾ. അത് നമ്മളെ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ അപൂർവം ചിലർ എല്ലപ്പോഴും ഉണ്ടാവും. ഏത് കാലത്തും അങ്ങനെ ഉണ്ടാവും. അങ്ങനെ വരുന്നവരാണ് ഈ പറ്റ പേച്ചവരായിട്ട് ഇങ്ങനെ വരുന്നത്. മുത്താലിമായ കാലത്തെ അങ്ങനെയുള്ള ചില ആളുകളാണ് പറ്റ പേച്ചവരായിട്ട് ഇങ്ങനെ വരുന്ന കുറെ ആളുകളല്ലേ. അത് അങ്ങനത്തെ കുറച്ച് കുരുത്തം കെട്ടലാണ്. അങ്ങനെ കുരുത്തം കെട്ട ചില ആളുകളുണ്ടാവും. അല്ലാഹു അതിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ കേൾക്കുള്ള ഇപ്പൊ ചേകനൂര് എന്നൊക്കെ പറയണല്ലേ, ചേകനൂര് അങ്ങനത്തെ ആൾക്കാരൊക്കെ അങ്ങനെ വരുന്നവരാണ്. മുത്താലിമായ കാലത്തെ പേച്ചിട്ടുള്ള കേടികൾ. ഓല ഉസ്താദുമാരെടുത്ത് അവർ കേടികളാണ്, സഹപാഠികളെടുത്ത് അവർ കേടികളാണ്. ഇത്തരം കേടികളായ ആളുകളായിട്ട് വരുന്നവരാണ് പിൽക്കാലത്ത് മഹാകേടികളായി പറ്റ പിഴച്ചു പോകുന്നത്. അത്തരം പിഴച്ചു പോകുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സക്കരിയ സാജി എന്നവർ പറയാണ്. അയാൾ പറഞ്ഞു, നിങ്ങളിപ്പോ ഈ ഓടുമ്പോഴേ എടോ നിങ്ങളൊക്കെ കൂടി കാലൊന്നായിട്ട് ഉയർത്തണേ, നിങ്ങളുടെ കാലിനടിയിൽ മലക്കുകളുടെ ചിറക് അരിയും, അത് മുറിഞ്ഞു പോകും, പൊട്ടിപ്പോകും, അതുകൊണ്ട് കാലുയർത്തണേ എന്ന് പറഞ്ഞു. തമാശക്കതാണോ മൂപ്പര്? തമാശ. പക്ഷേ നിഷേധമട്ടിൽ മലക്കുകളുടെ ചിറക് അത് പൊട്ടിപ്പോവും. നിങ്ങൾ നല്ലോണം മണ്ടിയാല്, ഓടി നടന്നാല്, മണ്ടി പറഞ്ഞാൽ മനസ്സിലോ? ഓടി നടന്നാല് മലക്കുകളുടെ ചിറക് പൊട്ടിപ്പോവും, അതുകൊണ്ട് നിങ്ങളുടെ കാല് വേഗം ഉയർത്തനെ. ഇങ്ങനെ തിരക്കിട്ട് മണ്ടിയാ മലക്കുകളുടെ ചിറക് പൊട്ടിപ്പോകുന്നുണ്ട്. പരിഹാസം, ഒരു പരിഹാസം എന്ന നിലയിൽ ഒരാൾ പറഞ്ഞപ്പോ ഇമാമുൻ നവവി തങ്ങൾ ഉദ്ധരിക്കുന്നു, ഇത് പറഞ്ഞു തീരേണ്ട താമസം അയാൾ അപ്പം തന്നെ അവിടെ വീണുപോയി. അയാളുടെ കൈകാലുകൾ പിന്നെ ചലിപ്പിക്കാൻ കഴിയുന്നില്ല. കാല് ചലിപ്പിക്കാൻ കഴിയാതെ അയാൾ അവിടെ വീണുപോയി. കാല് പറ്റ മുടങ്ങിപ്പോയി, കാലിന്റെ നടത്തം പോയി. എന്റെ മലക്കുകളുടെ ചിറകുണ്ടാകുമെന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെയാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് മാത്രമേ നമുക്കൊന്ന് മനസ്സിലാവുള്ളൂ. അല്ലാതെ നമുക്ക് തിരിയില്ല. നമ്മളെ കൂട്ടത്തിൽ ഒരാൾക്ക് മലക്കുകളെ ചിറകിനെ പരിഹസിക്കുമ്പോൾ അങ്ങനെ ഒന്ന് പറ്റിയാൽ നമുക്ക് ബോധ്യം വരും, ശരിയാണ് അതിനെ പരിഹസിച്ചപ്പോ അങ്ങനെ പറ്റിയതാണ്. വേറെ എന്താ മാർഗം? മലക്കുകളെ കാണാൻ നമുക്ക് കഴിയോ? മലക്കുകളെ ചിറക് കാണാൻ കഴിയോ? പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്കുകളെ മനസ്സിലാക്കാൻ കഴിയാത്തവരെങ്ങനെയാണ് അവരുടെ ചിറകിനെ പറ്റി പറയുക? അപ്പൊ ചിറക് കാണാത്തതിന്റെ പേരിൽ നിഷേധിക്കാൻ വയ്യ, അനുഭവപ്പെടാത്തതിന്റെ പേരിൽ നിഷേധിക്കാൻ വയ്യ. മുത്തനബിന്റെ ഹദീസിൽ പറഞ്ഞാൽ അത് അംഗീകരിക്കുക തന്നെയാണ് ഒരു വിശ്വാസിയുടെ കടമ. ആ കടമ നിറവേറ്റിയില്ലെങ്കിൽ വരുന്ന സംഭവമാണിത്. മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഇതേ രീതിയിലുള്ള ഒരു അനുഭവം വിവരിക്കുന്നുണ്ട്. മുഹമ്മദ് ഇബ്നു ത്വാഹിൽ മഖ്ദസി എന്ന് പറയുന്ന വലിയൊരു മുഹദ്ദിസുണ്ട്. അദ്ദേഹം വിവരിക്കുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ അബൂദാവൂദ് കാരണം ഇമാമല്ലേ, സുനനി അബൂദാവൂദ് തന്നെ. അതെ, അബൂദാവൂദ് തുർമുദി, അബൂദാവൂദ് തുർമുദി എന്നൊക്കെ കേൾക്കണം. അതായി പറയുന്നത് സുനനി അബൂദാവൂദിന്റെ കർത്താവ്. ഈ അബൂദാവൂദ് എന്നവർ പറയുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഖലിയ ഉണ്ടായിരുന്നു. നമ്മളെ ഭാഷ കുരുത്തം കെട്ടോൻ, ഒരു കുരുത്തം കെട്ടോൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ കുരുത്തം കെട്ട ആള് സമിഅ ബിഹദീസി ഇന്നൽ മലായികത ലതദഉ വജ്നിഹതഹാ, മലക്കുകൾ വിദ്യാർത്ഥികൾക്ക്, ദർസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചിറക് വിരിക്കുമെന്ന ഹദീസ് അയാൾ കേട്ടപ്പോ അയാൾ എന്ത് ചെയ്തു അറിയോ? ഒരു പരിഹാസത്തിന് അയാളെ ചെരുപ്പിന്റെ അടിയിൽ ഇരുമ്പിന്റെ ആണികൾ തറച്ചു വെച്ചു. ഇരുമ്പിന്റെ ആണികൾ ചെരുപ്പിന്റെ അടിയിൽ. എന്നാ ആ ചിറകൊന്ന് അരക്കണം എന്ന് പറഞ്ഞിട്ട് ആണി തറച്ചു വെച്ചിട്ട് നടക്കുക. ഒരു പരിഹാസം. അതൊക്കെ നമ്മളെ കൂട്ടത്തിലും തോന്നും ചിലർക്കൊക്കെ അത്തരം പരിഹാസങ്ങൾ. കിതാബുകളെ പറയുമ്പോഴോ, വിലമാക്കളെ പറയുമ്പോഴോ, ഇൽമനെ പറയുമ്പോഴോ, ഉസ്താദുമാരെ പറയുമ്പോഴോ ഒക്കെ അവരിൽ നിന്ന് ഓരോരോ മൊഴികൾ കേൾക്കുമ്പോഴൊക്കെ നമുക്കും തോന്നുന്ന ചില നിഷേധ രീതിയാണിത്. അതിന് നമ്മൾ പഠിക്കാനാണ് ഞാനിത് ഉണർത്തുന്നത്. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് എന്നവർ
അബൂദാവൂദ് എന്നവരിൽ നിന്ന് മുഹമ്മദ് ഇബ്നു ത്വാഹിറിൽ മഖ്ദിസി എന്നവർ ഉദ്ധരിക്കുകയാണ്. വലിയ മുഹദ്ദിസാണ്. അബൂദാവൂദ് എന്നവർ പറയാ, അസ്ഹാബുൽ ഹദീസ്, ഞങ്ങളുടെ കാലത്തുള്ള ഹദീസിന്റെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരു ദുര്യോഗനുണ്ടായിരുന്നു. ആ ദുര്യോഗൻ ഈ ഹദീസ് കേട്ടപ്പോ അയാളുടെ ചെരുപ്പിന്റെ അടിയിൽ ഇരുമ്പിന്റെ ആണികൾ വെച്ചു. ഉരീദു അന്നപ്പോ അജിനിഹത്തൽ മലായിക്ക, ഞാൻ മലക്കുകളെ ചിറകൊന്ന് ചവിട്ടിയിറക്കണം എന്നാണ് എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം നടന്നു. അത് പറയേണ്ട താമസം അദ്ദേഹത്തിന്റെ കാലിന് പെട്ടെന്ന് വേദന വന്ന് ആ വേദന കൊണ്ട് തന്നെ എല്ലും മജ്ജയും എല്ലാം നഷ്ടപ്പെടുന്ന വിധം അദ്ദേഹത്തിന്റെ കൈകാലുകൾ കുഴഞ്ഞ് അയാൾ തീർത്തും ദുർബലനായി അയാളുടെ അവയവങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട് മുഴുവൻ അവയവങ്ങളും അതിന്റെ സിദ്ധികൾ നഷ്ടപ്പെട്ടുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ അയാൾ ആ സമയത്തു തന്നെ അയാളുടെ സ്ഥിതി മാറിപ്പോയി എന്ന് മഹാനായ അബൂദാവൂദ് എന്നവർ പറയുന്നു. ഇത്തരം അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ചിന്തിക്കുക, മലക്കുകളുടെ ചിറക് വിരിച്ചു തരും എന്നതിന് നമ്മളാരും പരിഹസിക്കാൻ നിൽക്കണ്ട, നിഷേധിക്കാനോ നിൽക്കണ്ട. അള്ളാഹു അത്തരം നിഷേധങ്ങളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇത് മാത്രമേ നിവൃത്തിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ മലക്കുകളെ ചിറക് വിരിച്ചാല് ഇവിടെ ഒരു ചിറക് കൊടയൂടിയ മാതിരിയല്ല കിട്ടുക, പക്ഷിന്റെ ചിറകിന്റെ അടിയിൽ നിന്ന മാതിരിയല്ല കിട്ടുക. അതൊരു റഹ്മത്തിന്റേതായ ഒരു പ്രത്യേകമായ ആശീർവാദം പടച്ചവന്റെ ഭാഗത്ത് നിന്നൊരു പ്രത്യേക കാരുണ്യം വർഷിക്കും. കാരുണ്യം വർഷിക്കുന്നത് നമ്മൾ മഴ വർഷിക്കുന്ന മാതിരി കാണാൻ കഴിയില്ലല്ലോ. കാരുണ്യവർഷം, ആ കാരുണ്യത്തിന്റെ വർഷം അല്ലാഹു തആല മലക്കുകളുടെ ചിറക് വിരിച്ച തണലിന്റെ കീഴിലാണ് മുതഅല്ലിമീങ്ങൾ നടക്കുക എന്ന് പറയുന്നത് നമ്മളെ അല്ലാഹു തആല എത്ര ആദരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വചനമാണ്. ആ തിരുവചനം അതിന്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കുക. മലക്കുകൾ ചിറക് വിരിച്ച് ആദരിക്കുന്ന അള്ളാന്റെ പടപ്പുകളിൽപ്പെട്ട ഒരു കൂട്ടരാണ് പഠിക്കാൻ പോണ മുതഅല്ലിമീങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം മുദരിസുമാരും ഉസ്താദന്മാരും അതിന്റെ ഒക്കെ അപ്പുറം തന്നെ കാരണം നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇവർക്ക് ഇൽമു കൊടുക്കുന്നവരല്ലേ, ഭക്ഷണം കൊടുക്കുന്നവർക്ക് ഓർക്ക് വേറെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം, അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം. ഈ മുതഅല്ലിമായ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ പദവി പ്രകാരം ഈ മുതഅല്ലിമീങ്ങൾ നിൽക്കുന്ന ഇപ്പോഴത്തെ അവരുടെ പ്രവർത്തനം മേഖല, ആ ജീവിത മേഖല അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. ആ മേഖല പുണ്യവത്താക്കാൻ അല്ലാഹു നമ്മെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇങ്ങനെയുള്ള മുതഅല്ലിമീങ്ങൾ പ്രധാനമായും വേണ്ടത് ഇൽമിന്റെ ഇത്തരം സ്ഥാനങ്ങളൊക്കെ മനസ്സിലാക്കലാണ്. ഇത് കിട്ടിയ അറിവാളെന്നറിയാൽ എപ്പോഴാ ഏത് കാര്യം ചോദിച്ചാലും അയാൾക്ക് നോക്കിയിട്ടോ പഠിച്ചിട്ടോ ഒക്കെ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ കിട്ടുമെങ്കിൽ അതെന്നെ അറിവാളെന്ന് പറയുന്നത്. എല്ലാം അയാൾക്ക് അറിയൊന്നും വേണ്ട, അയാൾക്ക് അറിയാൻ കഴിയും, നോക്കിയാൽ കിട്ടും. കിതാബ് നോക്കിയാൽ മനസ്സിലാവും, എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ, അല്ലെങ്കിൽ 4 ദിവസം നോക്കിയാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഒന്ന് ചർച്ച ചെയ്താൽ മനസ്സിലാവും, ഒരു 2-3 തവണ പല കിതാബുകൾ എടുത്ത് മറിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായാൽ അദ്ദേഹം തന്നെയാണ് അറിവാളൻ. അറിവ് എന്ന ആ ഒരു മലക്ക, ഒരു സിദ്ധി അയാൾക്കുണ്ടായാൽ അതാണ് ആലിം. ഈ ആലിമിന് എത്രയോ വലിയ ദർജകളാണ്. അല്ലാഹു തആല പടച്ച പടപ്പുകളിൽ ഏറ്റവും ശറഫുറ്റത് മനുഷ്യന്മാരിൽ ഏറ്റവും ബഹുമതിയുള്ളവർ അമ്പിയാക്കന്മാർ. ഈ അമ്പിയാക്കന്മാരും ഉലമാക്കളും തമ്മിൽ ഒരു ദർജന്റെ വ്യത്യാസം, ഒറ്റ ദർജ, ഒരു ദർജയുടെ വ്യത്യാസം. എത്രയാ ആലിമിന്റെ ദർജ എന്ന് മനസ്സിലാക്കാൻ അത് മതി. ആലിം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉസ്താദുമാരായിട്ടുള്ളവരും ഉസ്താദുമാരുടെ ഉസ്താദുമാരായിട്ടുള്ളവരായി ആലിമീങ്ങളായി വാഴ്ത്തപ്പെടുന്നവരും നമുക്ക് സംശയമൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരാൻ കഴിയുന്നവരെന്ന് മനസ്സിലായിക്കോളൂ. അങ്ങനത്തെ ആലിമാണെങ്കിൽ അമ്പിയാക്കന്മാരും അവരും തമ്മിലുള്ള ദറജ ആകെ അത്രയേ ഉള്ളൂ, ഒറ്റ ദറജ. ആ ഒരൊറ്റ ദറജയുടെ വ്യത്യാസം മാത്രമേ ആലിമീങ്ങളും ഇവരും തമ്മിലുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിന്ന് അങ്ങോട്ട് വിട്ടാൽ വേറെ ഏത് കൂട്ടരാണെങ്കിലും അതിലപ്പുറം പോകും. ഇപ്പൊ മുതഅല്ലിമായാലും ഇൽമുമായിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർ ശുഹദാക്കളായിട്ട് ബന്ധപ്പെട്ടാൽ അത് അതിലേറെ ദർജ കൂടും. അമ്പിയാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഒറ്റ ദർജയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാൽ അമ്പിയാക്കന്മാരായ ഏറ്റവും മുന്തിയൊരു തൊട്ട് താഴെ നിൽക്കുന്നത് കൊണ്ട് നടക്കുമ്പോൾ നിങ്ങളിപ്പോ ഇവിടെ തന്നെ ബന്ധിതരായി നിൽക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കൾ കൊണ്ടുവന്നിട്ടാണെങ്കിലും ഉസ്താദുമാർ നോക്കും, സ്ഥാപനത്തിന്റെ അധികൃതർ നോക്കുന്നൊക്കെയാണെങ്കിലും ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുണ്ടായി തീർന്ന ഒരു വിധിയാണിത്. ഈ വിധി പൊരുത്തപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളെ നിൽപ്പൊരു വലിയ നിൽപ്പന്നെയാണ് പ്രയാസം. തിന്നാനൊന്നും ഇപ്പോൾ വലിയ പ്രയാസമൊന്നുമില്ല. ഇപ്പോൾ നമ്മളെ സ്ഥാപനങ്ങളിലൊക്കെ വളരെ സുഖമാണ്, നല്ല നല്ല കൊശികൾ ഇവിടെയൊക്കെ കിട്ടൂലേ.
അപ്പൊ അതൊന്നൊരു വിഷയമല്ല. ഇപ്പൊ ഇപ്പത്തെ കാലത്ത് അതൊന്നും വിഷയമല്ല. പണ്ടത്തെ കാലം ഇപ്പത്തെ കാലം തമ്മിൽ തുലനം ചെയ്യുന്നതിലൊന്നും അർത്ഥമല്ല. നിങ്ങൾ അതല്ല പറയുന്നത്. ഇപ്പൊ നേരം വെളുത്തിന്റെ ശേഷം നിങ്ങൾ ഇവിടെയാണെങ്കിൽ എന്താ ചെയ്യാ, വീടിലാണെങ്കിൽ എന്താ ചെയ്യാ, രണ്ടും കൂടി നോക്കി നോക്കുക. ഞങ്ങൾ ചെറുപ്പാക്കുന്നൊന്നുമില്ല. വീട്ടിലാരും നിങ്ങൾ വിളിച്ചോണത്തില്ലെങ്കിൽ ആ വീട്ടിലെ നിങ്ങളുടെ സുബഹിന്റെ സമയം എങ്ങനെയായിരിക്കും നിൽക്കുക. വീട്ടിലധികന്മാരും വാപ്പാരൊന്നും ചിലപ്പം വിളിച്ചോണത്തൂല. എന്താ വെച്ചാൽ കുട്ടിപ്പോ എന്തോ വന്നതല്ലേ, അങ്ങനെ കിടക്കട്ടെ കുറച്ച് സുഖമായിട്ട് ഓണത്തിന് വരെ ഉറക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ലായിരുന്നു നിൽക്കുക. എന്നാ അന്ന് സുബയുമില്ല, നമുക്ക് ഉണരുന്ന നേരെ എപ്പോഴേക്കാരും ഉണരുക, ഉറങ്ങാൻ വേണ്ടി കിടക്കെപ്പോഴാ, കിടന്നിട്ട് ഉറങ്ങിയപ്പോഴാ, ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി. അതേ സമയത്ത് ഇവിടെ ആവുമ്പോ അത്രയൊന്നും പറ്റൂല. സ്ഥാപനമാകുമ്പോ ആ സ്ഥാപനത്തിന് നിങ്ങളെ കൈകൊണ്ട് നോക്കിയിട്ടും പിടിച്ചിട്ടൊക്കെ കുറെ നിങ്ങൾ നേരം പോയിക്കാണോ ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും സമ്മതിക്കൂലല്ലോ. ഇനി എങ്ങനെ നോക്കിയാലും എത്ര ഇരുട്ടാക്കിയിട്ട് നോക്കിയാലും ലേശം മിന്നും വെളിച്ചൊക്കെ വരും. അപ്പൊ ആ വെളിച്ചൊക്കെ കാണുന്ന നേരത്ത് നമ്മൾ ഉസ്താദന്മാര് പിടികൂടും. അങ്ങനെയൊന്നുമില്ലല്ലോ ഇപ്പൊ ഈ വീട്ടിൽ കുത്തിരിക്കുന്ന കുട്ടികൾക്ക്. സ്കൂളിൽ വീട്ടിൽ നിന്ന് പോണ കുട്ടികൾക്കാണെച്ചാൽ സുഖമായിട്ട് അവരുടെ കയ്യിലുള്ളത് കണ്ടുകൊണ്ടേയിരിക്കാം. നേരം വെളുക്കോളം കാണാം. ഉറക്കം പിന്നെ രണ്ടാമത് ഉണരുമ്പോ ഉണർന്നാൽ മതി. അത്രയല്ലല്ലോ നിങ്ങൾ സുബൈക്ക് നീക്കണം. സുബൈ നിസ്കരിച്ചാൽ പിന്നെ ഉസ്താദന്മാര് സുന്നത്തൊക്കെ നിസ്കരിച്ച് സുബൈ നിസ്കരിച്ചാൽ പിന്നെ ഒരു ലേശം ഖുർആൻ ഓതാനൊക്കെ പറയും. ഇതൊക്കെ ഒരു പ്രയാസം തന്നെയാണ് ഇന്നത്തെ കാലത്ത്. ആ പ്രയാസമൊക്കെയും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അതൊക്കെ നന്മയുടെയും ഈമാനിന്റെയും വെളിച്ചമാക്കി അള്ളാഹു തആല നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പ്രകാശം നൽകുമാറാവട്ടെ. ആ വെളിച്ചം കൊണ്ട് നമ്മൾ നന്നാകണം. അപ്പൊ ഈ ഒരു നിൽക്കുന്ന അവസ്ഥ, നിങ്ങൾ ഈ ദുന്യാവിന്റെ മുകളിലുള്ള ഏറ്റവും മുന്തിയ പടപ്പുകളായി അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വർഗത്തിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ആരാണ്? മനുഷ്യരെന്ന നിലയ്ക്ക് തന്നെ വലിയ ശറഫുള്ളവർ ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇൽമിന്റേതായ അർത്ഥത്തിൽ അതിൽ ബന്ധിതരായി നിൽക്കുക. അങ്ങനെ തന്നെയാണ് ലിൽ ഫുഖറാഇല്ലദീന ഉഹ്സിറൂ ഫീ സബീലില്ലാഹ് ലാ യസ്തതിഊന ളർബൻ ഫിൽ അർള് യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാഅ മിനത് തഅഫ്ഫുഫ് തഅരിഫുഹും ബിസിമാഹും ലാ യസ്അലൂന അന്നാസ ഇൽഹാഫാ. ഇതൊക്കെ മുതഅല്ലിമീങ്ങളെ സംബന്ധിച്ചും ഇൽമു പഠിക്കുന്നവരെ സംബന്ധിച്ചും ഖുർആന്റെ വചന. നബി തങ്ങളുടെ മദീനത്തെ പള്ളിയിൽ ബന്ധിതരായിരുന്ന ആളുകൾ വിവരിക്കുന്നതാണ് ഇത്. അവർക്ക് കൊടുക്കണം എന്ന് പറയുന്ന ആയത്താണിത്. അവർക്കാണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്ന ആയത്ത്. എന്തു കൊടുക്കേണ്ടത് എന്ന്? സമ്പന്നരായ ആളുകൾ വല്ലതും കൊടുക്കുന്നത് ഇവർക്കാ കൊടുക്കേണ്ടത്. അത് പഠിപ്പിക്കുമെന്ന് ചിന്തിക്കുക. ലിൽ ഫുഖറാഇല്ലദീന ഉഹ്സിറൂ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി തളക്കപ്പെട്ടിരിക്കുന്നു അവരെ, ബന്ധു ചെയ്യപ്പെട്ടിരിക്കുന്നു അവരെ. അതായത് പള്ളിന്റെ ഉമ്മരത്ത് തളക്കപ്പെട്ടിരിക്കുന്നു. നബിക്ക് എപ്പോഴാ വഹി ഇറങ്ങുന്നത്, നബിക്ക് എപ്പോഴാ അറിവ് വരുന്നത്, നബി എപ്പോഴാ പുറത്തിറങ്ങുന്നത്, നബി എപ്പോഴാ ഇൽമു പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നത്, ആ സമയം പാർത്ത് തക്കം നോക്കി നിൽക്കുകയാണ് അവർ പള്ളിയുടെ പൂമുഖത്ത് സുഫയിൽ. അങ്ങനെ അള്ളാഹു വിവരിക്കുന്ന എങ്ങനെയാ? അള്ളാഹുവിന്റെ സബീലിൽ തളക്കപ്പെട്ടവർ എന്നാണ്. ലാ യസ്തതിഊന ളർബൻ ഫിൽ അർളി. മറ്റാളുകൾ നടക്കുന്നത് പോലെ നടക്കാനും യാത്ര ചെയ്യാനും അവർക്ക് പറ്റണില്ല. ഇഷ്ടമുള്ളപ്പം ഭക്ഷണം എവിടെയാച്ചാ അവിടുക്കോടാ, ഇഷ്ടമുള്ളപ്പം മറ്റെവിടെയാ സൗകര്യം തിരിച്ചാ അവിടുക്കോടാ. അങ്ങനെ ഓടി നടക്കുന്ന ആളുകളെ പോലെ ഓടി നടക്കാൻ പറ്റുന്നില്ല. ഇൽമിനായി തളക്കപ്പെട്ടവർ എന്ന നിലയ്ക്ക് നബി എപ്പം പുറത്തിറങ്ങും നോക്കി നിൽക്കുക. നിങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. എപ്പോഴാ ക്ലാസ്, എപ്പോഴാ സമയം, എപ്പോഴാ വെല്ലടിക്കുക, എപ്പോഴാ നോക്കാൻ നിൽക്കുകയാണ്. ഇതൊരു തളക്കപ്പെട്ട ജീവിതമാണ്. അതാണ് പിന്നെ ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ. ജനങ്ങളോട് നിർബന്ധിച്ച് ആളുകളോട് കൈനീട്ടി യാചിക്കാനോ ചോദിക്കാനോ ഒന്നും അവരെ കൊണ്ടാവൂല. അവരുടെ വേഷവും വിധാനവും ഒക്കെ കണ്ടാലോ ആരാ സാധു, ആരാ കഴിവുള്ളവന്, ആരാ ധനികന്റെ മകൻ, ആരാ മറ്റോന്റെ മകൻ എന്നൊന്നും തിരിയില്ല. എല്ലാവരും നല്ല ഉഷാറുകാരാണ് എന്നാ മനസ്സിലാക്കുക. അത് സ്ഥാപനത്തിന്റെ രീതി എങ്ങനെയാച്ചാൽ ആ രീതിയാണ് എല്ലാവർക്കും. ഈ യൂണിഫോം ഒന്നും അങ്ങനത്തെ രീതിയിലൊന്നും അല്ലെങ്കിൽ എന്നാലും ഉണ്ടൊരു മെത്തേഡ്. ആ ഉസ്താദന്മാരൊക്കെ എങ്ങനെയാ കുപ്പായിട്ട്, ഉസ്താദന്മാരൊക്കെ എങ്ങനെയാ തലയിക്കെട്ട്, അത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കൂട്ടരെ വലിയ കമ്പനിക്കാരന്റെ മകൻ ആരാണ്, മറ്റവന്റെ മകൻ ആരാണെന്നും തിരിച്ചറിയൂല. അത് അവരുടെ ഒരു പ്രത്യേകമായ രൂപമാണ്. അത് അല്ലാഹു തആല പറയും തഅരിഫുഹും ബിസീമാഹും. അവർക്കൊരു പ്രത്യേക അടയാളമുണ്ട്. ആ അടയാളം അവരുടെ മുഖത്ത് നോക്കിയാൽ കാണാം, ഭാവത്തിൽ കാണാം. അപ്പൊ നിങ്ങളിതൊക്കെ തലയെക്കെട്ടൊക്കെ കഴിച്ചിട്ട് നാട്ടിൽ കൂടെ നടക്കുകയാണെന്ന് വെച്ചോളി. ഇവിടെയൊക്കെ നടക്കലുണ്ടോ എനിക്കറിയില്ല, ഞങ്ങളവിടെയൊക്കെ നടക്കാറുണ്ട്. ദർസ് കഴിഞ്ഞ് കണ്ട് പോയാലും ഓല നാട്ടിൽ പോയാൽ ഓല വേഷമായിട്ട് തലയെക്കെട്ടൊക്കെ. പക്ഷെ തലയെക്കെട്ടൊക്കെ മാറ്റി വെച്ച കുട്ടിയാണെങ്കിലും ആ കുട്ടി മുത്തഅല്ലിമാന്ന് നമുക്ക് നോക്കിയാൽ തിരിയും. നമ്മൾ ചോദിക്കും കുട്ടി എവിടെയാ ഓതുന്നത് ചോദിച്ചാൽ അത് നമുക്ക് തിരിയുന്ന ആൾക്കറിയാം. അത് എന്ത് നോക്കിയിട്ടും പറയില്ല. ഫാൻറ് ഇടാം, കുപ്പായിടാം, മറിച്ചിടാം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം.
തഅരിഫുഹും ബിസീമാഹും അല്ലാഹു ഖുർആനിൽ പറഞ്ഞാണത്. അത് മാറൂല. നിങ്ങൾ കരുതും ആൾക്കാർ കാണാത്ത എവിടെയെങ്കിലുമൊക്കെ പോയാൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ. വല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലോ വല്ല അപ്പുറത്തൊക്കെ സെസ്സിൽ പോകുമല്ലോ കുട്ടികൾ. അങ്ങനെയൊക്കെ പോകുന്ന നേരത്തെ അവിടെയൊക്കെ പോയാൽ എങ്ങനെയാ നടന്നിക്കണ ഈ വേഷം തിരിയില്ലാന്നൊക്കെ വിചാരിക്കും. ഒരു മുതഅല്ലിമാണോ ആ മുതഅല്ലിമിനെ ആ മുതഅല്ലിമിന്റെ മുഖത്തും ഭാവത്തിലും ഒക്കെ നോക്കിയാൽ വേറെടുത്തിരിക്കും. അത് മനസ്സിലാക്കുന്ന ആളുകൾക്കറിയും. ആ അറിവ് അല്ലാഹു തആല പറയുന്നു. അതൊക്കെ അന്ന് പറഞ്ഞ അതേ അടയാളങ്ങൾ ഇന്നും ഈ മുതഅല്ലിമീങ്ങളിൽ നിൽക്കുമ്പോ അതിന്റെ തിരുശേഷിപ്പാണ്, അതിന്റെ പിന്മുറക്കാരാണ് ഇന്നത്തെ മുതഅല്ലിമുകളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ആ വിധം തന്നെ അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ആ അർത്ഥത്തിൽ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന മേഖല ഏറ്റവും അല്ലാഹു പൊരുത്തപ്പെടുന്ന നല്ലൊരു മേഖലയാണ്. അവിടെയാണ് അല്ലാഹു തന്നെ എത്തിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൽമിന്റെ ആളുകൾ എന്ന നിലക്ക് ഇമാമുകൾ വിവരിച്ചിട്ടുള്ള ഏതാനും ചില കാര്യങ്ങൾ മാത്രം ആഖിറത്തിന്റെ മക്കളാകാൻ, ഉഖറവിയായ മുതഅല്ലിമീങ്ങളാവാൻ, ഉഖറവിയായ ഉലമാക്കളാകാൻ, വിദ്യാർത്ഥികൾ എന്ന നിലക്ക് വിദ്യാഭ്യാസ കാലത്ത് വിദ്യാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ എന്തു ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ വിവരിക്കാം. അതിൽ നമ്മൾ വേറെ പഠിപ്പിക്കൊന്നും വേണ്ട. അതില്ലാത്ത നിലയ്ക്ക് ഞാൻ ഇമാം ഗസാലി പോലുള്ള മഹാന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പ്രധാനമായും ഇമാം ഗസാലിയെ തന്നെയാണ് ഈ വിഷയത്തിലൊക്കെ നമ്മൾ ഉദ്ധരിക്കാം. ബഹുമാനപ്പെട്ടവരെ ഉദ്ധരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. എന്താണ് നമ്മൾ ഉഖറവിയായ മുതഅല്ലിമീങ്ങളാകാൻ ആവശ്യമുള്ള കാര്യം? ഇൽമിനെ സംബന്ധിച്ചുള്ള വില, നമ്മൾ ബന്ധപ്പെടുന്ന മേഖലയെ സംബന്ധിച്ചുള്ള ഷറഫ്, ബഹുമതി, ഇതൊക്കെ മനസ്സിലാക്കുന്ന നമുക്ക് ഇൽമ് എന്നറിയുന്ന സംഗതി ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയാലോ അള്ളാഹുവിന്റെ അമൂല്യമായ വെളിച്ചമാണത്. ആ വെളിച്ചം അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. ഇപ്പൊ നമുക്കറിയാം, അറിവില്ലാത്ത ഒരുത്തം പോയിട്ട് നിസ്കരിക്കുകയാണ്. എന്താണ് നിസ്കരിക്കേണ്ടതെന്ന് അയാൾക്ക് അറിയില്ലെങ്കിൽ അയാളൊരു കഷ്ടകാലം തന്നെയല്ലത്. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് അല്ലാഹു അക്ബർ എന്നാ പറയേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഫാത്തിഹ ഓതേണ്ടത്. ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ സൂറത്താ ഓതേണ്ടത്. തറ വിവരമാണിത്. പക്ഷെ ഈ തറ വിവരവും അറിയാത്തവരാണെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഈ തറ വിവരവും അറിയാത്ത ഒരാളെ അപേക്ഷിച്ച് ഈ അറിവുള്ളവന് അല്ലാഹു തആല നൽകിയിരിക്കുന്നത് ഒരു മഹത്തായ സംഗതിയല്ലേ. 4 റക്അത്ത് നിസ്കരിച്ച് തീർക്കാൻ എന്തൊക്കെയാണെന്ന് അവന് അറിയാം. അത് എല്ലാ ഭാഗത്തേക്കും നോക്കി ഏത് വിഷയത്തിനും കച്ചവടം ചെയ്യാൻ അറിയാം, നോമ്പനുഷ്ഠിക്കാൻ അറിയാം, ഹജ്ജ് ചെയ്യാൻ അറിയാം, ജനങ്ങളേറ്റ് സംസാരിക്കാൻ അറിയാം, പെരുമാറാൻ അറിയാം, മാതാപിതാക്കളോട് പെരുമാറാൻ അറിയാം, അയൽവാസികളോട് പെരുമാറാൻ അറിയാം, അങ്ങനെ എന്തിനോട് പെരുമാറാനും അറിയാം. സംശയം ചോദിക്കുന്നവർക്കുള്ള സംശയങ്ങൾക്കൊക്കെയും മറുപടി പറയാൻ അറിയാം. എല്ലായിടത്തും അറിയാം. അറിയില്ല എന്ന ഒരു സംഗതിയില്ലാത്ത ആ അറിയാം എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഉള്ളതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വല്ലാത്തവരനുഗ്രഹമല്ലേ അത്. ആ അനുഗ്രഹമൊക്കെ എവിടെയാ? ഈ അനുഗ്രഹത്തിന്റെയൊക്കെ സങ്കേതം എവിടെയാ? ഈ അനുഗ്രഹത്തിന്റെയൊക്കെ കേന്ദ്രം എവിടെയാണ്? ഇത് എന്തിനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു? അതാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. ഈ മനസ്സിനെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് അല്ലേ? മനസ്സിലേക്കാണ്. മനസ്സിലായോ എന്നാ ചോദിച്ചത്? മനസ്സിലായോ? മനസ്സിൽ ആയോ എന്നല്ലേ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ആയോ? അത് മനസ്സിലായോ? മനസ്സിലായില്ല എന്നാ നമ്മൾ പറയണെന്ന് വെച്ചാല് മനസ്സിന്റെ അകത്ത് ആയില്ല എന്നായി പറയുന്നത്. അപ്പൊ മനസ്സിന്റെ അകത്താണ് ഇൽമ്. മനസ്സിന്റെ അകത്താണ് ഇൽമ്. മനസ്സിന്റെ അകത്തു നിന്നാണ് ഇൽമ്. ആരാണിത് മനസ്സിന്റെ അകത്തേക്ക് കൊണ്ടുവരുന്നത്? നമ്മളെ മനസ്സിന്റെ അകത്തേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? മനസ്സെവിടെയാന്ന് നമുക്ക് ആർക്കെങ്കിലും തിരിഞ്ഞു? ആർക്കെങ്കിലും തിരിയോ മനസ്സെവിടെയാന്ന്? എവിടെയാ മനസ്സ്? നിങ്ങളൊന്ന് പറഞ്ഞാണ് എവിടെയാ മനസ്സ്? ഒന്നും ഇങ്ങോട്ട് പറഞ്ഞു നോക്കിയാണ് മനസ്സെവിടെയാന്ന് അറിയോ? അറിയോ മനസ്സെവിടെയാന്ന്? എവിടെയാ അറിയൂല. മനസ്സെവിടെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ മനസ്സിലായോ എന്ന് ചോദിച്ചാൽ നമുക്ക് തിരിയും. മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലായി എന്ന് പറഞ്ഞാലും നമുക്ക് തിരിയും. മനസ്സെവിടെയാന്ന് തിരിയില്ല. പലരും മനസ്സിലാക്കുന്നത് ഭൗതികമായി ആലോചിച്ചിട്ട് തലച്ചോറാണ് എന്നാ ചിലർ പറയല്. തലച്ചോറ് കൊണ്ടാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്, തലച്ചോറ് കൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, തലച്ചോറ് കൊണ്ടാണെന്നൊക്കെ ഭൗതികവാദികളൊക്കെ അങ്ങനെ പറയാം. തനിച്ച ഭൗതികവാദികൾ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ഭൗതികമായി കാണുന്ന ആളുകൾ. ഇപ്പൊ മനുഷ്യന്മാർക്കൊക്കെ അറിയാം മനുഷ്യൻ തലച്ചോറ് കൊണ്ടാണ് ചിന്തിക്കുന്നതുകൊണ്ട്, തലച്ചോറ് കൊണ്ടാണ് കാര്യം മനസ്സിലാക്കുക. സംഗതി ശരിയാണ്. ചിന്തിക്കുമ്പോൾ തലവേദന എടുക്കും. അപ്പൊ തലച്ചോറാണ് അതിന്റെ സംഗതി എന്ന് ലേശം മനസ്സിലാക്കുക. അതേ സമയത്ത് അറിഞ്ഞാലുണ്ടാകുന്ന അനുഭൂതിയും
അറിവില്ലെങ്കിൽ ഉണ്ടാകുന്ന പൊറുതികേടും നമ്മൾ അനുഭവപ്പെടുന്ന എവിടെയാ? തലയിലാ? അല്ല, അത് ചിന്തിക്കുമ്പോഴേ കാണുള്ളൂ. അപ്പൊ ചിന്തയുടെ സങ്കേതം എന്ന് പറയുന്നത് പോലെയല്ല നമ്മൾക്ക് മനസ്സിലാകുന്നത് തന്നെ. ഇവയെ മനസ്സിലായിട്ടില്ലെങ്കിലുള്ള പൊറുതിയേട് എന്താ? കാര്യം തിരിഞ്ഞിട്ടില്ലേ പൊറുതിയേട് എവിടെയാ? അത് ഇവിടെ കാണും അല്ലേ? ഇവിടെ ഇങ്ങനെ എരിപൊരികൊള്ളലാണ്. ഏതാണ്ട് അതിനെ ശരിവെക്കുന്ന വിധത്തിലാണ് അല്ലാഹു തആല പറയുന്നത്, വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. മനസ്സിലാക്കുന്ന മനസ്സിന് ഖൽബ് എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. ഈ ഖൽബ് എന്നതിനെ അല്ലാഹു പറയുന്നത് വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. നെഞ്ചിന്റെ അകത്തുള്ള ഖൽബുകൾ അന്ധമാകുന്നു. യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. മനുഷ്യന്റെ നെഞ്ചുകളിൽ വസ്വാസ് ഉണ്ടാകുന്നു. അപ്പൊ പിശാചിന്റെ വസ്വാസ് ഉണ്ടാകുന്നത് മനുഷ്യന്റെ നെഞ്ചിലാണ്. ആ നെഞ്ചിന്റെ അകത്തുണ്ടാകുന്ന വസ്വാസിനപ്പുറം ഇൽഹാം എന്ന നിലയിൽ വരുന്നതാണ് നമുക്ക് കിട്ടുന്നതായ അറിവുകളൊക്കെ. ഈ ഇൽഹാം അപ്പൊ ആരാ നൽകുന്നത് എന്ന് മനസ്സിലാക്കണം. വസ്വാസ് ആരാ നൽകുന്നത് വെച്ചാൽ അതിന്റെ നേരെ മറുശക്തി. വസ്വാസ് നൽകുന്നത് ചെകുത്താനിൽ നിന്നാണ് വസ്വാസെങ്കിൽ ആ വസ്വാസിന്റെ നേരെ വിപരീതമായ ഇൽഹാം, നന്മയുടെ ഉദയങ്ങൾ, നന്മയുടെ കിരണങ്ങൾ, നന്മയുടെ വെളിച്ചങ്ങൾ, നന്മയുടെ അറിവുകൾ, നന്മയുടെ ധാരണകൾ, നന്മയുടെ ചിന്തകൾ, ഇതൊക്കെയും നൽകുന്നത് ആരാണ്? ചെകുത്താന്റെ നേരെ അപ്പുറത്തുള്ള മാലാഖമാർ. അല്ലെ, മാലാഖമാർ എന്ന് പറയുന്ന മലക്കുകളാണ് നമ്മളെ കൽബിന്റെ അകത്ത് കൊണ്ടുവരുന്നത്. ഞാനിപ്പോ പറയുമ്പോ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക് കൊണ്ടുതരുന്നത് ആരാണ്? മലക്കുകളാണ്. വെളിച്ചത്തിന്റെ പടപ്പാണ് മലക്ക്. ഈ വെളിച്ചത്തെ കൊണ്ടുവരുന്നത് മലക്കാണ്. വെളിച്ചമുള്ള കൽബിന്റെ അകത്ത് ഇതാക്കാണ്. അതുകൊണ്ട് വെളിച്ചം കിട്ടണം. അല്ലാഹു ആ വെളിച്ചം നമുക്ക് നൽകുമാറാവട്ടെ. അപ്പൊ മലക്കുകളാണ് നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് കൊണ്ടുവരുന്നത്. ആ മലക്കുകൾ ഇത് മനസ്സിന്റെ അകത്തേക്ക് ശരിക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ശരിക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു ഇൽമായിക്കൊണ്ടുള്ള നൂറായി വെളിച്ചമായി നമ്മുടെ മനസ്സിന്റെ അകത്ത് എത്തണമെങ്കിൽ ആ മനസ്സ് ശുദ്ധമാകണം. മലായിക്കത്ത് കടക്കൂല ലാ തദ്ഖുലു ബൈതൻ ഫീഹി കൽബുൻ. അല്ലേ, പട്ടികളും നായകളുമുള്ള കൽബിന്റെ അകത്ത് മലക്കുകൾ കടക്കൂല എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അത് പട്ടി നായ എന്നൊക്കെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ സൂക്ഷിച്ചാൽ ആ വീടിന്റെ ഉള്ളിലേക്ക് മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ അടുക്കൂല എന്ന് പറയുന്ന ഹദീസാണ്. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതങ്ങനെ തന്നെ ഇമാമിയങ്ങളൊക്കെ പഠിപ്പിച്ചതും. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് തിരിയണമെങ്കിൽ ഈ യൂറോപ്യന്മാരൊക്കെ കണ്ടില്ലേ, യൂറോപ്യന്മാരൊക്കെ ഓരോ സാധനത്തിന് ഒരു കിടക്കുന്നു കൊടുത്തു, അത് ബെഡിലും അത് അപ്പുറത്തും അത് ഈ പട്ടികളും നായകളും വളർത്തുന്ന ഏതോ ഒരു കാണാൻ ചൊറുക്കുള്ളതായിരിക്കും, കുറച്ച് കഴുകുന്നതും വൃത്തിയാക്കുന്നതായിരിക്കും. ആ സാധനത്തിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വീടിന്റെ ഉള്ളിലും കട്ടിലിന്റെ ഉള്ളിലും അവരുടെ ബെഡിന്റെ ഉള്ളിലും ഒക്കെ ആക്കും. അങ്ങനത്തെ സ്വഭാവം മുഅ്മിനീങ്ങൾക്ക് പറ്റില്ല. കാരണം റഹ്മത്തിന്റെ മലക്കുകൾ ആ വീട്ടിൽ കിടക്കില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ്. ഈ ഹദീസ് നൽകുന്ന സൂചന കെട്ട ജീവികളോ മാലിന്യങ്ങളോ ദുർമേധസ്സുകളോ ഏതെല്ലാം മലിനങ്ങളുണ്ടോ ആ മലിനമുള്ളിടത്തേക്കൊന്നും പരിശുദ്ധ ജീവികളായ പ്രകാശജീവികളായ മലക്കുകൾ പ്രവേശിക്കുകയില്ല. അപ്പൊ നമ്മളെ കൽബിന്റെ അകത്തേക്ക് ഇൽമു തരണമെങ്കിൽ, അറിവ് തരണമെങ്കിൽ അത് അതിന്റെ വെളിച്ചം പോലെ തന്നെ തെളിയുന്ന പ്രകാശിക്കുന്ന വെളിച്ചമായി നമ്മുടെ കൽബിന്റെ അകത്ത് മിന്നിത്തിളകുന്നതായി നൽകണമെങ്കിൽ മലക്കുകൾ കൊണ്ടുവന്ന് തരണം. മലക്കുകൾ കൊണ്ടുവന്ന് തരണമെങ്കിൽ നമ്മുടെ മനസ്സ് വികലമാകരുത്, മലിനമാകരുത്, ദൂഷ്യങ്ങൾ മനസ്സിൽ നിന്ന് നീക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. അതായത് ത്വഹാറത്തുൻ നഫ്സ്, മനസ്സിന് നല്ല ശുദ്ധി വേണം. അതിന്റെ റദാഇൽ, മോശപ്പെട്ട സംഗതികളിൽ നിന്ന്, വല്ലൗസാഫിൽ മദ്മൂമ, ആക്ഷേപാർഹമായ ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന്, ഗുണങ്ങളിൽ നിന്ന് കൽബിന് ശുദ്ധി വേണം. അസൂയ, അഹന്ത, അഹങ്കാരം, ഇതൊക്കെ കാര്യമായിട്ട് മുതഅല്ലിമീങ്ങളായാലും ഒന്നിച്ച് ജീവിക്കുന്നവരായാലും ഹോസ്റ്റൽ ജീവിതക്കാരൊക്കെ ഉണ്ടാവുന്ന സംഗതികൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടേതും എല്ലാവരും കാണുകയുള്ളൂ. ഓനുള്ളതും കാണും, ഇവനുള്ളതും കാണും, അപ്പുറത്തുള്ളതും കാണും, ഓന് കിട്ടുന്നതും കാണും, ഓൻ്റെ അടുത്ത് ജീവിതവും കാണും, പൈസയും കാണും, അറിവും കാണും, ഉസ്താദുമാർ മനസ്സിലാക്കുന്നതും കാണും, ഉസ്താദുമാർ പറയുന്നതൊക്കെ വേഗം തിരിയുന്നതും കാണും. അപ്പൊ ഞമ്മക്കില്ലാത്തൊന്ന് വേറൊരാൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്നത് അസൂയാണ് അതിന് പറയുന്നത്. ഒരു ഞങ്ങളൊക്കെ ഭാഷ നാട്ടിൽ കൂടെയൊക്കെ കണ്ണുകടിയെന്ന് അതിന് പറയില്ല. കണ്ണുകടിയെന്ന് നിങ്ങൾ ഇവിടെ എന്താ പറയാ? അസൂയ എന്നതിന് പറയും. അങ്ങനെ കണ്ണുകടിയെന്ന് ഉപയോഗിക്കല്ലോ ഇല്ലല്ലേ? ഞങ്ങളുടെ ഭാഷയിൽ കണ്ണുകടി എന്ന് പറയുന്നത്. കണ്ണുകടി എന്നാൽ കണ്ണിനൊരു ചൊറിച്ചിലുണ്ടാവില്ലേ?
കണ്ണുകൊണ്ട് കണ്ടാൽ പറ്റിയില്ലെങ്കിൽ കണ്ണിനൊരു ചൊറിച്ചിലുണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ചൊറിച്ചിൽ. അതായത് ഓനെന്തോ കിട്ടുമ്പോ അത് ഞമ്മക്ക് കിട്ടിയില്ലെങ്കിൽ കണ്ണിന്റെ ഇടയിൽ ഒരു ചൊറിച്ചിലുണ്ടാവും പോലെ മനസ്സിന്റെ ഇടയിൽ ഒരു ചൊറിച്ചിലുണ്ടാവും. ഈ ചൊറിച്ചിന്റെ പേരാണെന്ത്? അസൂയ. അസൂയ. അപ്പോ നെഞ്ഞുരുക. നെഞ്ഞുരുക. നെഞ്ഞുരി. അങ്ങനെ നല്ല ക്ലിയർ അതാ. കണ്ണു കടിയറിനേക്കാളും ക്ലിയർ അതാണ് നെഞ്ഞുരി. അപ്പൊ ആ നെഞ്ഞുരി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അയാൾക്കെന്തോ കിട്ടിയപ്പോ ഒരു പിരി നമ്മളെ കൽപ്പിന്റെ അകത്ത് എന്തോന്നൊന്നും ഉരിഞ്ഞിട്ട് പോരുന്ന മാതിരി തോന്നുന്നേ. ഈ ഒരവസ്ഥ നമുക്കുണ്ടാകല് പഠിതാക്കളിൽ സതീർത്ഥരിൽ ഒരാൾ കേമനോ മുന്തനോ ഒക്കെ ആവുമ്പോ, അങ്ങനെ പരീക്ഷയിൽ അയാൾ ജയിച്ചു എന്ന് കാണുമ്പോ, ഫസ്റ്റാണ് എന്ന് കാണുമ്പോ, അല്ലെങ്കിൽ ഉസ്താദ് ചോദിച്ചപ്പോ അയാൾക്ക് കിട്ടി നമുക്ക് കിട്ടിയില്ല എന്ന് കാണുമ്പോ, രണ്ടാളും ഒരു നാട്ടുകാരനാണെങ്കിൽ എന്റെ നാട്ടുകാരനാണ് എന്നിട്ടു കണ്ടോ ഓന് എന്ന് എനിക്ക് ആ തോന്നുന്ന അവസ്ഥ, ഇതൊരു കൽബിന്റെ മോശമാണല്ലോ. അവനേക്കാൾ കേമമാണെന്നുള്ള എന്റെ തോന്നല് ഇതൊരു മോശമാണല്ലോ. ഇതൊക്കെ നമുക്കറിയാലോ, നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ആ പഠിച്ചിട്ടുള്ള മാലിന്യങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുക എന്ന് പറയുന്നതാണ് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. എന്തിനാത്? മനസ്സിലാകാൻ, ഇൽമു മനസ്സിലാകാൻ. ഇൽമു മനസ്സിലാകാൻ മനസ്സിന്റെ അകത്ത് ശുദ്ധമാവണം. ശുദ്ധമാകേണ്ട എന്തിനാണ്? ഇൽമു മനസ്സിലാക്കി തരുന്നത് മലാഖമാരാണ്, മലക്കുകളാണ്. മലക്കുകൾ കൊണ്ടുവന്ന് നമ്മുടെ കൽബിന്റെ അകത്ത് ഫിറ്റ് ചെയ്യുമ്പോഴേ അത് ഉപകാരപ്പെടുന്ന നേരത്ത് ഓർമ്മയിൽ കിട്ടാനും, അത് വെളിച്ചം കത്തേണ്ട നേരത്ത് കത്താനും, തിരിയാത്ത കാര്യങ്ങളിലേക്ക് ലൈറ്റടിച്ചു കൊടുക്കേണ്ട സമയത്ത് ലൈറ്റടിക്കാനും ഒക്കെ നമുക്ക് പറ്റണമെങ്കിൽ ഉപകാരപ്രദമായ വെളിച്ചമായ നൂറായ ഇൽമായി നമ്മുടെ കൽബിന്റെ അകത്ത് നിൽക്കണം. അത് നിൽക്കണമെങ്കിൽ എന്തു വേണം? മലക്കുകൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കണം. ആ പൽക്കുകൾ കിടക്കണമെങ്കിലും വരണമെങ്കിലും നമ്മുടെ കൽബ് മലിനമാകാതിരിക്കണം. ഇത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ എന്താന്ന് വെച്ചാൽ ഈ ശ്രദ്ധ അപ്പുറത്ത് കൊണ്ട് ഇപ്പുറത്തെ സംഗതി, ഈ അലായിക്കുകളിൽ നിന്നെല്ലാം നമ്മുടെ ഇൽമിന് പ്രതിബന്ധമാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം നല്ലപോലെ, അവിടെ നമ്മുടെ തടിയും നല്ലപോലെ ശുദ്ധമായി മാറി അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് അവൻ അകന്നു നിൽക്കണം. എന്താ വെച്ചാല് നമ്മൾ പഠിക്കുമ്പോൾ പഠനത്തിൽ മാത്രം മുഴുകണമെന്ന്, പഠനത്തിൽ മാത്രം മുഴുകുക, അറിവിൽ മാത്രം മുഴുകുക, മറ്റുള്ളതിൽ നിന്നൊക്കെ പോകണം. പഠനത്തിന് വിഘാതമാകുന്ന എല്ലാതിൽ നിന്നും പോകണം. മുതഅല്ലിമീങ്ങൾക്ക് വളരെ കർശനമായി പാലിക്കേണ്ട ഒരു സംഗതിയാണിത്. ഈ കാലവും പഴയ കാലവും തമ്മിലുള്ള വളരെ വലിയ മാറ്റമാണ്. ഇപ്പൊ നമ്മളെ ഏറ്റവും വലിയ അലായിക്കുകളിൽ പെട്ടതാണ് നമ്മളെ കയ്യിലുള്ള ഈ ഫോണ്. ഈ ഫോണുണ്ടായാല് ഇതിപ്പോ നമുക്ക് പോക്കാം, സ്ഥാപനമൊക്കെ വാങ്ങിയൊക്കെ കൊലേശൊക്കെ വെക്കും പല സ്ഥാപനങ്ങളിലൊക്കെ. അതൊക്കെ ആയാലും നമ്മളെ കയ്യിൽ ഇപ്പൊ തരാതിരിക്കാൻ പറ്റൂല. അത് കിട്ടൂല എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഈ രംഗത്തുനിന്ന് പോവുകയും ചെയ്യും. അപ്പോ അങ്ങനെ നിർബന്ധിതമാവും. ഏതായാലും ഈ സാധനം കിട്ടിയാൽ എന്താ ഒന്നെന്നറിയോ, ഇന്ന് ഉമ്മാക്ക് 2 വട്ടം ബാറ്റുന്ന് നോക്കിക്കുമ്പോ വിളിച്ചോരും മനെ എന്ന് ബാറ്റുന്ന് പോയിട്ട് ബേജ എന്ന്. വേറെ ആരും ഇല്ലാത്തവരാണെങ്കിൽ ഉമ്മ വിളിച്ചോരാ അപ്പ അറിയാം എന്റെ ഉമ്മാക്ക് ബാറ്റുന്ന് പോയോ. ഉമ്മ ഒന്ന് ഛർദിച്ചു എന്നിട്ട് അപ്പോ മോനെ എന്താ ഛർദി എന്നറിയോ മോനെ എന്ന്, വല്ലാത്തൊരു ഛർദി എന്നറിയോ. അതറിയാണ്. വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ എല്ലാം ഈ വിദ്യാർത്ഥിയുടെ മനസ്സിന്റെ അകത്തേക്ക് വന്നാൽ ആ വിദ്യാർത്ഥിയുടെ മനസ്സ് ശിഥിലമാകും. പല അർത്ഥത്തിലും അത് ശ്രദ്ധമാകും. പല അർത്ഥത്തിലും വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിനും വിദ്യക്കും വിഘാതമാകുന്ന പലതും കൽബിന്റെ അകത്തേക്ക് തള്ളിക്കയറും. ഇതിൽ നിന്ന് മാറി കൽബിനെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, പ്രതിബന്ധങ്ങളിൽ നിന്നും നോക്കി ഇൽമിനെ തേടുന്നതിൽ മാത്രം കൽബ് മുഴുകണം എന്ന് പറഞ്ഞാൽ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും അത് വേണം ഇൽമ് കിട്ടണമെങ്കിൽ. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിൽപ്പെട്ടതാണ് നമ്മൾ ഈ നാട് വെടിഞ്ഞു പോരലൊക്കെ. വീട്ടിൽ നിൽക്കരുത് എന്ന് പറയുന്നതിനാണല്ലോ വിദേശത്ത് പോയി ഓതണം. സ്വന്തം നാട്ടിൽ പോയി ഓതിയിട്ട് ചിലരൊക്കെ വലിയ അത്ഭുതം പറയാറുണ്ട്. സ്വന്തം നാട്ടിൽ ഓതിങ്ങാണ്ട് മൂല്യരായതാണ് വളരെ അപൂർവ. അത് തലേക്കെട്ട് മൂല്യരേ ഉണ്ടാവുള്ളൂ അധികം. തലേക്കെട്ട് മൂല്യര് തലേക്കെട്ട് ഉണ്ടാവാൻ പറ്റും. അത് അപൂർവമായിട്ട് കിട്ടിയെന്ന് വരും. പക്ഷെ കിട്ടിയെങ്കിൽ അത് വിദേശിയെ പോലെ കഴിഞ്ഞതുകൊണ്ടുമായിരിക്കും. വിദേശിയെ പോലെ ഈ പള്ളിയിൽ തന്നെ കൂടിയിട്ട് നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തിലേക്കും പോകാതെ. നമ്മൾക്കെന്താ നാട് വിടണമെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം, നാട് വിടുന്നത് അവിടെ അയൽവക്കക്കാരൻ്റെത്, അയൽവാസിയുടേത്, കുടുംബക്കാരൻ്റേത്, അപ്പുറത്തേത് ഇപ്പുറത്തേത്, ഈ ഇടപാടുകൾക്കൊക്കെ തിരിയും. അത് തിരിയാതിരിക്കാനാണ്. ഇത് തിരിയാൻ നമ്മൾ ഈ വിദേശി ആയാലും അങ്ങനെ തന്നെയാണെന്ന് വെച്ചാലോ പിന്നെ വിദേശിയായിട്ട് വലിയ കാര്യമൊന്നുമില്ല.
അപ്പൊ വിദേശിയായാൽ കിട്ടുന്ന നേട്ടങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ് ഈ ഫോൺ കൊണ്ടായിട്ടും ബന്ധം കൊണ്ടായിട്ടും. ലോകത്ത് നടക്കണ എല്ലാം അറിയുള്ളൂ നമ്മൾ. ലോകത്തൊരു കച്ചറ എന്ത് നടന്നു ആ കച്ചറ മുഴുവണ്ടല്ലോ പോ. സോഷ്യൽ മീഡിയകൾ ഇങ്ങനെ വ്യാപകമായതോടുകൂടെ പറയും വേണ്ട, എല്ലാത്തിലാണ് നമ്മളെ പ്രവേശനവും സംസാരവും നമ്മുടെ മനസ്സും നമ്മുടെ സംവാദവും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്ന ചർച്ചകളും ഒക്കെ ലോകവിവരങ്ങളെ പറ്റിയാണ്, ലോകത്ത് നടക്കുന്നതിനെപ്പറ്റി, നമ്മളെ അറിവിനെ പറ്റിയല്ല. ആ ചുറ്റുപാടിൽ നിന്ന് മാറി നമ്മുടെ മനസ്സ് ഇൽമ് പഠിക്കുന്നതിൽ മാത്രം ഇരിക്കുക. മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ പറഞ്ഞത്, ഒരു മനുഷ്യന് ഏറ്റവും അധികം കർമ്മം നന്നാകാനും അവൻ നന്നാകാനും ആവശ്യം എന്താണ്? മരിച്ചു എന്നുള്ള ചിന്ത, മരണത്തെക്കുറിച്ച് ഓർക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഒരു മനുഷ്യൻ നന്നാകാൻ. പക്ഷേ മതവിദ്യാർത്ഥികൾക്ക്, ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് സുന്നത്ത് ഇല്ല എന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഇമാമിങ്ങളൊക്കെ പറയുന്ന അതാണ്. നമ്മൾ തലീമൊക്കെ ഓതുമല്ലോ, ഇമാം നവവിയെയും പഠിക്കും, വളരെ അതിലൊക്കെ പ്രശ്നം തന്നെയാണ് പറയുന്നത്. അപ്പൊ അതെന്താണ് മനസ്സിലാക്കി തരുന്നത്? നമ്മൾ പഠിക്കുന്നത് വളരെ വലിയ അമൂല്യമായ രത്നമാണ്. ഇതിനോളം വലിയ ഒരു രത്നമില്ല. രത്നം എന്നറിയുന്നത് ഇവിടെ നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സ്വർണ്ണോ വെള്ളിയോ അതുപോലത്തെ രത്നങ്ങളല്ലല്ലോ ഏറ്റവും വലിയ രത്നം. മനസ്സിന്റെ അകത്ത് മാത്രം പറയുന്ന ഞാനിപ്പറഞ്ഞ തരത്തിലുള്ള കൻസ്, ആ കൻസാണ് അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള അവതരിച്ചിട്ടുള്ള ഏറ്റവും വലിയ രത്നം. ആ രത്നം നമുക്ക് നേടണമെങ്കിൽ അതിനുവേണ്ടി അങ്ങ് തുനിയണം. നമ്മൾ അതിലേക്ക് മാത്രം നമ്മൾ നമ്മെ സമർപ്പിക്കണം. പൂർണ്ണമായും സമർപ്പിക്കുമ്പോഴേ ഇൽമ് അതിന് വഴങ്ങുകയുള്ളൂ എന്നുള്ളത് ഇമാമിയങ്ങളൊക്കെ പറയുന്നവരാണ്. നമ്മൾ കേൾക്കുന്ന വലിയവരൊക്കെ അങ്ങനെ വലുതായിട്ടുള്ള ആളുകളൊക്കെയും അവരുടെ മനസ്സ് മുഴുവൻ ഇൽമിലേക്ക് മാത്രം വിനിയോഗിച്ചതുകൊണ്ട് വലിയവരാണ്. കിതാബ് ഓതുമ്പോ ഒന്ന് കേൾക്കും, അത് കഴിഞ്ഞിട്ടൊന്ന് നോക്കും, പിന്നെ ചൊല്ലിക്കൊടുക്കും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഓരോരോ തരം ആൾക്കാരാണ്. നിങ്ങൾ കേൾക്കി നല്ല ബുദ്ധിമാനികളും ഓർമ്മശക്തിയുള്ളവരും എല്ലാ സിദ്ധിയും കൽബിനുള്ളവരാണെങ്കിൽ ഗുരു ഓതി കൊടുക്കുമ്പോൾ കേട്ടാ മതി. പക്ഷെ കേട്ടാ മതി എഴുതിയിട്ട് ഓനാ കേട്ടതേറ്റ് നടന്നിട്ട് വേറെ സമയമൊക്കെ മറ്റേന് വിനിയോഗിച്ചാൽ അപ്പോ ആരുമായിട്ടില്ല, വലുതായി വരാറില്ല ആരും. അങ്ങനെ ബുദ്ധിമാന്മാര് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് കേൾക്കുന്ന ആലിമീങ്ങളിലുണ്ട്. ഒറ്റവട്ടം കേട്ടാൽ മതി എന്നൊക്കെ പറയുന്നവർ, കേട്ടാൽ മാത്രം മതി പിന്നെ പഠിച്ചു നോക്കണ്ട, അങ്ങനത്തെ ഒരു ധാരാളം നമ്മളെ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ വമ്പന്മാരിലുണ്ട്. പക്ഷേ അവർ മിച്ചം കിട്ടുന്ന സമയം വായനക്ക് വീണ്ടും വിനിയോഗിക്കും, കിതാബ് വീണ്ടും നോക്കാൻ വിനിയോഗിക്കും. പാഠ്യേതര വിഷയങ്ങൾ, പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല, പാഠ്യവിഷയങ്ങളിൽ ശ്രദ്ധ സമയം കൊടുക്കേണ്ടതില്ലെങ്കിൽ പാഠ്യേതര വിഷയങ്ങളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടും വായിച്ചുകൊണ്ടും അവർ വികസിപ്പിക്കും. അങ്ങനെ വന്നവരാണ് നമ്മൾ ഈ കേൾക്കുന്ന വലിയ അറിവാണെന്ന്. ശരാശരിയിൽ മനുഷ്യന്മാർക്കൊക്കെ കിട്ടുന്നൊരറിവ് എല്ലാവർക്കും കിട്ടും. അതിന്റെ പുറമെ കേളി കേട്ട സമർത്ഥന്മാരായ വലിയ ഉലമാക്കളെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ആ കേൾക്കപ്പെടുന്ന ഉലമാക്കൾ, ആ ഉലമാക്കളൊക്കെ അവരുടെ അധ്വാനം കൊണ്ടും സമയം ഇതിനായി വിനിയോഗിച്ചതുകൊണ്ടും മാത്രമാണ് അവർ നേടിയത്. ആ നേട്ടെങ്ങനെയാ? സമശീർഷർക്ക് ഓതിക്കൊടുത്ത്, സതീർത്ഥർക്ക് ഓതിക്കൊടുത്ത്, കീഴ്പ്പെട്ടുള്ളവർക്ക് ഓതിക്കൊടുത്ത്, ഓതിക്കൊടുക്കാത്തവനാച്ചാ സ്വന്തം വായിച്ച്. എന്താണ് അതിന്റെ ഒക്കെ ഉല്ലാസം എന്ന് പറയുന്നത്? ഒരു കിതാബൊക്കെ ഇങ്ങനെ വായിക്കുക എന്ന് പറഞ്ഞാൽ കിതാബ് മനസ്സിലാവുന്നവരെ സംബന്ധിച്ച് അതിന്റെ ഒരു ഉല്ലാസം പറയണ്ട, അതൊരു വലിയ ഉല്ലാസം തന്നെയാണ്. നമ്മളെ കൈപ്പറ്റ വീരാൻകുട്ടിയിലൊരു കെട്ടുങ്ങള് അല്ലെ, കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിം എന്ന് പറയുന്നത്. ഞാൻ മൂപ്പരെ തന്നെ ഉദാഹരിക്കുന്നത് എന്താ, ഞാൻ സംഘടന കെട്ടുപാടൊന്നുമില്ലാത്തൊരു മനുഷ്യനാണ് മൂപ്പര്. ഒരു സംഘടനയ്ക്കും ഇല്ലാതെ അങ്ങനെ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്, പഴയ മനുഷ്യൻ. എന്റെ അഭിവന്ദ ഗുരു താജുൽ ഉലമ ഷെയ്ഖുന സദഖത്തുൽ മുസ്ലിയാർ അവറുകളുടെയും ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവറുകളുടെയും ഇവരൊക്കെ കൂട്ടുകാരനായിട്ടുള്ള ഒരാളായിരുന്നു മൂപ്പര്. ഇവരൊന്നും പേർന്ന സംഘടന ചുറ്റുപാടൊന്നും മൂപ്പർക്കില്ല. മൂപ്പര് കിതാബ് എഴുതാൻ നോക്കുക, അങ്ങനത്തെ ഒരാളായിരുന്നു. ആ അദ്ദേഹത്തിന്റെ രീതിയിൽ മൂപ്പര് കിതാബ് ഇങ്ങനെ നോക്കുമ്പോ തൊള്ളേന്ന് കേലെങ്ങനെ ഒലിച്ചു, കിതാബ് തേരെങ്ങനെ ഒലിക്കുകയാണ്. വായിന്ന് വരുന്നത് എനിക്കെല്ലാം അറിയില്ല. കേലെങ്ങനെ കിതാബ് ഒലിക്കുകയാണ്. ഇത് കണ്ടു നിൽക്കുന്ന ഒരാൾ ഇതിങ്ങനെ നോക്കിയാ ഒന്നായിട്ട് കിതാബ് കൊണ്ട് ഉറ്റി വീഴുമ്പോ അതിമക്കെത്തുമ്പോഴാ മൂപ്പർ അറിയുന്നുള്ളൂ ഇതിങ്ങനെ ഒലിക്കുകയാണ്. അപ്പൊ ഇതെന്താ ഒന്നായിട്ട് ഇതാ ഒലിക്കണത്, കിതാബിൽക്ക് വരുമെന്ന് കണ്ടു നിൽക്കുന്ന ഒരാൾ പറയുമ്പോ അങ്ങനെ തേനൊക്കെ ഒലിക്കും ഇൽമ് തന്നെ കാര്യത്തിലാണ് മുഴുകിയത് എന്നാ പറയുന്നത്. അത്ര വലിയൊരു മധുവാണത് ഇൽമ്. ഈ ഇൽമ അങ്ങോട്ട് ചെല്ലുമ്പോഴ നമ്മളെ പുളി മധുരം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തേനൊലിച്ചല് മധുരത്തിന്റെ രുചി കൊണ്ടും പുളിനെ പറ്റിയുള്ള ആസ്വാദനം കൊണ്ടൊക്കെ നമുക്ക് പുളിങ്ങ കണ്ടാല് മധുരം കണ്ടാലൊക്കെ നമുക്ക് തേനൊലിച്ച. ഇതുപോലത്തെ തേനൊലിക്കുന്നത് കിതാബിൽ നിന്ന് കിട്ടുന്ന ഈ അറിവിന്റെ ആസ്വാദനം കൊണ്ടാണ്, അതിന്റെ രുചി കൊണ്ടാണ്. അത്തരം രുചി നമ്മൾ ഇൽമിൽ ഉണ്ടാവുമ്പോഴേ വലിയ ആലിമീങ്ങൾ ഉണ്ടാവുകയുള്ളൂ.
നമ്മളൊന്നും ആവൂല എന്നും പറയണ്ട. അങ്ങനെയൊക്കെ തന്നെയാണ് ആളുകളാകലും. ഓരോരോ കാലത്ത് ഓരോരുത്തരാവല്. അങ്ങനെ അല്ലാഹു തആല ഏകിയിട്ടുള്ള ആളുകൾ അങ്ങോട്ട് അല്ലാഹ് അങ്ങനെ എത്തിക്കണം. പക്ഷെ പരിശ്രമം നമ്മളെ ഭാഗത്തു നിന്ന് വേണം. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ പരമാവധി ഇൽമിൽ അവൻ വിനിയോഗിക്കാൻ അവന്റെ സമയത്തെ കണ്ടെത്തണം. 3, നമ്മൾ പഠിക്കുന്ന അറിവിനെ സംബന്ധിച്ചിടത്തോളം ആ അറിവാണ് ഏറ്റവും മഹത്തരം. അറിവിനേക്കാൾ ഞാൻ വലുതല്ല എന്നെങ്കിലും ഏറ്റവും ചിന്തിക്കണം. അറിവിനേക്കാൾ ഞാൻ വലുതല്ല, അറിവിനേക്കാളും വലുതാകും ചിലത്. അറിവിനേക്കാൾ വലുതാകുന്നതാണ് ഗുരുവിന്റെ ഗുരുത്തക്കേട്, അതുപോലെ കിതാബിന്റെ ഗുരുത്തക്കേട്, മുസന്നിഫീങ്ങളുടെ ഗുരുത്തക്കേട്. ഇതുപോലത്തെ വരൽ എപ്പോഴാണ്? അറിവിനേക്കാൾ വലുതാകുമ്പോഴാണ്. എങ്ങനെ അറിവിനേക്കാൾ വലുതാകൽ? ഒരാളും അറിവിനേക്കാൾ ഞാൻ വലുതാണെന്ന് വിചാരിക്കലൊന്നുമില്ല, മനസ്സിലങ്ങനെ കൊണ്ടെടുക്കൊന്നുമില്ല. പക്ഷേ അറിവാണെങ്കിലും ശരി, എന്റെ സ്വാർത്ഥതയാണ് പ്രധാനം എന്ന ചിന്ത ചിലപ്പോൾ നമുക്ക് ഒന്നിടയില്ല. നമ്മളെ സ്വാർത്ഥ ആവശ്യങ്ങൾ, നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങളാണ് ഏറ്റവും പ്രധാനം എന്ന് തോന്നാത്ത ചില സ്ഥിതി ഉണ്ടാവില്ല. ഉദാഹരണമായി ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉസ്താദ് നിർദ്ദേശിക്കുന്ന ഒരു നിർദ്ദേശം, അത് അറിവിന് സഹായകമായതുകൊണ്ട് ഉസ്താദ് നിർദ്ദേശിക്കുന്നതാണ് എന്ന് കുട്ടികളി. ഈ ഉസ്താദ് നിർദ്ദേശിക്കുന്ന നിർദ്ദേശം ചിലപ്പോൾ നമുക്ക് രുചിക്കൂല. എന്തായിരിക്കും? നമ്മളെ സൗകര്യത്തിന് ലേശം കുറവുണ്ടാവും, നമ്മളെ സൗകര്യത്തിന് ലേശം കുറവ്. അപ്പോൾ നമ്മൾ അവിടെ ഉസ്താദിനെ നിന്ദിക്കും. അല്ലെങ്കിൽ കിതാബ് പോയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ കാലിങ്ങനെ ഇൽമിന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കേണ്ടത് വളരെ പ്രയാസമുണ്ടല്ലോ. ദർശനം ഇരിക്കുമ്പോൾ നമ്മളൊരു വല്ലാത്ത ഇരിക്കൽ തന്നെയാണ്. നിലത്താ ക്ലാസ് വെച്ചാൽ നിങ്ങൾ അതുകൊണ്ട് ബുദ്ധിമുട്ടണ്ട, അതുകൊണ്ട് ഇരുത്തമാക്കാനല്ലേ ഞാൻ ആരും ഇരുത്തം കണ്ടുകൊണ്ട് പറയൊന്നുമല്ല. പക്ഷേ സാധാരണ ദർശനം നമ്മൾ ഇരിക്കുമ്പോൾ പള്ളി ദർശനം ഇരിക്കണ ഇരുത്താണെങ്കിൽ ആ ഇരുത്താത്തയാത്തിൽ ഇരിക്കണ ഇരുത്തൊക്കെ ഇരുന്നാണ്ട് നമ്മൾ ഇരിക്കുക. വലിയ ഇടങ്ങേറ് തന്നെയാണ്. ഒരു 2 ക്ലാസ് കഴിയുമ്പോൾ തന്നെ അങ്ങനെ ഇരിക്കേണ്ടത്. ഒരു ഉസ്താദിന്റെ അടുത്തുനിന്ന് 2-3 ക്ലാസ് ഒപ്പം കഴിഞ്ഞിട്ട് ഇരച്ചാൽ പിന്നെ പറയും വേണ്ട. മറ്റേ ഇരുത്താണെങ്കിൽ പിന്നെ അത്രല്ല. ഏത് ക്ലാസ്സിലിരുത്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ എങ്ങനെയാ ക്ലാസ്സാ നിലത്താ ബെഞ്ചുമല, ബെഞ്ചുമല ഇരുത്താണെന്ന് വെച്ചാൽ പിന്നെ സുഖമുണ്ട്. പള്ളി ദർശനം ഇരുത്താൻ അങ്ങനെയല്ല. ഉസ്താദ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളിപ്പോ ഈ ഇരിക്കണ ഇരുത്താം, നിങ്ങൾക്ക് ആ ഇരുത്തോ ഈ ഇരുത്തോ തമ്മിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്? ഒന്ന് ഉസ്താദ് ഇൽമിന്റെ ബഹുമാനാണ്, ഒന്ന് നമ്മളെ മുമ്പിലെ കിതാബ്. ഈ കിതാബും ഉസ്താദും ഇൽമിന്റെ ബഹുമാനാണ്. ഇൽമിന്റെ ബഹുമാനം അല്ലാതെ എന്താ ഓൽക്ക് മികവ്? നിങ്ങൾക്കാൾ കുറച്ച് വയസ്സുണ്ട് എന്നുള്ള വയസ്സുള്ള എത്തിരിയോ കാക്കാരെ കാണാൻ നമ്മളതിനൊന്നും അങ്ങനെ ബഹുമാനിച്ചാറില്ല. ബഹുമാനിക്കണം ശരിക്കും കേട്ടോ, വയസ്സിനെ ബഹുമാനിക്കണം. അക്രിമുഷയും നേരാ തന്നെ ബഹുമാനിക്കേണ്ടതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ വയസ്സുള്ള പോലെ കണ്ടാലും മുത്താലിമീങ്ങൾ തീരും ബഹുമാനിച്ചില്ല. കാരണം ഞമ്മക്കാ വലിയ കേമത്തെന്ന നമ്മൾ വിചാരിക്കണേ. വയസ്സുള്ള ഒരാളും കൂടി നമ്മളെങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പൊറുകേടേക്കാരോ. ഏതെങ്കിലും ഒരു വയസ്സനായ ആള് എടോ വാ എന്നിട്ട് നമ്മളെ വിളിച്ചാല് എന്തോ ഒരു പൊള്ളലേക്കാരൻ മനസ്സിലായില്ലേ? അങ്ങനൊന്നും ഉണ്ടാകാൻ പാടില്ലേ. വയസ്സിനൊരു പ്രാധാന്യമുണ്ട്. നമ്മളെ ബഹുമാനവും ബഹുമതി ഒന്നും ഓൽക്കിയില്ല. നമ്മളെ കുട്ടികളെ പ്രായമുള്ളവരിൽ എന്നുള്ള ആൾക്കാർ ഓലി നമ്മൾ വിളിക്കണം. വാ കുട്ടിയെ നോക്കിക്കാരൻ വിളിക്കുക. വാ കുട്ടിയാനൊന്നും ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയൊന്നും ആവാൻ പാടില്ല. ഞങ്ങളൊരു മാളും മാത്രം ഉണ്ടായിരുന്നു. കുറച്ച് വയസ്സായ 80 വയസ്സൊക്കെ ആയിട്ടുള്ളൊരു തള്ളിയാണ്. ആ കുട്ടി പള്ളിക്ക് പോകുന്ന മുത്താലിമിനെ ഒന്നിനും വിളിച്ചു. എടാ കുട്ടി എവിടെ വാ എന്ന് പറഞ്ഞു. നിങ്ങളുടെ നാട്ടിലുള്ള ഭാഷയാണ്. എടാ കുട്ടി എവിടെ വാ എന്ന് പറഞ്ഞു. ഇന്നെ എടാന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് ഒന്ന് സാറേ ഇന്നെ എടാന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട്. ഈ കുട്ടി 10-15 വയസ്സായ ഒരു കുട്ടിയാണ്. അപ്പോൾ 15 വയസ്സായ കുട്ടിക്ക് 80 വയസ്സായ തള്ള വിളിക്കുമ്പോൾ ഒരു പൊറുതിയോട് തോന്നും. പക്ഷെ അത് നമ്മൾ ഉസ്താദ് വിളിക്കുമ്പോൾ തോന്നാറില്ലല്ലോ. എന്താണ് ഇവിടുത്തെ വ്യത്യാസം? ഇൽമിന്റെ ബഹുമാനം. നമ്മളെ കിതാബ് മുന്നിൽ വെക്കുന്നു, ഇൽമാണ്. അപ്പൊ ഇൽമിന്റെ കിതാബിനേക്കാൾ പൊന്തരുത്, ഉസ്താദിനേക്കാൾ പൊന്തരുത് എന്നുള്ള നിലക്കാണ് നമ്മളതിനെ ബഹുമാനിക്കുന്നത്. അപ്പൊ ആ ഇൽമിനേക്കാളുള്ള പൊന്തായിക എന്നറിയുന്നത് അനിവാര്യം തന്നെയാണ്. അതെവിടെയാണ്? ഇൽമ് ആയി നമുക്ക് മനസ്സിലായാൽ പിന്നെ അതിന്റെ അപ്പുറം നമ്മുടെ ഒരു സ്വാർത്ഥതയും മനസ്സിന്റെ അകത്തുള്ള ഒരു കെട്ടുപാടും അതിനേക്കാൾ വലുതാകരുത്. നമുക്കെന്താവും നമ്മളെ താല്പര്യത്തിൽ. ഉദാഹരണമായി നമ്മളെ മനസ്സിൽ കൊണ്ടില്ല, ഞാൻ ഇതുവരെ പഠിച്ചത് അങ്ങനെയല്ലായിരുന്നു, ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത് അങ്ങനെയല്ലായിരുന്നു, ഞാൻ ഇതുവരെ കേട്ടത് അങ്ങനെയല്ലായിരുന്നു, അല്ലെങ്കിൽ എന്റെ നേതാക്കന്മാർ പറയുന്ന അങ്ങനെയല്ലായിരുന്നു, അല്ലെങ്കിൽ എന്റെ സംഘടന പറയുന്ന അതല്ലായിരുന്നു എന്നൊക്കെ പറയുന്ന ചിന്തകളൊക്കെ ഇൽമിനേക്കാൾ മറ്റൊന്നിനെ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നതാണ്. ഇൽമാണെങ്കിൽ ഗുരുവാവട്ടെ കിതാബാവട്ടെ, ഇൽമായി ഗുരുവിൽ നിന്നും കിതാബിൽ നിന്നും കാണുന്നതാവട്ടെ, നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതിന്റെ എതിരായിട്ട് നമ്മളെ കിതാബെന്ന് കണ്ടാൽ ആ കിതാബിലുള്ളതിന് ബഹുമാനം കൊടുക്കണം. കാരണം ഇതുവരെ മനസ്സിലാക്കിയതല്ലൊരു വിഷയം. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ മൂല്യന്മാരോട് ചോദിക്കാം, ഇതിനർത്ഥം എന്താ, ഇതെന്താ ഉദ്ദേശം എന്ന് ചോദിക്കാം. അതാണ് ഇൽമിനേക്കാൾ തക്കബ്ബുർ പാടില്ല എന്ന് പറഞ്ഞതിനർത്ഥം. അതിന് പ്രാധാന്യം കൊടുക്കണം. ഇൽമിനേക്കാൾ നമ്മൾ എപ്പോഴും ചെറുതാണ്. ഇൽമിന്റെ വലുപ്പമാണ് ഉസ്താദുമാരുടെ വലുപ്പം, ഇൽമിന്റെ വലുപ്പമാണ് കിതാബിന്റെ വലുപ്പം. അതുകൊണ്ട് തന്നെ
ഉസ്താദുമാരെ നമ്മൾ പരമാവധി അനുസരിക്കുന്നു എന്നെഴുതിയിട്ട് ചോദിച്ചൂടാ കൂട്ടിയൂടാന്നൊന്നുമില്ല. ഉസ്താദുമാരെ ബഹുമാനിക്കുന്ന എഴുതിയിട്ട് ചോദിച്ചൂടാന്നാണ് പലരും മനസ്സിലാക്കുന്നത്. ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അൽ ഇൽമു ഖസാഇൻ മഫാതിഹുഹസ് സുആൽ. അൽ ഇൽമു ഖസാഇൻ, അറിയെന്ന് പറയുന്നത് വളരെ വലിയ ഖജാനകളാണ്. ഖജാനകൾക്കുള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ്, സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അറിവുകൾ. ഈ അറിവുകൾ നിങ്ങൾക്ക് വെറുതെ കിട്ടൂല. മഫാതീഹുഹസ് സുആൽ, അതിന്റെ താക്കോലുകൾ നിങ്ങളുടെ ചോദ്യമാണ്. ചോദ്യമുണ്ടെങ്കിൽ മാത്രമേ തുറക്കൂ. ഫസ്അലൂ, അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുകയും. ഫഇന്നഹു യുഅ്ജറു ഫീഹി അർബഅ, 4 ആളുകൾക്ക് ഈ ചോദ്യത്തിന്റെ പേരിൽ അല്ലാഹു തആല അജ്ർ നൽകുന്നു, പ്രതിഫലം നൽകുന്നു. 4 ആളുകൾ. ഒന്ന് അസ്സായിൽ, ചോദിച്ചവന് തന്നെ, ചോദിച്ച ആൾക്ക് പ്രതിഫലം. വൽ ആലിം, ആ ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ട ഉസ്താദ് ആലിം. മാത്രമല്ല വൽ മുസ്തമിഉ, സഹപാഠികളും സതീർത്ഥരും അത് കേൾക്കുകയാണ്, അവരും. പുറത്താരെങ്കിലും വന്നിട്ട് വല്ല ആൾക്കാരൊക്കെ വന്നിരുന്നവർ കേൾക്കുന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലും വൽ മുഹിബ്ബു ലഹും, അവർക്ക് ഇഷ്ടപ്പെടുന്നവരും, വൽ മുസ്തമിഉ, കേൾക്കുന്ന ആളും. അപ്പോ ചോദിക്കുന്ന ആളും മറുപടി നൽകുന്ന ഉസ്താദും വിദ്യാർത്ഥിയും, കേൾക്കുന്ന സഹപാഠികളും സതീർത്ഥരുമായി കാതുകൊടുക്കുന്ന കൂട്ടുകാരും, അതിനെ ഇഷ്ടപ്പെട്ട് പുറത്തുനിന്ന് വല്ലവരും നമ്മളെ ഇൽമിന്റെ ഒപ്പം ചോദിക്കുമ്പോൾ വല്ലവരും വന്നിട്ടുണ്ടെങ്കിൽ ഓരും. ഇങ്ങനെ 4 ആളുകൾക്കും കൂലി കിട്ടും ഒരാൾ ചോദിച്ചാൽ, ഓന്റെ ഒരൊറ്റ ചോദ്യം കൊണ്ട്. ഇത് നിങ്ങൾ ചോദിച്ചാലേ തുറക്കുകയുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുകയാണ് പഠിതാവിനോടും വിദ്യാർത്ഥിയോടും അള്ളാഹുവിന്റെ റസൂൽ. അത് ഉസ്താദുമാർക്ക് നല്ല ഇട്ടാ. ചോദ്യമൊക്കെ നടക്കുന്ന വിദ്യാർത്ഥികളാണെന്ന് വെച്ചാൽ ആ വിദ്യാർത്ഥികൾ പോയവരുണ്ടല്ല, മനസ്സുക്കൊരു പൊറുതിയേടായിരിക്കും ഈ മാലിന്യങ്ങൾ ഉസ്താദുമാർക്ക്. ചോദിക്കുന്ന ഒരാൾ അന്നത്തെ ദർശനില്ലാന്ന് വെച്ചാലും അങ്ങനെ തന്നെയാണ്. ഇടക്കിടക്ക് ചോദിക്കുന്ന ഒരാൾ അന്നത്തെ ദർശനില്ലാച്ചാൽ അന്നത്തെ ദർശനിപ്പില്ലാത്ത മാതിരി തന്നെയാണ്. ഒരു സുഖവും കിട്ടൂല അന്നത്തെ ദർശനം. ചിലരൊക്കെ അങ്ങനെ ചോദിക്കണ കുട്ടികൾ പോയാൽ അന്ന് എന്തെങ്കിലും കാരണം പറഞ്ഞ് ദർശനം ഒഴിവാക്കും ഉസ്താദുമാർ, ചില ദിവസം. അതൊക്കെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചോദിക്കുന്നതിനോടുള്ളൊരു സംഗതിയാണ്. അപ്പൊ അന്വേഷണ തൃഷ്ണ, ആ തൃഷ്ണക്കൊത്ത ചോദ്യം, അത് അതബിൽ ചോദിക്കേണ്ടി വരും. തന്നുത്തില്ല, മത്സര ചോദ്യമല്ല, അറിയാൻ വേണ്ടിയുള്ള ചോദ്യം. വീണ്ടും വീണ്ടും ചോദിക്കണമെങ്കിലും അങ്ങനെയാക്കാം, പക്ഷെ തട്ടുത്തര ചോദ്യമല്ല. ഉസ്താദ് തീർത്തു പറയുന്നു അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാന്ന് തോന്നിയാൽ നിർത്തണം. ഉസ്താദിന് ചിലപ്പോൾ ഉണ്ടാവുമല്ലോ ഇഷ്ടമല്ലാന്ന് തോന്നുന്നത്, പലർക്കും തോന്നുന്നത്. ചിലപ്പോൾ അയാൾ കുടുങ്ങിയിട്ട് അങ്ങനെ തോന്നുന്നു. അങ്ങനെയൊക്കെ കാണിച്ചു അപ്പൊ 2 ചോദ്യങ്ങൾ കണ്ണൊക്കെ കാണിച്ചാൽ പിന്നെ അവനവിടെ നിൽക്കുക. ആയിക്കോട്ടെ, എന്നാ അപ്പൊ നിൽക്കലാണത്. കാരണം മൂപ്പർക്ക് പറ്റണില്ല എന്ന് കണ്ട അപ്പോ പിന്നെ ഒറ്റയ്ക്ക് ചെന്നിട്ട് പിന്നെയും ചോദിച്ചാൽ തിരിയായിട്ട് തന്നെയാണെന്ന് മനസ്സിലായാൽ അത് തിരിയും. അത് പലതും ചോദിക്കുമല്ലോ. അപ്പൊ ആ രീതിയിൽ സംസാരിച്ച് നമ്മൾ ചോദിച്ച് പഠിക്കണം. ചോദ്യം പോക്കാനല്ല അതബ്. അതേസമയം കിതാബിന്റെ മുസന്നിഫീങ്ങളെ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത പല അഭിപ്രായങ്ങൾ വരും, നമ്മൾക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ വരും, നമ്മൾക്ക് പഠിച്ചാൽ തിരിയാത്ത ചില ഇബാറത്തുകൾ വരും. അതിനൊക്കെ ആ ഇബാറത്തിനെ കുറ്റം പറഞ്ഞോ, ആ ഇബാറത്ത് നൽകിയിട്ടുള്ള ഉസ്താദുമാരെ കുറ്റം പറഞ്ഞോ ഒക്കെ വന്നാൽ അതൊക്കെ ഇൽമിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അന്യായമാണ്. അത്തരം അന്യായങ്ങൾ വരുന്നത് ഇൽമിനേക്കാൾ അവൻ ഉയർന്നവനായി നടിച്ചതുകൊണ്ടും പൊന്തിയവനായി മനസ്സിലാക്കിയതുകൊണ്ടുമാണ്. ഈ തക്കബ്ബുർ പാടില്ല, ഇൽമിനേക്കാൾ പൊന്താതിരിക്കുക. മറ്റേ തക്കബ്ബുറല്ലേ പറയുന്നത്, ഇൽമിനേക്കാൾ അവൻ ഉയർച്ച കാണിക്കാതിരിക്കാൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെന്ത് വേണം തക്കബ്ബുറില്ലാതിരിക്കുന്നതിന്? ഏറ്റവും പ്രധാനം, നമ്മൾ കുറച്ച് പറ്റ താണു കൊടുക്കേണ്ടി വരും കിട്ടാൻ, അറിവ് കിട്ടാൻ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, ഇബ്നു അബ്ബാസ് എന്നവര് ഒരറിവാളനായ സ്വഹാബിയെയോ താബിയെയോ, ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ആളായിരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് വളരെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ വളരെ പ്രായമുള്ള സ്വഹാബാക്കൾ ധാരാളമുണ്ട്. അവർ കേട്ട ഹദീസുകളൊക്കെ അവരിൽ നിന്ന് നേടാൻ വേണ്ടി പരിശ്രമിക്കും മുമ്പ്. ആ പരിശ്രമത്തിന്റെ അടുത്ത് അദ്ദേഹം ചില അറിവുകൾ നേടുന്നവരുടെ അടുത്ത് ചെന്നാൽ ഉമ്മരപ്പടിമ അവിടെ കിടക്കുകയാണ്. അന്നത്തെ വാതിലിന്റെ ഉമ്മരപ്പടിമ, നമ്മളെ മാതിരത്തെ സൗകര്യങ്ങളൊന്നും അന്നത്തെ വീടിനുണ്ടാവില്ല. പച്ച മണലിൽ ഉമ്മരപ്പടിമ തല വെച്ചിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് എന്നവർ കിടക്കും. ഇവർ പുറത്തു വരുന്നത് വരെ വന്ന് നോക്കുമ്പോൾ കാണുക ആര്യ ഇബ്നു അബ്ബാസിനെ. ഇബ്നാമി റസൂലില്ല, അള്ളാന്റെ റസൂലിന്റെ പിതൃവ്യപുത്ര, എന്താ അവിടെ, എന്തിനാ അങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇതുവരെ ഇവിടെ കിടക്കുകയാണോ? ഞാൻ ഇൽമിന് ഒരു ഹദീസ് അങ്ങയുടെ അടുത്തുണ്ട് എന്ന് കേട്ടു, അത് കേട്ട് അന്വേഷിച്ചു വന്നതാണ്. ഇങ്ങനെ പഠിച്ച ആളാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ദലിൽതു ത്വാലിബ
വഅദ്തു മത്ലൂബ. ഞാൻ വിദ്യാർത്ഥിയായിക്കൊണ്ടും അന്വേഷകനായിക്കൊണ്ടും വളരെ പ്രയാസങ്ങൾ സഹിച്ചു. പക്ഷെ ഇപ്പോ ഞാൻ മത്ലൂബായി, എല്ലാവരും കൂടി എന്നെ തേടിക്കൊണ്ടുവരുന്നിടത്തെത്തുമ്പോൾ എനിക്ക് വലിയ പ്രതാപവും എന്നെ അന്വേഷിച്ചു വരുന്നവരെന്താണ്. ആ നിലക്കുള്ള അദ്ദേഹത്തിന്റെ വലുപ്പങ്ങൾക്ക് കാരണം അദ്ദേഹം പറയുന്നത് അന്നത്തെ കാലത്തെ അദ്ദേഹത്തിന്റെ വിഷമങ്ങളാണ്. എന്തുകൊണ്ടാണിത്? ഇൽമിനുള്ള ബഹുമതി, ഇൽമിനേക്കാൾ ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ നില വേണം. അപ്പൊ അത് കിട്ടണമെങ്കിൽ എന്തു വേണം? താണൊടുത്ത് സോപ്പിട്ട് ദേഷ്യപ്പെടുമ്പോ അതിനനുസരിച്ച് നിന്ന് അങ്ങനെ നിൽക്കണം. ഇതിനൊരു ഇബാറത്തുണ്ട് സാധാരണ അറബില്, അൽ മലക്ക്, അത്തമല്ലുക്ക് എന്നൊക്കെ പറയാം. അത്തമല്ലുക്ക്, തമല്ലുക്ക് എന്ന് തന്നെ ഇനി ശരിക്കൊരു അർത്ഥം കിട്ടൂല മലയാളത്തിൽ. മാപ്പിള ഭാഷയിൽ അതിന് പറയാം പൂച്ചമയങ്ങുക എന്നതിന് പറയാം. പൂച്ചമയങ്ങുക, പൂച്ച എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലേ നമ്മളെ കാൽക്കലൊക്കെ ഇങ്ങനെ ആയിക്കാണ്. പൂച്ച വല്ലതും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കാലുമ്പലൊക്കെ ഇങ്ങനെ വന്നുകാണ്ട് കാണിച്ചാണ് ഈ സോപ്പിടാന്നൊക്കെ പറയണില്ലേ, ആ സോപ്പിടാന്നൊക്കെ പറയണതിന്റെ ഒരു പറ്റേ. അത് വിനയോന്യതമായി എങ്ങനെയാണ് ഇയാൾ അത് വസൂലാക്കുക, ഇങ്ങോട്ട് പിടിച്ചെടുക്കുക, അതിന് പറ്റുന്ന എല്ലാ നിലയിലുള്ള വിനയവും പ്രകടിപ്പിക്കുക എന്നാണ്. ഇതിനാണ് തമല്ലുക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലൈസ മിൻ അഖ്ലാഖിൽ മുഅ്മിനിൽ മലക് ഇല്ലാ ഫീ ത്വലബിൽ ഇൽം. ലൈസ മിൻ അഖ്ലാഖിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ സ്വഭാവമേ അല്ല അൽ മലക്കു, ആളുകളെ സോപ്പിട്ടിട്ട് ഓനേന്ന് പൂച്ച വാങ്ങി കൊടുത്തിട്ട് ഇങ്ങനെ താണൊടുത്തുകാണ്ട് ഇങ്ങനെ നിൽക്കുന്നതൊരു വിശ്വാസികൾക്ക് ഭൂഷണമല്ല, ഭൂഷണമായ സ്വഭാവമല്ല. ഇല്ലാ ഫീ ത്വലബിൽ ഇൽം. ഇൽമ് കിട്ടണമോ അത് വേണ്ടിവരും. ഇൽമ് കിട്ടണമെങ്കിൽ അത് ചില സ്വഭാവക്കാരുണ്ടാവും, ഓരോ സ്വഭാവക്കാർ. അയാളോട് ചോദിച്ചാൽ ചിലപ്പോൾ അയാൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ അയാൾ അങ്ങോട്ടോ നടത്തും, ചിലപ്പോൾ അയാൾ ഇപ്പം അങ്ങനെയെന്ന് പറയും, ചിലപ്പോൾ എങ്ങനെയെന്ന് പറയും. അത് വലിയ അറിവുള്ള ആളുകൾക്കൊക്കെയും എന്തെങ്കിലും ഒരു സ്വഭാവ ദൂഷ്യം ഉണ്ടാവും. പക്ഷാണ് അവർ എല്ലാം കൂടി ഒത്തുപോലെ അധികം ഉണ്ടാവില്ല. വലിയ അറിവാളിനാണ് ഈ വലിയ ദേഷ്യക്കാരം, ചിലപ്പോൾ അയാളിൽ നിന്ന് സംഗതിന് കിട്ടണമെങ്കിൽ വല്ലാത്ത പാടേക്കാരം. അങ്ങനെയാണ് ഒരുവിധം ആളുകളുടെയൊക്കെ സ്വഭാവം. അതിനു മുമ്പിൽ വഴങ്ങിക്കൊടുക്കുക, അങ്ങാനും വസൂലാക്കാൻ എന്ത് ചെയ്യണമോ ഇത് ഇബ്നു അബ്ബാസ് എന്നവരെ പോലൊക്കെ ചെയ്തുകൊണ്ട് ആ ഒരു അറിവ് നേടിയത്. അപ്പോ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അത് തക്കബ്ബുർ ഇല്ലാതിരുന്നാലേ കിട്ടൂ. ഇൽമിനേക്കാൾ തക്കബ്ബുർ, ഇൽമിന് വേണ്ടി താൻ വിനയാന്വിതനാവുക, താൻ വിനയപ്പെടുക. മറ്റൊന്ന്, ഭിന്നിപ്പുള്ള വിഷയങ്ങളും തർക്കമുള്ള വിഷയങ്ങളും തന്നെ ചോദിക്കാനൊരു താല്പര്യം, പഠിക്കാനൊരു താല്പര്യം, ഖണ്ഡന വിഷയങ്ങൾ തന്നെ പഠിക്കാനൊരു താല്പര്യം, അതിലേക്ക് കാതു കൊടുക്കാതിരിക്കുകയാണ് വിദ്യാർത്ഥിയാവുമ്പോൾ വേണ്ടത് എന്നാണ് ഇമാമികൾ പഠിപ്പിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുള്ള വിഷയം ഉണ്ടാകും, ഉലമാക്കളുടെ ഇടയിൽ ഭിന്നിപ്പുള്ള വിഷയം ഉണ്ടാകും. അത്തരം വിഷയങ്ങളാണെങ്കിൽ ആ ഇൽമിൽ ഭിന്നിപ്പുള്ള വിഷയങ്ങൾ തന്നെ കേൾക്കാനൊരു രസം ഉണ്ടാവുമല്ലോ. ആ രസം ഒഴിവാക്കിയിട്ട് അത്തരം കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വെക്കുകയും മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വെക്കുകയും ചെയ്യുക, അത് വിദ്യാർത്ഥികൾ പാലിക്കേണ്ട മറ്റൊരു കടമയാവുന്നു. അൽ ഇഖ്തിറാജു അനിൽ ഇസ്വായി ഇല ഇഖ്തിലാഫിൻ നാസ്, ജനങ്ങളുടെ ഭിന്നിപ്പുകൾ, ജനം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ ഭിന്നിപ്പുകളിലേക്ക് കാതുകൊടുക്കുക, അതിന് ശ്രദ്ധാപൂർവം അത് തന്നെ ശ്രദ്ധിക്കുക, അത്തരം കാര്യങ്ങൾ മാറ്റി നിർത്തുക. സവാഉൻ കാന മിൻ ഉലൂമിദ് ദുനിയ വമിൻ ഉലൂമിൽ ആഖിറ, ദുന്യാവിന്റെ അറിവാവട്ടെ ആഖിറത്തിന്റെ അറിവാവട്ടെ അതിലൊക്കെ ഇഖ്തിലാഫുള്ള വിഷയം. കീല കാല എന്നൊക്കെ പറയില്ലേ, കീല വകാല എന്നൊക്കെ ആക്കെ നമ്മളാ കിതാബ് പറഞ്ഞാണ്. കീലയും കാലമൊക്കെ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കീലക്കാലമോ വല്ലാതെ കൂടിക്കുത്തിരിക്കരുത്. അത് ഉയർന്നൊരു പഠനമുണ്ട്. മഹല്ലൊക്കെ ഓതുമ്പോഴാണ് വെച്ചാൽ നല്ലോണം പഠിക്കണം. അത് ഉയർന്നു വരുമ്പോഴാണ്. ചെറുപ്പത്തിലേ ഇതന്നെ പഠിച്ചുകൊണ്ടിരുന്നാല് അയിമക്കാരൻ രസം. ഈ തർക്കത്തിന് വലിയ രസമായി മനുഷ്യന്മാർക്ക് എല്ലപ്പോഴും തർക്കിക്കാന്. അപ്പൊ അവിടെ ഒരു തർക്കം, ഇവിടെ ഒരു തർക്കം. ഖണ്ഡന പ്രസംഗം തന്നെയല്ലേ നമ്മൾ കേൾക്കുക. അപ്പൊ ഒരാൾ വഹാബിയായി നോക്കുക, ഒരാൾ സുന്നിയായി നോക്കുക, ഒരാൾ അങ്ങോട്ടായി നോക്കുക, ഒരാൾ ഇങ്ങോട്ടായി നോക്കുക എന്നൊക്കെ നിന്നാല് അതിനുള്ള കവകൈക്കാരെ ഇവരുണ്ടാക്കുക. ഇൽമ നോക്കൂല. ഇൽമ ഇത്രേ പഠിക്കാണ്ട് നമുക്ക് തഫ്സീറായും ഹദീസായും ഫിഖ്ഹായും നമുക്ക് എത്രയേ വശത്താക്കാനുണ്ട്. അതിനുവേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. തർക്ക വിഷയങ്ങളിലേക്ക് നല്ലോണം ശ്രദ്ധ കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ എല്ലാതരം മഹ്മൂദായ ഇൽമുകളാണെങ്കിലും അതിലൊക്കെ ഒരംശം അവൻ പറ്റണം. എല്ലാ സ്തുത്യർഹമായ പഠിക്കേണ്ട അറിവുകളും ലേശം അവന് കിട്ടണം. ലേശം എന്താണ് അതിന്റെ മഖ്സൂദ്, എന്താണ് അതിന്റെ ലക്ഷ്യം, എന്താണ് ആ ഇൽമിന്റെ മാറ്റർ, ഇത് മനസ്സിലാക്കാനുള്ള ഒരല്പമെങ്കിലും എല്ലാ ഫന്നിലുള്ള ഇൽമു മഹ്മൂദാവണം. മഹ്മൂദായ ഇൽമു എന്ന് പറഞ്ഞാല് വാഴ്ത്തപ്പെടുന്ന ഇൽമ്, സ്തുതിക്കപ്പെടുന്ന ഇൽമ്, അത് പഠിക്കുന്നത് നല്ലതാണ് എന്ന് ശറഅ് അഭിപ്രായപ്പെടുന്ന ഇൽമ്.
പല നിലക്കുണ്ടാവും. അത് ദുന്യവിയായ ഇൽമുണ്ട്, ദുന്യവിയായ ഇൽമുണ്ട്, ഉഖ്റവിയായ ഇൽമുണ്ട്. ഏത് ഇൽമാണെങ്കിലും അത് മഹ്മൂദാണോ? മഹ്മൂദ് അല്ലാത്ത ഇൽമ ഏതാണോ? ഒന്ന് സിഹിർ. സിഹിർ തന്നെ സാധനം നമുക്കതേക്കാരം വലിയ രസം. ആരെങ്കിലും പറ്റും കേട്ടാ അസ്മാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ അസ്മാവ് സിഹിറായിട്ടല്ല ഞാൻ പറയുന്നത്, എന്നാലും അതൊരു രസമാണ് ആചാര്യ. അപ്പൊ അതല്ല ഈ പറയുന്നത്, അതാണ് മഹ്മൂദ് അല്ലാത്ത ഇൽമ. അതേപോലെ തന്നെ ബുറുന്തർക്കം, കുതർക്കത്തിന്റേതും മഹ്മൂദായ ഇൽമല്ല. കുതർക്കം തന്നെ ഇൽമുൽ ജദൽ എന്ന് പറയുന്നത്, ഉപകാരമില്ലാത്ത കുതർക്കം. മന്തിക്കല്ലാതെ, മന്തിക്കിന്റെ ഒരു ഭാഗമായിരുന്നു അത്. ആ ജദലിൽ നിന്ന് സംസ്കരിക്കപ്പെട്ട മന്തിക്കാണ് ഇപ്പൊ നമ്മളെ കയ്യിലുള്ള മന്തിക്ക്. ഇൽമയിൽ ജദലി വൽ കലാം എന്നല്ലേ ശറഹ് തഹ്ദീബിൽ, ഇൽമയിൽ ജദലി വൽ കലാം. പക്ഷെ ആ ജദലയിൽ കാണാനല്ല, ഇൽമുൽ കലാം മാത്രം ഭാഗേ കാണുള്ളൂ, ജദൽ അവിടെ കാണാനല്ല. അപ്പൊ ഈ ജദലിൽ നിന്ന് നീക്കിയിട്ട് സംസ്കരിക്കപ്പെട്ട അനിവാര്യമായ ഭാഗം മാത്രമാക്കിയതാണ് നമ്മളിപ്പോ ഇന്ന് ഉപയോഗിക്കണ മന്തിക്കിന്റെ കിതാബിലെ മന്തിക്കുകളൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു ഇൽമുണ്ടായിരുന്നു, വെറും തർക്കങ്ങൾ തന്നെ, കുതർക്കങ്ങൾ. അതൊക്കെ മഹ്മൂദല്ല. മഹ്മൂദായ ഇൽമാണ് പിന്നെ ഏത് ഇൽമും, ദുന്യവിയായ ഇൽമാകട്ടെ, കണക്ക്, വൈദ്യം, ഇതൊക്കെ മഹ്മൂദ. ഈ മഹ്മൂദായ ഏതുതരം ഇൽമാണെങ്കിലും അതിന്റെ ലക്ഷ്യമെന്ത്, ഉപകാരമെന്ത്, മാറ്റർ എന്ത്, മൗദൂ എന്ത്, ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരല്പമെങ്കിലും എല്ലാ വിഷയങ്ങളും തേടാൻ നോക്കാനായി പറയുന്നത്. നോക്കിയിട്ട് കിട്ടണില്ല എന്ന് വെച്ചാൽ അവിടെ വെച്ച് അവസാനിപ്പിക്കണം. അത് നമുക്ക് വഴങ്ങൂല എന്ന് കണ്ടാൽ പിന്നെ നമുക്ക് പോകരുത്. അപ്പൊ വഴങ്ങുന്നെങ്കിൽ അതൊക്കെ വഴങ്ങൂലേ എന്ന് നോക്കാൻ നിൽക്കുക. അങ്ങനെ എല്ലാത്തിനും നോക്കിയാൽ അതിൽ നിന്ന് പഠിക്കേണ്ടത് ഏതാണ്, ഏറ്റവും നമ്മൾക്ക് സൗന്ദര്യം തോന്നിയതും ഏറ്റവും നമുക്ക് ഉപകാരം തോന്നുന്നതും ഏതാണോ ആ അഹ്സനിനെ മാത്രം പിടിക്കുക, അവലംബിക്കുക. ഇത് മറ്റൊന്നാണ്. അതായത് എല്ലാ ഫന്നുകളും നോക്കിയിട്ട് ആ ഫന്നുകളിൽ നിന്ന് നമ്മുടെ പ്രകൃതിക്കിണങ്ങുന്നത്, ഓരോരുത്തർക്കും ഓരോ പ്രകൃതിയാണ്. ചിലർക്ക് ഫിഖ് നല്ലോണം തിരിയും, ചിലർക്ക് ഹദീസിന്റെ ആശയങ്ങൾ നല്ലോണം തിരിയും, ചിലർക്ക് തഫ്സീറുകൾ നല്ലോണം തിരിയും, ചിലർക്ക് അതൊക്കെ എന്താ, ഓരോ അഭിവാഞ്ചയാണ്, ഓരോ താല്പര്യം. ഈ താല്പര്യത്തിൽ ഇതൊക്കെ അള്ളാഹ് ഉണ്ടാക്കേണ്ടതാണ് നമ്മുടെ മനസ്സിൽ താല്പര്യം വെറുതെ വരുന്നതല്ല. എന്തിന്റെ താല്പര്യം അള്ളാഹു നമ്മളെ ഗുണത്തിന് വെക്കുന്നതാണ്. എല്ലാത്തിന്റെ തീറ്റന്റെ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കുമോ? തീറ്റന്റെ താല്പര്യം, അങ്ങനെ ഓരോ താല്പര്യവും നമ്മളിൽ ഉണ്ടാകുന്നത് നമുക്ക് വേണ്ടി അള്ളാഹു തആല നൽകുന്നതാണ്. അതുപോലെ ഇൽമുകളിൽ ഓരോ ഫന്നിനോട് വരുന്ന താല്പര്യം, ആ താല്പര്യത്തിനിണങ്ങുന്നത്, അതാണ് അയാൾക്ക് ഏറ്റവും മെച്ചം, അയാൾക്ക് മനസ്സിലാകുന്നത്, അയാൾക്ക് അതിലാണ് മികവ് നേടാൻ കഴിയുക. ആ വിധത്തിലാവണം പിന്നീട് ഇൽമിൽ അവൻ മുഴുകുന്നത്. അതേപോലെ ഏതൊരു ഇൽമാണെങ്കിലും ആ ഇൽമിന്റെ ശറഫും ബഹുമതിയും നോക്കാൻ രണ്ടു മാർഗങ്ങളാണ്. ഒന്നതിന്റെ ഫലം എന്താണ്, ആ ഫലം നോക്കിയിട്ട് അതിന്റെ നേട്ടം നോക്കിയിട്ട് അതിന്റെ ബഹുമതി മനസ്സിലാക്കാം. എന്താണ് അതിന്റെ നേട്ടം? രണ്ട്, ആ ഇൽമിലുള്ള സമർത്ഥനം എങ്ങനെ, ഖണ്ഡിതമായ സമർത്ഥനമാണോ, ഉറപ്പുള്ള സമർത്ഥനമാണോ, അതിന്റെ സുദൃഢത, ഇൽമിന്റെ സുദൃഢത ഞാൻ ഉദാഹരിക്കുകയാണെന്ന് വെച്ചാല് യഖീനിയായ ഉറപ്പായ ദലീലുകൾ കൊണ്ട് മാത്രമുള്ളതാണ് കണക്ക് എന്നാണ്. ഈ കണക്ക് എന്നറിയുന്ന സാധനം ഇൽമുൽ ഹിസാബ്, അത് വളരെ സുദൃഢമാണ്, ദലീൽ സുദൃഢമാണ്. അതേപോലെ സമറത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഇതുകൊണ്ട് നേട്ടം. ഉദാഹരണം ഫിഖ് തിരിഞ്ഞു, എന്താ കൊണ്ട് നേട്ടം? ഇബാദത്തും ജീവിതമൊക്കെ അള്ളാന്റെ നിയമത്തിനനുസരിച്ചാക്കാം, അതിനും വേണ്ടിയേ. അതേമാതിരി മനസ്സ് ശുദ്ധീകരിക്കലാണ് തസൗഫിന്റെ ഇൽമിന്റെ നേട്ടം. അപ്പൊ മനസ്സ് ശുദ്ധീകരിക്കല്ലേ വേണ്ടി. പടച്ചവനായിട്ട് അടുപ്പം കിട്ടുക, ഇതാണ് മറ്റൊന്ന്. ആ പടച്ചവനായിട്ട് അടുപ്പം കിട്ടുന്നത് പടച്ചവനെ പറ്റിയുള്ള അറിവാണ്, അതും ഇഹ്സാന്റെ അറിവാണ്, അള്ളാന്റെ സിഫാത്തുകളെ പറ്റിയുള്ള അറിവാണ്. ഇൽമുൽ കലാം എന്ന, അതായത് വിശ്വാസശാസ്ത്രമാണ്. ഇതൊക്കെ മനസ്സിലാക്കുക. ഈ രീതിയിൽ ഏത് ഇൽമും എന്തുകൊണ്ടാണോ മികവ് നേടുന്നതെങ്കിൽ ആ മികവ് എന്ത് കാരണം കൊണ്ടാണ് ഈ ഇൽമിന് എന്ന് മനസ്സിലാക്കുക. അതേത് ഇൽമിനും. അപ്പൊ നമ്മൾ മന്തിക്ക് പഠിക്കുമ്പോ എന്താണ് മന്തിക്കിന്റെ പ്രയോജനം, അതാദ്യം തന്നെ മനസ്സിലാക്കാം. അതിനെ ആയിക്കോട്ടെ ആദ്യ ഉസ്താദിനായിട്ട് സംവാദം. മന്തിക്കിന്റെ ഇൽമാണെന്ന് വെച്ചാൽ ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല, നമ്മൾ ചോദിക്കുമ്പോ ഉസ്താദ്മാര് പഠിക്കും, അപ്പം വെറുപ്പുണിയെങ്കിലും പിന്നെ ഉസ്താദ് അധ്വാനിയാവും. അധ്വാനിയല്ല, അധ്വാനിയായിട്ട് മാറും. അതുപോലെ നമ്മൾ മനസ്സിലാക്കാവരും. നമ്മളിപ്പോ ഇപ്പൊ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ മൂല്യന്മാരെല്ലാം നോക്കണമെന്നൊക്കെയാണല്ലോ എല്ലാ ഈ ക്ലാസ്സുകൾക്കൊക്കെ പോകുമ്പോ അല്ല, ആ നോട്ടൊക്കെ എന്തോരം തന്നെ അന്വേഷണ തൃഷ്ണയുള്ള കുട്ടികൾ മുമ്പിൽ നല്ലുണ്ട്. പോലിങ്ങനെ ചോദിക്കും, പൊരിച്ചു നിർത്തി ചോദിക്കുമ്പോൾ ഓലെ മുമ്പിൽ വഷളാകരുത് കരുതി ഉസ്താദ് നോക്കും. അപ്പൊ നമ്മൾ മന്തിക്കാണ് പഠിക്കണമെങ്കിൽ എന്താണ് മന്തിക്ക്, എന്താണ് എന്റെ പ്രയോജനം എന്ന് വെച്ചാല്, എനിക്കറിയാം ഒരു കുട്ടിനെ ഈ ജിൻസ് ഫസില് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് അർബന്യല് പറയുള്ളൂ.
ബാക്കി ഇൽമൊക്കെ ആ കുട്ടിക്ക് നല്ല അറിയും. വയനാട്ടുകാരനൊരു കുട്ടിയായിരുന്നു, നല്ല അറിയും. അത് വേറെ ദർശന ഞാൻ വരില്ല. അയാൾ പറഞ്ഞിട്ടാണ് ഉമ്മർ വലിയര് എന്ന് പറഞ്ഞ ഒരാൾ തോന്നിയിരുന്നൊരു കുട്ടിയാണ്. ആ ഇപ്പൊ മുജാഹിദായി എന്നാ കേട്ട്. അങ്ങനെ ഒഹാബിയായി പോയി ആ കുട്ടി. അങ്ങനെ ദർശനം ഓതിയൊരു കുട്ടി. അപ്പൊ എന്താ അതിന്റെ കേസ് അറിയോ? മന്തിക്ക് എനിക്ക് വേണ്ടാന്നാ കുട്ടി തീരുമാനിച്ചു. അതിന്റെ കാര്യം ഇതൊക്കെ അറബിലല്ലേ പറയുള്ളൂ, മലയാളം പറഞ്ഞു കൊടുക്കുമല്ലോ. ജിൻസ്, ഫസില്, നൂറ്, ഇതൊക്കെ എങ്ങനെയല്ലേ പറഞ്ഞു കൊടുക്കുള്ളൂ. കുല്ലിയാത്ത്, ഇതിനൊന്നും മലയാളം കിട്ടൂല. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കാൻ കിട്ടൂല്ലോ. അതൊന്നും കഴിയൂല. കുറച്ച് ഫിറ്റായ മലയാളമൊന്നും അതിനൊന്നും പറ്റൂലല്ലോ. അത് നാശാവും ചെയ്യും. പക്ഷേ എന്നാലും വേണല്ലോ തിരിച്ചു കൊടുക്കുക. എന്നാലും എന്താണ് ഈ കുട്ടിക്ക് ഉദാഹരണം കൊണ്ട് ഇപ്പൊ തേങ്ങ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും. എങ്ങനെയോ തിരിച്ചു കൊടുക്കുമല്ലോ, നിർവചനം കഴിയില്ലെങ്കിലും തിരിച്ചു കൊടുക്കുക. ഇതുപോലെ എന്താണ് മന്തിക്കിന്റെ പ്രയോജനം എന്ന് മനസ്സിലാക്കുക. ഫിഖ് ഓതുമ്പോ എന്താണ് ഫിഖിന്റെ പ്രയോജനം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഷറഫിന്റെ മേന്മ നോക്കുമ്പോ അതിന്റെ സമറത്ത് വളരെ ഉപകാരമാണ്, അതിന്റെ പ്രയോജനം വളരെ കേമമാണ് എന്ന് മനസ്സിലാക്കിയാൽ ആ സമറത്തിന്റെ ഷറഫിനനുസരിച്ച് ആ ഇൽമിന്റെ ഏറ്റവും വലിയ ഷറഫ്. അങ്ങനെ നോക്കിയാണ് അള്ളാന്റെ അറിവായ ഏറ്റവും വലിയ അറിവ്, അള്ളാന്റെ അഹ്കാമിന്റെ അറിവാണ് ഏറ്റവും നല്ല അറിവ് എന്നൊക്കെ ഇമാമിങ്ങൾ പറയുന്നത്. ആ വിധമുള്ള അറിവിന്റെ മാർഗങ്ങൾ. മറ്റൊന്ന്, നിലവിലായാലും ഭാവിയിലായാലും ഇൽമു കൊണ്ടുള്ള ലക്ഷ്യം നിർണയിക്കണം. എന്താണ് നമ്മുടെ ഇൽമിന്റെ ലക്ഷ്യം, ഇൽമു പഠിക്കുന്നതിന്റെ ലക്ഷ്യം? ആ ലക്ഷ്യനിർണയം എന്താണ്? ഏറ്റവും പ്രധാനമായി ഇൽമു കൊണ്ടുള്ള ലക്ഷ്യനിർണയം നമ്മളെ മനസ്സിന്റെ വൃത്തി തന്നെയാണ്. മനസ്സിന്റെ വൃത്തി, മനസ്സിന് നല്ല സ്വഭാവങ്ങൾ അണിയിക്കാനും മനസ്സിന് കേമമാർന്ന എല്ലാ ബഹുമതികളും നൽകുവാനും ഹൃദയത്തിന്റെ അകത്ത് എന്നും വെളിച്ചം നിലനിൽക്കുവാനും എന്തു വേണമോ അതാണ് ഇൽമ്. അത് നൽകുന്നതാണ് ഇൽമ്. സംസ്കരണമാണ് ഇൽമിന്റെ ലക്ഷ്യം എന്നൊക്കെ പറയാറില്ല, ഉപകാരം എന്നൊക്കെ. ആ സംസ്കാരം കൽബിന്റെ അകത്ത് നടക്കുക. തഹ്ലിയത്ത്, ബാത്തിന് തഹ്ലിയത്ത്, ബാത്തിന് തഹ്ലിയത്ത്. തഹ്ലിയത്ത് എന്ന് പറഞ്ഞാൽ വേണ്ടാത്തൊക്കെ നീക്കുക. വേണ്ടാത്തൊക്കെ നീക്കിയാലേ എന്ത് വരുള്ളൂ? തഹ്ലിയ. വേണ്ട ഗുണങ്ങളൊക്കെ അതിൽ വരുള്ളൂ. അങ്ങനെ വേണ്ട ഗുണങ്ങൾ മനസ്സിന്റെ അകത്താക്കി വേണ്ടാത്ത ദുർഗുണങ്ങളൊക്കെ മനസ്സിൽ നിന്ന് നീക്കുന്നതാണ് ഇൽമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടത്തെ ലക്ഷ്യം. ദുന്യാവിന്റെ അകത്തുനിന്നുള്ള ലക്ഷ്യം എന്താ? ആൾക്കാർ കാണുമ്പോൾ നല്ല മനുഷ്യന്ന് പറയണം. ഉമ്മയും ബാപ്പാന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു നല്ല മനുഷ്യന്ന് പറയണം. ഉസ്താദുമാര് ഒരു നല്ല കുട്ടി എന്ന് പറയണം. നാട്ടുകാര് നല്ല മൂല്യരാണ് അയാളെന്ന് പറയണം. പഠിക്കുന്ന വിദ്യാർത്ഥികൾ കേമൻ ഉസ്താദാണ് എന്ന് പറയണം. ഇതല്ലേ നമുക്ക് ആവശ്യം. അതെങ്ങനെയാ? അത് നമ്മളെ ഹക്കായിക്കും വലുപ്പത്തരൊന്നും കൊണ്ടില്ല. അത് തൽക്കാലം ഇങ്ങനെ കേൾക്കുന്നേ ഉള്ളൂ. പക്ഷെ അയാളോട് അടുക്കാനേ പറ്റൂല എന്ന് വെച്ചാല് അയാളെ കേമ ഹലക്കായിക്കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. വലിയ ഹക്കായിക്കൊക്കെ വിടുന്ന ആൾക്കാർ അവനാന്റെ വീട്ടിൽ ഒന്നിനും കൊള്ളൂല പോലെ. കുട്ടികളും കെട്ടികൾക്ക് അയാൾ ഒത്തിനും കൊള്ളില്ല. എല്ലായിടത്തും വലിയ ആളുകളുണ്ട്, എന്താ കാര്യമെന്ന് അറിയില്ലേ? അപ്പൊ ആ നിലപാടിന് പോകുന്നത് എല്ലായിടത്തും നമ്മൾ പ്രിയങ്കരമാകുന്നത് എങ്ങനെയാ? നമ്മളെ മനസ്സ് നന്നായിട്ട് തന്നെയാണ്. മനസ്സ് നന്നാകാം. ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും ഉണ്ട് മനസ്സ് നന്നാകലേ. അയാൾ ദേഷ്യം ഉണ്ടാവുള്ളൂ, പിന്നെ അതാണ് പോകും. നല്ല മനസ്സ്. അങ്ങനെ നമ്മൾ പറയില്ലേ, ക്ഷിപ്ര കോപ്പിയൊക്കെയാവുന്നു, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ആ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ അയാൾ നല്ല മനുഷ്യനാണെന്ന് പറയും. എന്തുകൊണ്ടാണത്? അത് ബാത്തിന് നന്നായിട്ടാണ്. അകവും പുറവും രണ്ടില്ലാത്ത വിധം വൃത്തിയുള്ള മനസ്സ്, ആത്മാർത്ഥതയുള്ള മനസ്സ്, പറയുന്നത് അതുപോലെ ചെയ്യാൻ ശരിക്കും ബോധമുള്ള മനസ്സ്, തയ്യാറായ മനസ്സ്, ആ മനസ്സുണ്ടാവലാണ് ഇവിടെ ഇൽമിന്റെ നേട്ടം. അതിന്റെ ഭാഗമാണ് നമുക്ക് അള്ളാഹിനെ പേടിണ്ടാവുക, ദീനിനെ പേടിണ്ടാവുക, പടച്ചവനെ പേടിണ്ടാവുക, ആഖിറത്തെ പറ്റി പേടിണ്ടാവുക. ഇതൊക്കെ നമുക്കുണ്ടാകുന്നത് മനസ്സ് നന്നാകുമ്പോഴാണ്. അതൊന്നേ. രണ്ടാമത്തത് വരും കാലത്തുള്ള ലക്ഷ്യമാണ്. വരും കാലത്തുള്ള ലക്ഷ്യം എന്താണ്? പടച്ചോന്റെ അടുപ്പം, പടച്ചോനായിട്ടുള്ള അടുപ്പവും പടച്ചോന്റെ പൊരുത്തവും. അതാണ് നമ്മളെ ഏറ്റവും വലിയ ലക്ഷ്യം, അല്ലെ? അല്ലാഹു തആല ഇല്ലത്തഖറുബ മിൻ ഇലാഹിക ദിൽ കിലാന്നല്ലേ, അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅതി ഇല്ലത്തഖറുബ മിൻ ഇലാഹിക ദിൽ കിലാ. നിന്നെ കാത്തു സംരക്ഷിക്കുന്ന കാവലുള്ള അള്ളാഹിനോടുള്ള സാമീപ്യം, ഇത് തന്നെയാണ് നീ എന്ത് ത്വാഅത്തുകൊണ്ടും ലക്ഷ്യമാക്കേണ്ടത്. ഇപ്പൊ ഇൽമു കൊണ്ട് ഏറ്റവും പ്രധാനം അതാണ്. അതാണ് ഉലമാക്കന്മാരാണ് അമ്പിയാക്കന്മാരുടെ അടുത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഉലമാക്കന്മാർ എന്നറിയുന്ന കൂട്ടക്കാര് അമ്പിയാക്കന്മാരുടെ അത്ര അടുത്താന്ന് പറഞ്ഞാൽ അമ്പിയാക്കളെ ഏറ്റവും അടുത്തവര്, അത് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് അടുത്തവരാരാണ് ഉലമാക്കൾ. അപ്പൊ ഇൽമിന്റെ പേരിലുള്ള പടച്ചോന്റെ സാമീപ്യം, പടച്ചോന്റെ പൊരുത്തം എന്ന് പറയുന്നതാണ് ഭാവിയിൽ നമുക്കിതുകൊണ്ട് ലക്ഷ്യം. പരലോകത്ത്. ഇഹലോകത്ത് ലക്ഷ്യമോ നമ്മൾ സംസ്കൃതരാവുക,
നമ്മുടെ മനസ്സ് സംസ്കൃതമാവുക, നമ്മുടെ പെരുമാറ്റം നന്നാവുക, സൃഷ്ടികളോടുള്ള പെരുമാറ്റം നന്നാവുക, പടച്ചവനോടുള്ള പെരുമാറ്റം നന്നാവുക, ഹക്കിനോടും ഹൽക്കിനോടുമുള്ള പെരുമാറ്റം നന്നാവുക, അതിന് പറ്റിയ ബാത്തിനാവുക എന്നതാണ്. ഈ രണ്ട് ലക്ഷ്യങ്ങൾ വളരെ പ്രധാനമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് മേധാവിത്വമോ ധനമോ ആൾക്കാരോട് തർക്കിച്ച് ജയിക്കലോ വാദപ്രതിവാദമോ നല്ല ഖണ്ഡന പ്രസംഗമോ ഇതൊന്നും ആകരുത് ലക്ഷ്യം. അത് പ്രത്യേകം ഇമാമിയങ്ങൾ പറയും. കാരണം അങ്ങനെ പോയ ആളുകളൊക്കെയും നാശപ്പെടുകയാണ്. പെരുമ കൊണ്ട്, മേധാവിത്വം കൊണ്ട്, വലുപ്പം കൊണ്ട് അങ്ങനെയൊക്കെ പോവുകയാണ്. അതൊന്നും ഇല്ലാത്ത ഒതുങ്ങിക്കഴിയുന്ന ഒരു മൂല്യനാണെന്ന് വെച്ചാൽ അയാൾ വല്ലാതെ കേടില്ല. ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ. ഖാലിൽ ഖലീലൻ, ഹൃദയത്തിന്റെ അകത്ത് വളരെ ശുദ്ധമായി നീ ചങ്ങാത്തം കൂടേണ്ടതും നിന്റെ നല്ല സ്നേഹം നീ സമർപ്പിക്കേണ്ടതും ഒരാൾക്കാണ്. ഖാമിലൽ വസ്ഫ്, കേളിയും കീർത്തിയുമില്ലാത്ത ആൾ, കേളികെട്ടയാൾ, കേളി കീർത്തിയൊന്നുമില്ല അയാൾക്ക്. അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന വല്ല ആലിമീങ്ങളാണെങ്കിൽ ഓലെടുത്ത് പോയാൽ നല്ല ഇൽമുട്ടും. ആലിമാകണം. എന്തേ കാര്യം? ഒരു സദസ്സുക്കും പോയിട്ടില്ല, അപ്പുറത്തേക്കും പോയിട്ടില്ല. അപ്പുറത്ത് പോയാലൊക്കെ മോശമാണെന്ന് മനസ്സിലാക്കാനല്ല ഞാനിത് പറയുന്നത്. പോയവർക്ക് അതിന്റെ ധർമ്മമാണ്. ഓരോരുത്തർക്കും ഓരോ ധർമ്മമാണ്. ചിലപ്പോൾ അതുകൊണ്ട് കൂലിയുള്ളവരുണ്ട്, ഇതുകൊണ്ട് കൂലിയുള്ളവരുണ്ട്. പ്രസംഗം കൊണ്ടും പ്രബോധനം കൊണ്ടും കൂലിയുള്ളവരും അതുകൊണ്ട് നോക്കേണ്ട. എല്ലാവരും മൂലൊക്കെ തന്നെ ഇരിക്കാന്ന് വെച്ചാൽ കാര്യം നടക്കൂലല്ലോ. അങ്ങനെ ഓരോന്നുണ്ട്. പക്ഷെ അധികവും നന്നാകുന്നത്, പ്രസിദ്ധിയും പെരുമയുമൊക്കെ കൂടുന്നത് തർക്കവും ഖണ്ഡനവും വാദപ്രതിവാദവും എന്നൊക്കെ പറയുന്ന നമുക്ക് തോന്നും അതാണ് ഓൽക്കാണ് കേമെന്ന്. വലിയ വണ്ടിയിൽ ഓല നടക്കുന്നത്, വലിയ ഉഷാറോല. അപ്പൊ ഞാനൊക്കെ പ്രസംഗിക്കുമ്പോഴല്ലേ പിന്നെ നടക്കുന്നത്. എന്റെ വണ്ടിക്ക് പ്രസംഗത്തിന് കൊണ്ടുപോകണൊരു വാടക വരും. ഇതൊക്കെ കണ്ടാണ്ടപ്പോ നമ്മൾ നടക്കുന്നത്. പക്ഷെ ഈ നടക്കുന്നത് കണ്ട് അങ്ങനെ തന്നെ വലുതാകണമെന്ന് കരുതി മുതഅല്ലിം ഇരുന്നാൽ പറ്റില്ല. മുതഅല്ലിം വേണ്ടത് എന്താണ്? അതൊക്കെ അള്ളാഹ് നിയോഗിച്ചവർ ആ രംഗത്ത് വരുന്നതാണ്. അല്ലാഹു തആല ഏകിയിട്ടുള്ളവർ ആ രംഗത്ത് വരുന്നതാണ്. നമ്മുടെ ദീനീ രംഗത്ത് ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു തആല അതിനനുസാരമായ ഉയർച്ചയും വളർച്ചയും നൽകുമാറാവട്ടെ. ആ നടത്തുന്നവരെ കേസ് പറയാനല്ല ഞാൻ പറയുന്നത്. മുതഅല്ലിം ചിന്തിക്കേണ്ടത്, മുതഅല്ലിമാകുമ്പോൾ അയാൾ ഇൽമ് നേടുന്ന കാര്യമാണ്. ഇൽമ് നേടുന്ന കാര്യം ചിന്തിക്കുമ്പോൾ മേധാവിത്വമോ വലുപ്പമോ ധനം കിട്ടുന്നതോ ശമ്പളേറെ കിട്ടുന്ന മാർഗം എന്താ, ഇതിന്റെ ഒപ്പം എന്താ കൂട്ടേണ്ടിയെന്നോ ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതൊഴിവാക്കാനുള്ളതാണ് അള്ളാന്റെ സാമീപ്യം പരലോകത്ത് ലക്ഷ്യമാക്കുക, മനസ്സിന്റെ സംസ്കൃതിയും മനസ്സിന്റെ വെളിച്ചവും ഇഹലോകത്ത് ലക്ഷ്യമാക്കുക. ഇതാണ് ഇൽമിന്റെ ലക്ഷ്യം പ്രധാനമായും പറയുന്നത്. മറ്റൊന്ന്, നമ്മുടെ ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പഠിക്കുന്ന ഇൽമിനുള്ള അനുപാതം എന്താണ്? നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് അള്ളാന്റെ സാമീപ്യം നേടാൻ നമ്മളിപ്പോ ഈ പഠിക്കുന്ന ഇൽമ് എത്രത്തോളം പ്രയോജനപ്പെടും, എത്രത്തോളം ഉപകാരപ്പെടും എന്ന് ഇൽമിനെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തി സമയം നീക്കിവെക്കുന്നത് അതിനനുസാരമാകണം. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? ഏറ്റവും പ്രാധാന്യമായതിന് മുൻഗണന നൽകും, ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതിന് മുൻഗണന നൽകും, ഏറ്റവും മുന്തിയതിന് മുൻഗണന നൽകും, ഏറ്റവും നമ്മുടെ മനസ്സിലേക്ക് അടുക്കുന്ന കരീബിന് മുൻഗണന നൽകും ബഈദിനേക്കാൾ. ബഈദ് തന്നെ മനസ്സിക്ക് തീരെ കടക്കാത്തത്, മനസ്സിൽ നിന്ന് വളരെ അകന്നു പോകുന്നത്. കരീബ് തന്നെ വേഗം മനസ്സിലാവുന്ന, അദ്ഹാനിലേക്ക് വേഗം മനസ്സിലാകുന്നത്, അപ്പൊ വേഗം മനസ്സിലാവുന്നത്. അതുപോലെ റഫീഅ്, ഉയർന്നത് ഏതാണ്, താഴ്ന്ന ഏതാണ്, താഴ്ന്നതിനേക്കാൾ ഉയർന്നതിന് പരിഗണന നൽകും. ഇതെപ്പോഴാ? നമ്മുടെ ഈ ലക്ഷ്യത്തിലേക്ക്, പടച്ചോന്റെ സാമീപ്യത്തിന്റെ ലക്ഷ്യത്തിലേക്കും ബാത്തിനെ നന്നാക്കുന്ന ലക്ഷ്യത്തിലേക്കും ഏതാണ് ഈ ഇൽമിന്റെ അനുപാതം എന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളായി നമ്മുടെ ഇമാമുകളൊക്കെ വിവരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയാൽ ഇതിന്റെ ഉള്ളിൽ ഒതുക്കാൻ ബാക്കിയല്ലോ. പല വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാമെങ്കിലും ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇൽമ് അല്ലാഹു തആലയിലേക്കുള്ള സാമീപ്യം നേടുന്നതിനുള്ള ഏറ്റവും ഉപകാരപ്രദമായ മാധ്യമമായി നമ്മിൽ നിൽക്കും. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ വിധത്തിലുള്ള ആലിമീങ്ങളാക്കി അല്ലാഹു നമ്മയൊക്കെ മാറ്റുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാരെയും അല്ലാഹു തആല ആ വിധം ആലിമീങ്ങളാക്കട്ടെ. ആഖിറത്തിന്റെ ആലിമീങ്ങളായി മുതഅല്ലിമീങ്ങളായി അല്ലാഹു തആല നാം ഏവരെയും സ്വീകരിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ നീ പൊരുത്തപ്പെടുന്ന ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളുമാക്കണമേ റഹ്മാനെ. എല്ലാ അർത്ഥത്തിലും ഇൽമിനും ഉലമാക്കൾക്കും ഖിദ്മത്ത് ചെയ്യുന്നവരാക്കി നീ ഞങ്ങളെ മാറ്റണമേ റഹ്മാനെ. ഇൽമിനു വേണ്ടി തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാക്കി നീ ഞങ്ങളെ കണക്കിലെടുക്കണമേ റഹ്മാനെ. ആഖിറത്തിന്റെ ആലിമീങ്ങളാകുന്നതിനുള്ള എല്ലാവിധ തൗഫീഖും നിന്റെ ഭാഗത്തിന് നീ ഓശാരമായി ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. അതിനുള്ള വഴിയും നീ ഒരുക്കണമേ റഹ്മാനെ. ആ രംഗത്ത് ഞങ്ങൾക്ക് മാതൃകയായ, ഞങ്ങളുടെ ഇൽമി രംഗത്ത് ഉലമാക്കൾക്കും ദീനിനും മാതൃകയായ എല്ലാ ആളുകൾക്കും നീ ഉയർന്ന ജസാ നൽകണമേ റഹ്മാനെ.
ഞങ്ങളുടെ ഉസ്താദുമാർക്കും നീ ഉയർന്ന ജസാ നൽകണമേ റഹ്മാനെ. ലോകത്ത് ദീൻ നിലനിർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ ആലിമീങ്ങൾക്കും നീ മുന്തിയ ജസാ നൽകണമേ റഹ്മാനെ. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ സ്ഥാപനക്കാർക്കും സ്ഥാപന മേധാവികൾക്കും നീ മുന്തിയ ജസാ നൽകണമേ റഹ്മാനെ. നിന്റെ ദീനിനോടും നിന്റെ ദീനിന്റെ ഇൽമിനോടും കൂറും ഭക്തിയും നിലനിർത്തി അതിന്റെ സേവകരായി ജീവിക്കാനും അതിന്റെ സേവനത്തിലായി മരിക്കാനും അവസാന ശ്വാസവും നീ പൊരുത്തപ്പെടുന്ന ഇൽമിന്റെ അളവിലായിരിക്കാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.